chairman, Dr. Santosh, Dr. Narayanan, Dr. Joshi sir, Dr. Balendran, and also senior member Dr. V.K. Paradi madam, Dr. Ravi sir, Indumati madam, Vishnu, and all our IAP family members. നമ്മൾ ഒരു പുതിയൊരു സ്റ്റേജിലേക്ക് പോവുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മളതായ ഒരു ചിട്ടപ്പെടുത്തിയ കാര്യങ്ങൾ ഒന്ന് പഠിക്കുക എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞത് ഒന്ന് മാക്സിമം ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള തയ്യാറെടുപ്പ് എടുക്കുക. രണ്ടാമത് ചെക്ക് ലിസ്റ്റ്, പലപ്പോഴും നമുക്ക് ചെക്ക് ലിസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു പല പ്രായോഗിക എല്ലാവരും 131 പോയിന്റും വായിച്ച ആൾക്കാർ, ഞാനടക്കം 131 പോയിന്റ് മുഴുവൻ വായിച്ചവർ അടിക്ക് വായിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് വിശകലനം ചെയ്യാനും അത് എങ്ങനെയാണ് നമ്മൾ ഇൻസ്പെക്ഷൻ പോകുന്ന ആൾക്കാരെ എങ്ങനെ നോക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ മീറ്റിംഗ് വിളിച്ചത്. അപ്പോൾ ഈ മീറ്റിങ്ങോട് കൂടി നമുക്ക് നമ്മുടെ ടീം റെഡിയാവുമെന്നും ഉടനെ തന്നെ ജയറാം സാറത്ത് പറയുമായിരിക്കും, നമ്മുടെ ഗവൺമെന്റ് രണ്ടാമത്തെ ടീമിന് പരീക്ഷയും പുതിയ ഇൻസ്പെക്ഷനുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പും അതെങ്ങനെയാണ് അസസ് ചെയ്യുന്നതും അതിനെ പറ്റിയൊക്കെ തീരുമാനം ആയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. മീറ്റിംഗ് വിളിക്കാന്നാ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ ജയരാമൻ സാർ പറയും. എനിവേ നമുക്ക് ഇന്ന് 4 പേരാണ് ക്ലാസ് എടുക്കുന്നത്. വളരെയധികം പഠിച്ച, ഒന്ന് ബാലേന്ദ്രൻ, രണ്ടാമത് ഇന്ദുമതി മാഡം, മൂന്നാമത്തെ റിയാസ്, നാലാമത്തത് വിഷ്ണു വിജയകുമാറും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ നന്നായി ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഉണ്ടായ ഒരാഴ്ച കഴിഞ്ഞ മീറ്റിംഗിന് ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട ഗവൺമെന്റ് ആയിട്ടുള്ള പുതിയ സംഭവ വികാസങ്ങൾ ജയരാം സാറും റിയാസും രാജ്മോഹൻ സാറും പറയുമെന്ന് വിചാരിക്കുന്നു. ഓവർ ടു ജയരാം സാർ. ജയരാം സാർ. ഞാൻ ഇടയിൽ ഡിസ്കണക്റ്റഡ് ആയിപ്പോയി. പറഞ്ഞത് കേട്ടില്ല സത്യം പറഞ്ഞാല്. കഴിഞ്ഞ ഒരാഴ്ച കാലത്തുണ്ടായ എന്തെങ്കിലും ഗവൺമെന്റ് പുതിയ ബാച്ചിൽ പരീക്ഷ നടത്തുന്ന കാര്യങ്ങളോ വേറെ എന്തെങ്കിലും ഗവൺമെന്റ് കഴിഞ്ഞു? ഓക്കെ, ഞാൻ ഗുഡ് ഈവനിങ് എവരിബഡി. അപ്പം നമ്മൾ വിചാരിച്ച ഒരു സ്പീഡിൽ അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ബട്ട് ദ സെക്കൻഡ് സെറ്റ് ഓഫ് അതിനെ പറ്റിയിട്ട് ഗവൺമെന്റ് അടുത്തുള്ള ഒരു ഫീഡ്ബാക്ക് എനിക്ക് ഇനിയും കിട്ടാനിരിക്കുകയാണ്. ആക്ച്വലി NHM Dr. Ratan Kelkar was on leave and I was not able to contact till date, and actually yesterday I was talking to Sachi told he will discuss with him and make things as fast as possible. പിന്നെ എന്തായാലും വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ 2 ഇൻസ്പെക്ഷൻസ് ആൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ആഴ്ചയും 12-ാം തീയതിയുമായിട്ട്. ഒന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റൽ പൊന്നാനിയും 2 മൗലാന ഹോസ്പിറ്റലും. 2 അസസ്മെന്റ്സിനുള്ള ഡേറ്റ്സും ഇവാലുവേറ്റേഴ്സ് അസസേഴ്സിൻ്റെ എല്ലാം ആ പ്രോസസ് ഈസ് ഓൺ ദ റോൾ. പിന്നെ മിക്ക ഡിസ്ട്രിക്ട്സിലും ഗവൺമെന്റ് തലത്തിലുള്ള വർക്ക് നടക്കുന്നുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസും പലതും പ്രിപ്പയർ അങ്ങനെ കുറച്ച് ഹോസ്പിറ്റൽസ് അപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അന്ന് ഡോക്ടർ ജീസൺ പറഞ്ഞ മാതിരി 300-ൽ കൂടുതലുള്ള ഇതിനുള്ളൊരു പ്രോബ്ലം ഗൂഗിൾ ഷീറ്റിൽ ഉണ്ടായിരുന്നു. ദാറ്റ് ഹാസ് ബീൻ റെക്ടിഫൈഡ്. ആ ഗൂഗിൾ ഫോം മോഡിഫൈ ചെയ്തിട്ട് ഫാസ്റ്റെല്ലാം ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തിങ്സ് ആർ ഓൺ ദ മൂവ്. ആൻഡ് അപ്പൊ ഈ മീറ്റിങ്ങിന്റെ പ്രസക്തി എന്താന്ന് വെച്ചാൽ 2 വിധത്തിലും. ഒന്ന് അനന്തകേശവൻ പറഞ്ഞ മാതിരി നമുക്ക് ഇവാലുവേറ്റേഴ്സിന് എന്തൊക്കെയാന്നുള്ളത് ഒന്ന്. 2 എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അസസ്മെന്റിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് പോവാതെ ഫൈനൽ ചെക്ക് ലിസ്റ്റിന് പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ്. ബിക്കോസ് മെനി ഓഫ് ദ ഹോസ്പിറ്റൽസ് ഹാവ് ഓൾറെഡി ഡൺ എവറിഥിങ്. അപ്പൊ അതിൽ നമ്മൾ നിറ്റിഗ്രിറ്റീസ് നോക്കാനായിട്ട് ഈ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് പ്രോസസ് ബിക്കംസ് ഈസി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഡ്രാഫ്റ്റ് ലിസ്റ്റിംഗ് ഓഫ് ദ ലാക്ടേഷൻ കൗൺസിലിംഗ് അത് സർക്കുലേറ്റ് ചെയ്തിട്ട് അത് നിറയെ ഫീഡ്ബാക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ദാറ്റ് ക്യാൻ ബി ഫൈനലൈസ്ഡ് ആൻഡ് ഇറ്റ് വിൽ ഗോ ഓൺ എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ എനിഹൗ താങ്ക് യു ആൾ ഫോർ ജോയിനിങ് ആൻഡ് ലെറ്റ് us have a good session. താങ്ക് യു സർ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഇപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റൽ വളരെയധികം മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കൂടുതൽ DPMകാർ ഇൻവോൾവ് ആയിട്ടുണ്ട്. കൂടുതൽ ഡിസ്ട്രിക്റ്റിൽ അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു
അവർ ടാർഗറ്റ് ഒക്കെ പറഞ്ഞു ഒക്ടോബർ നവംബറിൽ നമ്മളൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണ് ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഒരുപോലെ ഉണർന്നിരിക്കേണ്ട സമയമാണ്. അപ്പോൾ പിന്നെ സാറ് രാജമോഹൻ സാറ് ലാക്ടേഷൻ കൗൺസിലിന്റെ നേതൃത്വം എല്ലാം ശരിയായിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ സാറിനെ അതിനെപ്പറ്റി പറയാനും സംസാരിക്കാനും ക്ഷണിച്ചോളൂ. ഗുഡ് ഈവനിങ് ആൾ. വളരെ ഗുരുവന്ദരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നു. പാർവതിമാരത്തെയൊക്കെ കണ്ടു. വലിയൊരു സപ്പോർട്ടും ഇൻസ്പിറേഷനുമാണ്. യൂണിവേഴ്സിറ്റി കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ലാക്ടേഷൻ കൗൺസിലിന്റെ മൊഡ്യൂൾ ബേസ്ഡ് ട്രെയിനിങ് ആണ്. അതിൽ പഴയ 500 പേർക്ക് ആദ്യം ട്രെയിനിങ് കൊടുത്തിരുന്നു. ആ 500 പേർക്ക് ശരിക്കും പറഞ്ഞാൽ കൊടുത്ത ട്രെയിനിങ്ങിനനുസരിച്ചുള്ള മൊഡ്യൂള് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു. പ്രധാനമായിട്ടും ഒരുപാട് ബ്രസ്റ്റ് ഫീഡിങ് സപ്പോർട്ട് ടൂൾസ് ഒക്കെ ഇപ്പോൾ അവർ വന്നു. ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ബ്രസ്റ്റ് പമ്പ് അങ്ങനെയുള്ള, പിന്നെ ചില പ്രാക്ടീസ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയി. ഇപ്പോൾ സിറിഞ്ച് കട്ടിങ് സിറിഞ്ച് മെത്തേഡൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. അങ്ങനെ അതനുസരിച്ച് നമ്മൾ ഇന്റൻസീവായിട്ട് എല്ലാവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് പഴയ ടീം തന്നെ കുറച്ചുകൂടെ പേരെ കൂടെ കോപ്പ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ മൊഡ്യൂൾ അപ്ഡേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അതൊന്ന് എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്ത് എല്ലാവരുടെയും ഒരു ഫീഡ്ബാക്ക് കൂടെ വാങ്ങിച്ച് അതുകൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഏറെക്കുറെ മൊഡ്യൂൾ റെഡിയാണ്, ഫൈനൽ റെഡിയാണ്. അപ്പോൾ ഞങ്ങൾ അടുത്ത ആഴ്ച മറ്റോ IAPയിലെ നമ്മുടെ ആ മൊഡ്യൂൾ പ്രിപ്പറേഷന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവരെയും ഞങ്ങളുടെ VCയെയും പിന്നെ MKC സാറാണ് നമ്മുടെ ഓൾ പ്രോഗ്രാമിന്റെ അഡ്വൈസറായിട്ട് വെച്ചേക്കുന്നത്. നമ്മൾ സാറിനെ കൂടെ വിളിച്ചിട്ട് അതങ്ങ് ഫൈനലൈസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അത് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യുമ്പോൾ അത് എത്ര കോപ്പി വേണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റും പ്രിന്റ് ചെയ്യണം, ഇതും പ്രിന്റ് ചെയ്യണം. ആ 2 ജോലി കൂടെ മാത്രമേ ഉള്ളൂ. മൊഡ്യൂളെല്ലാം ആയി. ഇനി അതിനകത്ത് കുറെ വീഡിയോസിന്റെ ലിങ്ക് ഉണ്ട്. ആ വീഡിയോസ് നമുക്ക് പ്രിന്റിലൊന്നും നോക്കത്തില്ല. വീഡിയോസ് കുറെ ഏകദേശം 10ഓളം വീഡിയോസിന്റെ ലിങ്ക് ഉണ്ട്. അത് മൊഡ്യൂള് ശരിക്കും പറഞ്ഞാൽ IAP മെമ്പേഴ്സ് ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഒന്ന് ഫെമിലറൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത്രയാണ് ലാക്ടേഷൻ മാനേജ്മെന്റ് ട്രെയിനിങ്ങിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. വി ആർ റിയലി ത്രൂ ഇറ്റ്. നൗ വി ഹാവ് ടു സ്റ്റാർട്ട് ഇറ്റ്. അപ്പോൾ അതിന്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫൈ ചെയ്തിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി എന്ത് കാര്യം ചെയ്താലും അങ്ങനെ നോട്ടിഫൈ ചെയ്തേ പറ്റത്തുള്ളൂ. നോട്ടിഫൈ ചെയ്തിട്ട് സ്റ്റാർട്ടിങ്. പക്ഷേ ഈ പ്രാക്ടിക്കൽ സെഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് IAP നീഡ് ടു കോപ്പറേറ്റ്. തിയറി നമ്മൾ മൊഡ്യൂൾ ആയതുകൊണ്ട് സെൽഫ് ലേണിംഗ് പോലൊക്കെയാണ്. അതിനകത്ത് വലിയൊരു എഫർട്ടിന്റെ ആവശ്യം വരത്തില്ല. ജൂനിയർ ആയിട്ടുള്ള ആൾക്കാർ കുറച്ചുപേരെ വെച്ച് ഡൈഡാറ്റിക് പെഡഗോഗിക് സെഷൻസ് നടത്താമെന്നും ഹാൻഡ്സ് ഓൺ നമ്മുടെ സീനിയർ ആയിട്ടുള്ള IAPയുടെ ആൾക്കാർ വേണം. കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ട് തന്നെ ഇപ്രാവശ്യവും ഓരോ ഡിസ്ട്രിക്റ്റിലും അവര് ഹെൽപ്പ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഓരോ ഡിസ്ട്രിക്റ്റിലും ചെയ്യാം സാറേ. പിന്നെ ഞങ്ങള് ഈ പറഞ്ഞതുപോലെ വലിയൊരു ഐ ഡോണ്ട് think that we have to make a very rigorous ഒരു evaluation ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. because we should be very liberal in evaluation. ഇതിനകത്ത് വേറെ ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ് ഈ കുഴപ്പം. ഇറ്റ് ഈസ് ആക്ച്വലി വെരി സിമ്പിൾ. എന്തോ ഇതിനകത്ത് ബേസിക് കണ്ടന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. അതായത് ഒരു ആശുപത്രിയിൽ വരുന്ന അമ്മയും കുഞ്ഞും സക്സസ്ഫുൾ ആയിട്ടുള്ള ലാക്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെളിയിൽ പോകണം. അത് കമ്മ്യൂണിറ്റി പോയിട്ടും കണ്ടിന്യൂ ചെയ്യണം. അതിൽ ഇനിഷ്യേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, പ്രിപ്പറേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, ഇനിഷ്യേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, then exclusive breastfeed practice is important, giving nothing else other than അതാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചില അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ബ്രസ്റ്റ് ഫീഡിംഗ് പോളിസി റിട്ടേൺ ആയിട്ടുണ്ടായിരിക്കണം. എഡ്യൂക്കേഷന് വേണ്ടിയുള്ള അമ്മമാരെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം, ട്രെയിനിങ് വേണം. അത് അത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ അവർക്ക് ചില അമ്മമാർക്ക് ഇൻഹിബിഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് കൗൺസിലിംഗ് വേണം. ലാക്ടേഷൻ കൗൺസിലേഴ്സ് ഡെഡിക്കേറ്റഡ് ആണ്. ആക്ച്വലി എല്ലാവരും ലാക്ടേഷൻ കൗൺസിലേഴ്സ് ആവേണ്ടതാണ്. പക്ഷേ അതിനൊരു ഡെഡിക്കേറ്റഡ് ടീം വേണം. കാരണം അത് എല്ലാവർക്കും സമയം കിട്ടത്തില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. പക്ഷെ എങ്കിലും ഈ ട്രെയിനിങ് കൊടുക്കുന്നെങ്കിലും ദയവ് ചെയ്ത് ഇത് ലാക്ടേഷൻ കൗൺസിൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ആ ട്രെയിനിങ് കിട്ടിയ ആൾക്കാരുടെ മാത്രം ചുമതലയായിട്ട് ഒരിക്കലും വിചാരിക്കരുത്. അതൊരു ടീം വർക്കാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ കാരക്കോണത്ത് HOD ആയിട്ടിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ CDC ഒരു കുറച്ച് ചെറിയ ട്രെയിനിങ് എടുത്തിട്ട് ഇറങ്ങിയ കുറെ ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റുകളുണ്ട്. നമ്മളൊരു കഷ്ടകാലത്തിന് ഒരു കേസ് ഒന്ന് റെഫർ ചെയ്ത് പോയോ പിന്നെ അവര് നമ്മളുടെ അടുത്ത് തിരിച്ചു വിടത്തുമില്ല, ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ HOD ആയിട്ടുള്ള സ്ഥിതി ഞാൻ പറയും. ഇതുപോലെ തന്നെയാണ് ഈ ലാക്ടേഷൻ. നമുക്ക് ഈ PGs ആമ്പിള്ളേർ PGs ഒക്കെ ആകുമ്പോഴേ നമുക്ക് അവരെ വെച്ചുകൊണ്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഈ കൗൺസിലറുടെ അടുത്ത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ മാനേജ്മെന്റിന് ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം 100 രൂപ അവർക്ക് അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ മാനേജ്മെന്റ് എപ്പോഴും ഇതൊക്കെ എൻകറേജ് ചെയ്യത്തേ ഉള്ളൂ. അപ്പൊ പീഡിയാട്രീഷ്യന്റെ ആംബിറ്റിൽ നിന്ന് ടോട്ടലി ഇതങ്ങ് നഷ്ടപ്പെടുന്ന ഒരു ലോസ്റ്റ് വേൾഡ് ആയിട്ട് ദയവ് ചെയ്ത് മാറരുത്.
ആ ഒരു വലിയ അപേക്ഷയാണ് എൻ്റെ. കാരണം ഞാൻ ഒരുപാട് നാൾ പീഡിയാട്രീഷ്യൻ ആയിട്ടിരുന്നു. ഇപ്പൊ ഞാൻ പബ്ലിക് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നെങ്കിലും ആക്ച്വലി ഐ എൻജോയ് ദാറ്റ്, നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെ. പക്ഷെ ഇതൊരു വലിയൊരു ഒരു ആപത്ത് ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് ഇത് എപ്പോഴും ഒരു ടീം വർക്ക് ആയിട്ടാണ് നടക്കേണ്ടത്. അത് നമ്മൾ എല്ലാവരും ഓർക്കുക. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്യുന്നതും. കൗൺസിലിംഗ് ഇതൊരു ടീമാണ്. അപ്പൊ ഒരു മദർ സപ്പോർട്ട് ഗ്രൂപ്പ് ആണെന്ന്. അപ്പൊ ഇനി ചുമ്മാ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കി ഇനി ഇത് ഈ പറഞ്ഞതുപോലെ ഇത് ചില കടമ്പകളാക്കി ആ കടമ്പകൾ പിന്നെ വെച്ചിട്ട് ഒരുപാട് വേറെ കാര്യങ്ങളൊക്കെ ആയി അത് ഒരു പ്രാക്ടീഷണർ, പ്രൊഫഷണൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അതിന് ചില മീനിങ് ഒക്കെ ഉണ്ട്. പ്രൊഫഷണലിസവും പ്രൊഫഷണൽ പ്രാക്ടീസും ഒക്കെ എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ നിലവിൽ ഇപ്പൊ അഡ്വക്കേറ്റ് ലായേഴ്സ് പ്രൊഫഷൻ ഒരു പ്രൊഫഷനാണ്, നമ്മുടെ പ്രൊഫഷൻ ഒരു പ്രൊഫഷനാണ്. അപ്പൊ അതിനകത്ത് നിന്ന് കുറച്ച് പീസ് മീലായിട്ട് അടച്ചു മാറ്റിയിട്ട് ചിലരെ നമ്മൾ സപ്പോർട്ട് ടീമിനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ല അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രൊഫഷണൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അല്ല. അത് നമ്മൾ ആദ്യം അറിയണം. അപ്പൊ അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കണം. അത്രയാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത് ഇവിടെ ഇന്നത്തെ മീറ്റിംഗിന്റെ കാര്യം ഞാൻ അറിഞ്ഞു, റിയാസാണത് മീഡിയേറ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഒഫീഷ്യൽസുമായിട്ട്. രജിസ്ട്രേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിന്റെ ആവശ്യം. കാരണം പോർട്ടലിൽ അപ്ലൈ ചെയ്യാൻ ഒരുപാട് പോർട്ടലൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടും ആരും അധികം അപ്ലൈ ചെയ്തിട്ടില്ല, അപ്ലിക്കേഷൻ വന്നിട്ടില്ല. എന്തായാലും അത് ഇനിഷ്യൽ ഹിക്കപ്പ് ആണ്. ശരിക്കും അത് ആദ്യത്തുള്ള ബുദ്ധിമുട്ടുകളാണ്. നമ്മൾ കുറെ പേര് കേടി അത് സക്സസ്ഫുൾ ആയിട്ട് രജിസ്ട്രേഷൻ വരുമ്പോഴത്തേക്ക് എന്തായാലും ആവും. അപ്പോഴത്തേക്ക് നമുക്ക് കുറെ അസോസിയേറ്റ്സും വേണം. ആ അസോസിയേറ്റ്സിന് ഇനിയിപ്പോ എന്തായാലും അത് ആക്ച്വലി ഐ തിങ്ക് assessment process has been entrusted to the NHM team. NHM has entrusted that to the quality control team, and the quality control has done it. And the next time it will be easy, I hope. And Balendran has thoroughly gone through that, and he has made a abridged form. But abridged form ഉണ്ടാക്കിയെന്നുണ്ടെങ്കിലും the detailed quality assessment will be based on the original 140 items only. അല്ലാതെ abridged എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അത് കാരണം അസസ്മെന്റ് ഈസ് ആൾവേസ് അസസ്മെന്റ്സ്. അപ്പൊ അത് അങ്ങനെ തന്നെ ആയിരിക്കും. എങ്കിലും ഇറ്റ് ഫെമിലറൈസിംഗ് ദ പ്രോസസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് they have done a very good homework. Yesterday we had a small informal meeting. Balendran has taken a lot of interest and initiation, and Indu is supporting all the time like any other time, and Riaz also is very active. Apo Vishnu is there, and they have done a very good work. And rest of the things Vijaykumar will say, because Vijaykumar is the torch bearer for the next year. Vijaykumar. Respected Rajmohan sir, I think we are on the way. നമ്മുടെ ഹോസ്പിറ്റൽസ് പല അത് സാറ് പറഞ്ഞ പോലെ ഇനീഷ്യൽ ഹിക്കപ്പാണ് തോന്നുന്നത്. ഇനീഷ്യലി നമ്മൾ വളരെ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇപ്പോഴ് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കുറച്ച് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുള്ളൂ. ഐ തിങ്ക് വൺസ് ഫ്യൂ ഹോസ്പിറ്റൽസ് ആർ സർട്ടിഫൈഡ്, പിന്നെ നെക്സ്റ്റ് ഹോസ്പിറ്റൽസ് പെട്ടെന്ന് ജോയിൻ ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്, അപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ് തോന്നുന്നത്. നമുക്ക് വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ഐ തിങ്ക് വി ക്യാൻ ഗോ ടു ദ ടോപ്പിക് സർ. ഐ തിങ്ക് ദ ഫസ്റ്റ് ഈസ് ദി ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെൻറ്റ് ഫോർ MBFHI certification. I invite Dr. Vishnu to deliver his talk. Respected seniors and my dear friends, very good evening. I'll briefly discuss about the infrastructure requirements for certification of MBFHI. So basically there are 15 major infrastructure requirements. So institution has to comply fully with the International Code of Marketing of breast milk substitutes and relevant World Health Assembly resolutions. We should have a written infant and breastfeeding policy that is routinely communicated to staff and parents. That's a first and basic requirement. Next, we should have a nodal officer who is designated for coordinating the breastfeeding promotion activities and also liaising and communicating with the committees for MBFHI. Then the breastfeeding policy copy in 2 languages has to be displayed in 7 major areas of the hospital, which includes the pediatrics and obstetrics and gynecology outpatient department, antenatal and postnatal wards of the hospital, delivery room, high dependency units like the neonatal ICU or SNCU, and also in the immunization clinic. So these are the 7 major areas where the breastfeeding policy has to be displayed in 2 languages.
ബലേന്ദ്രൻ അങ്ങനെ ആരെങ്കിലും പറയോ? ഇത് ഞാൻ ഞാനൊരു ഞാനൊരു 8:50 ഇതാണ്. എന്താ വെച്ചാൽ ഒരു ഗ്രോത്ത് ഹോർമോൺ ഒരു പ്രോഗ്രാം ഉണ്ട് അടുത്ത. International Code of Marketing of Breast Milk Substitutes and subsequent WHO resolutions and some summary also needs to be displayed in the key areas. Again, the Functional Breastfeeding Promotion Committee, the hospital should constitute a Functional Breastfeeding Promotion Committee and the order of formation, minutes of regular meeting of the committee, exclusive newborn breastfeeding rate, average time taken for initiation of breastfeeding, training and assessment of staff, and monitoring of KPIs has to be documented. A certified breastfeeding or lactation counselor has to be available in the facility full time. At least one person is designated to calculate the key performance indicators and outcome indicators like the training records, photographs, and back banners. Again, training for clinical staff, at least 20 hours in total. 3 hours of supervised clinical experience has to be reported. And every staff should have a yearly induction training in the hospital. The staff members should receive training on breastfeeding promotion and support within 6 months of commencing work, unless they have received sufficient training elsewhere covering all 10 steps and about the infant milk substitutes. Warning and display boards on provisions in IMS Act should be there. Mothers should have received orientation or training on mother-friendly labor and birthing policies and procedures about the MBFHI. Both OPD and immunization areas are nearby, and the waiting area is same for both, and there is a common breastfeeding room nearby these areas. Curtains or screens should be provided in postnatal wards and ICUs. There shouldn't be any cradles in use in the hospital. And again, there should be provisions for immediate proximity of care between the baby and mother after the cesarean deliveries. Breastfeeding rooms are available near the newborn nursery or in ICU. Adequate space and furniture and privacy is there in the breastfeeding rooms. Requirements mainly 16 square feet of space, chair, fan, light, ventilation, and the feeding rooms are not visible from outside. Again, the facility should have adequate space away from breastfeeding mothers for demonstration of how to prepare formula to those mothers whose babies are on it due to medical indications. That is, the feed reconstitution should not be happening nearby the postnatal wards where mothers are actively breastfeeding. And again, finally, hospital has a system of follow-up in form of support groups to support breastfeeding in mothers after they are discharged. So these are the main 17 requirements, infrastructure requirements for MBFHI. Thank you. 15 requirements are additional requirements of low priority. Other cradles, last one is added one. രണ്ടാമത്തെ കാര്യം പിന്നെ ബൈലിംഗ്വൽസ് പിന്നെ നമ്മളിപ്പം പിന്നെ കാസർഗോഡും പാലക്കാടൊക്കെ പറ്റുമായിരിക്കും. മറ്റേ സാധാരണ ഇപ്പൊ ഒരു ലാംഗ്വേജ് പോരെ, അത് നമ്മൾ ഒരു ഇംഗ്ലീഷ് കാര്യങ്ങളാണ് അറിയാത്ത ഇംഗ്ലീഷ് ആൻഡ് മലയാളം ആണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. ആവശ്യമുള്ളിടത്ത് മതി ബൈലിംഗ്വൽ, എല്ലായിടത്തും നമ്മളെ നേരത്തെ പരീക്ഷന്റെ ക്വസ്റ്റ്യൻ പോലെ പിന്നെ ആ ഏരിയ കാര്യങ്ങൾ 16 ഫീറ്റും കാര്യങ്ങളൊക്കെ പിന്നെ അഡിക്വേറ്റ് ലൈറ്റ് കവറിങ് അതൊക്കെ വേണം. അത്ര ഏരിയ ഒരു 16 ഫീറ്റ് എന്ന് പറയുന്നത് സാർ കുറച്ച് മൂവ്മെന്റ് വേണം അല്ലെ, സ്ഥലം ജസ്റ്റ് മൂവ് ആണോ. ഒരു മദർ ചിലപ്പോൾ 1 or 2 mothers may sit down, ചിലപ്പോൾ ഒരു മദർ അല്ലായിരിക്കും. അതെ മേഡം, അത് പറഞ്ഞതിന് ശേഷം അതൊന്നും നമ്മൾ കൊടുക്കാതിരിക്കുന്നതിന് ഒരു കാരണമാവാൻ പാടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്പേസ് അത്ര most of the places has these things. ജോഷി സാർ വേറെ പോയിന്റ്സിൽ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ക്രേഡിൽസ് വേണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ മദേഴ്സ് ബേബി ഷുഡ് ബി കെപ്റ്റ് വിത്ത് മദേഴ്സ് എന്നും കൂടെ ഒരു പോയിന്റ് ഉണ്ട് ചെക്ക് ലിസ്റ്റിൽ. ഒരു
അത് വെക്കണം. കേഡ്സ് വേണ്ടാന്നും. പിന്നെ ഈ ലാക്ടേഷൻ കൗൺസിലർ, സർട്ടിഫൈഡ് ലാക്ടേഷൻ കൗൺസിലർ ഇപ്പൊ എല്ലായിടത്തും അവൈലബിൾ അല്ലല്ലോ. അപ്പൊ ഇപ്പൊ പൊന്നാനി ഹോസ്പിറ്റലിൽ ഉണ്ടോ അത്? സർട്ടിഫൈഡ് ലാക്ടേഷൻ കൗൺസിലർ ഉണ്ടോ? അപ്പൊ അത് മാൻഡേറ്ററി തിങ് അല്ല, മാൻഡേറ്ററി ആയിട്ട് എനിക്ക് വെച്ചിട്ടുള്ളതായിട്ട് വിഷ്ണു തോന്നുന്നില്ല. പക്ഷെ ഒരു ഉണ്ടെങ്കിൽ അത് വേണം. ഐ മീൻ ലൈക്ക് ഇറ്റ് ഇസ് നോട്ട് എ മാൻഡേറ്ററി തിങ്, ബട്ട് ഇറ്റ്സ് ബെറ്റർ ടു വിഷ്ണു പറയുന്നുണ്ട് മാഡം. നമ്മുടെ 130 പോയിന്റ് ചെക്ക് ലിസ്റ്റില് പോയിന്റ് വിച്ച് ഇസ് മെൻഷൻ, നമ്മുടെ തന്ന പോയിന്റില് ഇറ്റ് ഈസ് മെൻഷൻ. മാൻഡേറ്ററി അല്ല, മാൻഡേറ്ററി അല്ല, മാൻഡേറ്ററി പറയുന്നില്ല. പക്ഷെ നമ്മുടെ 130 പോയിന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവര്. അപ്പൊ അതില് മാൻഡേറ്ററി ഓർ നോൺ മാൻഡേറ്ററി സ്പെസിഫൈ ചെയ്തിട്ടില്ല. ടു സ്പെസിഫൈ നോട്ട് മാൻഡേറ്ററി. അന്ന് നമ്മൾ ആ ലാക്ടേഷൻ കൗൺസിലർ ട്രെയിനിങ് ഗവൺമെന്റ് ഭയങ്കര എക്കോ വരുന്നുണ്ട്. ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് നിറയെ ആൾക്കാർ അന്ന് ലാക്ടേഷൻ ആ ട്രെയിനിങ് കോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ലാക്ടേഷൻ കോഴ്സിന് ട്രെയിനിങ് നമ്മൾ നടത്തിയതാണ്. പക്ഷെ പ്രശ്നം എന്താ അറിയാവോ, ഈ ലാക്ടേഷൻ കൗൺസിലിൽ നമ്മൾ എല്ലാ ജില്ലകളിലും നമ്മൾ നടത്തിയ ട്രെയിനിങ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തു. പ്രശ്നം എന്ന് വെച്ചാൽ ഗവൺമെന്റ് സെക്ടറിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, ഈ ട്രെയിനിങ് നടത്തിയവരെല്ലാം ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിലോ അങ്ങോട്ടൊക്കെ ഡെപ്യൂട്ടിയിട്ട് പോയി. മെഡിക്കൽ കോളേജ് ട്രെയിൻ ചെയ്തവര് സർജിക്കൽ സ്പെഷ്യാലിറ്റിക്ക് പോയി. അവരൊന്നും ആ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം വിൽ ബി സോൾവ്. എനിക്ക് വന്ന് വിഷ്ണു ഒരു കാര്യം കൂടി, ഇതിനകത്ത് നമ്മൾ ചെക്ക് ലിസ്റ്റ് പറയുമ്പോൾ അതിന്റെ അകത്ത് മാൻഡേറ്ററി മാത്രം ഒന്ന് ടെസ്റ്റ് ചെയ്ത് പറയാഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ എല്ലാ ഗവൺമെന്റ് സെറ്റപ്പിലും ഈ പറയുന്ന പോലെ ഇതിൽ പറഞ്ഞ എല്ലാം അതില് റിക്വയർമെന്റിലുണ്ട്. അതില് മാൻഡേറ്ററിന്നോ നോൺ മാൻഡേറ്ററിന്നോ സത്യം പറഞ്ഞാൽ ചെക്ക് ലിസ്റ്റിൽ പറഞ്ഞിട്ടില്ല. ആദ്യം നമ്മൾ 10 സ്റ്റെപ്സ് പറഞ്ഞപ്പോ ഈ ഫീഡിംഗ് റൂം അതിനകത്ത് മസ്റ്റ് ആയിട്ട് ആദ്യം പറഞ്ഞിരുന്നില്ല. എല്ലാ ഹോസ്പിറ്റൽസിലും ഇപ്പൊ ഫീഡിംഗ് റൂം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം സംശയമാണ്. ശരിക്കും ഉണ്ടോ ആക്ച്വലി? അല്ല, അത് സെറ്റപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാൻഡേറ്ററി സ്റ്റാൻഡേർഡ് ഡു നോട്ട് പ്രൊവൈഡ് ഫീഡിംഗ് റൂം അത്യാവശ്യമല്ലേ എല്ലാവർക്കും? 10 സ്റ്റെപ്സിൽ അത് പറയുന്നുണ്ടായിരുന്നില്ല. ഉണ്ട്. അത് അതില് ലാക്ടേഷൻ കൗൺസിലർ മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടില്ല. ഈ ചെക്ക് ലിസ്റ്റിൽ പറഞ്ഞിട്ടില്ല. എനിക്ക് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഏതൊക്കെയാണ് മാൻഡേറ്ററി എന്നുള്ളത് ഒന്നുകൂടെ നോക്കണം. ഇവര് എന്തൊക്കെ ഈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുകാർ ഏതൊക്കെയാണ് മാൻഡേറ്ററി ആയിട്ട് എടുത്തേക്കുന്നത് എന്നുള്ളത് ചോദിക്കണം അവരോട്. അല്ല, അതൊന്ന് സ്പെസിഫൈ ചെയ്ത് പറയണം. ഈ 16 ഏതാണ് മാൻഡേറ്ററി, മാത്രം മാൻഡേറ്ററി എന്നുള്ളത് നമുക്കൊന്ന്. ജോസ്, ഞാൻ പറഞ്ഞോട്ടെ. ഇതില് മാൻഡേറ്ററി ആയിട്ട് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചറിൽ ഫെസിലിറ്റി വിത്ത് അഡിക്വേറ്റ് സ്പേസ് ഗിവിംഗ് ഡെമോൺസ്ട്രേഷൻ കാണിക്കാനുള്ള സ്പേസ്, ദാറ്റ് ഈസ് മാൻഡേറ്ററി. നമ്മള് feeding facility should have adequate space away from the breastfeeding mothers, supplying, giving demonstration how to prepare formula and other feeding options. അത് ഒരു മാൻഡേറ്ററി ആണ്. ഫീഡിംഗ് റൂം എന്തായാലും മസ്റ്റ് ആണ് അല്ലേ? ഫീഡിംഗ് റൂം മസ്റ്റ് ആണ്. ഫീഡിംഗ് റൂം preparation of feeding അല്ലേ ബാല? preparation of feeding away from the mother and the place. ഫീഡിംഗ് റൂംസിന്റെ അവിടെ ഒറ്റ കാര്യം. ഇപ്പൊ ഈ ഡെമോൺസ്ട്രേഷൻ റൂം എന്ന് പറയുന്നത് നമ്മൾ ഈ ബ്രസ്റ്റ് ഫീഡിംഗ് റൂം എന്ന് പറഞ്ഞ അത് ഡെമോൺസ്ട്രേറ്റീവ് ആയിട്ട് കാണിച്ചൂടെ? ഇല്ല, അത് ബ്രസ്റ്റ് ഫീഡിങ്ങിന് മാത്രം. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നിടത്ത് പാടില്ല എന്നുള്ളതാണ് വാട്ട് ദേ സ്പെസിഫൈഡ്. എന്താ ആക്റ്റീവ്ലി ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പാടില്ല എന്നുള്ളതാണ്. ഫീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ്? നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ അങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്കില്ല. I think ട്രിവാൻഡ്രത്തിലൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ ബ്രസ്റ്റ് ഫീഡിംഗ് റൂംസ് ഉണ്ടല്ലോ സർ. ബ്രസ്റ്റ് ഫീഡിംഗ് റൂം ഉണ്ട്, പക്ഷേ ഈ ഡെമോൺസ്ട്രേഷൻ റൂം ഇല്ല. ഓക്കെ സർ. ഡെമോൺസ്ട്രേഷൻ റൂം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ഇപ്പൊ കൊറോണയൊക്കെ കാരണം എല്ലാ വാർഡുകളും കൺജസ്റ്റ് ആയി അക്കോമഡേറ്റ് ചെയ്താണ് എല്ലാ വാർഡുകളും റൺ ചെയ്യുന്നത്. ഇതുപോലൊക്കെ റൂം ഐഡന്റിഫൈ ചെയ്യാൻ ഇനി ബുദ്ധിമുട്ടാണ്. അത് മാൻഡേറ്ററി ആണോ ഇല്ലെന്ന് അറിയണം. ICU ഒരു ചെറിയ കോർണർ വെച്ചൂടെ സർ? അതുണ്ട്, പക്ഷെ അത് ബ്രസ്റ്റ് ഫീഡിംഗ് ഏരിയ ഫോർ മദർ.
അല്ല ICU-ലെ ഒരു കോർണർ വരെ ഹെൽപ്പ് മദേഴ്സ് ടു അതൊക്കെ ഇനി ഡു ചെയ്യാൻ പാടാണ്. സെറ്റപ്പിൽ പാടാം. അങ്ങനെയാണെങ്കിൽ റിയലിസ്റ്റിക്കലി അത് മാൻഡേറ്ററി ആക്കണ്ട എന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും അവരുടെ. രാജ്മോഹൻ സർ. വിഷ്ണു, എനിക്ക് ഇതിനകത്ത് ഒന്ന് രണ്ട് സംശയങ്ങളുണ്ട്. എന്തു 2018 WHO 2018 BFHI അതില് അവർ മാൻഡേറ്ററി എന്നൊന്നും പറഞ്ഞില്ല. അവർ ക്ലാസിഫൈ ചെയ്തിരുന്ന ക്രിട്ടിക്കൽ മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സ്, കീ ക്ലിനിക്കൽ പ്രാക്ടീസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്സ് എന്നാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതിൽ എനിക്ക് അതിനകത്ത് മാൻഡേറ്ററി എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തിന്റെ ബേസിലാണ് ഈ മാൻഡേറ്ററി, ചിലതിനെ മാൻഡേറ്ററിയും ചിലതിനെ നോൺ മാൻഡേറ്ററിയും ആക്കുന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ടില്ല ഇതുവരെ. അതൊരു കാര്യം. 1.9.4 ആണ് ലാക്ടേഷൻ കൗൺസിലർ. അത് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടില്ല, എടുത്ത് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാൻഡേറ്ററി അല്ല. പക്ഷെ ചില ഐറ്റംസിനെ പറ്റി ഈ ചെക്ക് ലിസ്റ്റിനകത്ത് മാൻഡേറ്ററി എന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ WHO ഇംപ്ലിമെന്റേഷൻ പോളിസികളെല്ലാം വായിച്ചു നോക്കി, അതിനകത്തൊന്നും മാൻഡേറ്ററി എന്ന് പറഞ്ഞ ഒരെണ്ണത്തിനെ കൊടുത്തതായിട്ട് ഞാൻ കണ്ടില്ല. ഐഡോ ആരെങ്കിലും കണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നോ എനിക്ക്. അതിനകത്ത് പറഞ്ഞിട്ടില്ല സർ. നമ്മുടെ ഈ ഗ്രീൻ ചെക്ക് ലിസ്റ്റ് അയച്ചിട്ടില്ലേ, നമ്മുടെ NHM എന്ത് ബേസ് അതിന് അവർക്ക് വല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ഷൻ വല്ല ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ ഡോണ്ട് തിങ്ക് സോ സർ. അത് അവരുടെ ക്വാളിറ്റി ടീം ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവർ വെറുതെ ഒരു മാൻഡേറ്ററി എന്ന് പറഞ്ഞുണ്ടാക്കുന്നത് എന്തോ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തോ അതെല്ലാം WHO gives equal weightage to every elements. WHO 10 steps ഇംപ്ലിമെന്റ് ചെയ്താൽ മതി ചിലത് മാൻഡേറ്ററി പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇൻഫ്രാസ്ട്രക്ചർ മാൻഡേറ്ററി ഞാൻ കണ്ടില്ല വിഷ്ണു. ഐ ഡോണ്ട് നോ. അല്ല ഈ സ്പെസിഫിക് മെൻഷൻ സാറ് പറഞ്ഞ മാതിരി ഇതിന് മാത്രമേ ഉള്ളൂ. യു ഹാവ് നോട്ടഡ് ദാറ്റ്. അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ. ഇതിനകത്ത് രണ്ടിടത്താണ് മാൻഡേറ്ററി എന്ന് അവർ എഴുതിയിരിക്കുന്നത്. ഒന്ന് 6ഉം ഒന്ന് 9ഉം ആണ്. 9ഉം. അപ്പം വേറെ എവിടെയും മാൻഡേറ്ററി കണ്ടില്ല. ഞാൻ അതാ കണ്ടില്ല. 9ഉം മാത്രമാണ് മാൻഡേറ്ററി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം 6 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ട് നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ് പോളിസി, നമ്മൾ എല്ലാവർക്കും എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. അതുപോലെ ഇത്തിരി കൂടെ ഒന്ന് സൂം ചെയ്യോ, ഇച്ചിരി ഒന്ന് വലുതാക്കാമോ അവനെ? റെഡ് കളർ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട്. അതെ. റിയാസ് 6 മാൻഡേറ്ററി എന്ന് പറയുമ്പോൾ 6-ലെ 6 to 6.5 വരെ മാൻഡേറ്ററി ആണ്. ഓരോന്നും മാൻഡേറ്ററി ആണ്. എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇതെങ്ങനെ പറഞ്ഞേ സാർ? ഇത് കണ്ടോ 6.4 the facility have adequate space away from breastfeeding mothers and supplies for giving demonstration of how to prepare formula and other feeding options to those mothers who സാറേ ഇത് വിഷ്ണു ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ നഴ്സറിയില് ബേബീസിന് പ്രീ ടൈം ബേബീസിനൊക്കെ നമ്മള് ഫോർമുല ഫീഡ് കൊടുക്കുകയാണെങ്കിൽ അവരെ നമ്മൾ പഠിപ്പിക്കുമല്ലോ. അതിന് അല്ല അതെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സ്ഥലത്തല്ല ഇത് ചെയ്യുന്നത്. ഇത് നഴ്സറിക്കകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്പെഷ്യൽ കെയർ യൂണിറ്റിനകത്തോ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരിക്കണം. അതായത് ബ്രസ്റ്റ് മിൽക്ക് ഇത് ഫോർമുല 7 മാൻഡേറ്ററി എന്നാണ് കൊടുത്തേക്കുന്നത്. 7 മാൻഡേറ്ററി അല്ല സാർ. 6 മാൻഡേറ്ററി എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അയച്ചേക്കുന്നതിനകത്ത് മാൻഡേറ്ററി എന്നാണ് കൊടുത്തേക്കുന്നത്. 7 ഇതിനകത്ത് മാൻഡേറ്ററി കിടക്കുന്നു. 7 അല്ല സാറേ, ഫൈനൽ നമ്മൾ 15-ാം തീയതി 15/9 അപ്ലോഡ് ചെയ്തിരിക്കുന്ന ചെക്ക് ലിസ്റ്റില് 2 പോയിന്റ്സ് ആണ് മാൻഡേറ്ററി കൊടുത്തിരിക്കുന്നത്. ഒന്ന് 6ഉം ഒന്ന് 9ഉം സാർ. അതാണ് റിയാസ് ഈ കൺഫ്യൂഷനൊക്കെ റിയാസ് ഒന്ന് ക്ലിയർ ചെയ്യുക. എന്നിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് എല്ലാവർക്കും ഒന്ന് കൊടുത്തു എത്തിക്കുക. അല്ല സാറേ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ വെബ്സൈറ്റിൽ കിടക്കുന്നത്. എനിക്ക് ഒന്ന് ബാലയെ അത് കണ്ടിട്ടുണ്ട്. 15/9 അപ്ലോഡ് ചെയ്തിരിക്കുന്നു. അതിനകത്ത് 2 ഏരിയാസ് ഓഫ് കൺസേൺ അല്ലെങ്കിൽ 2 സ്റ്റാൻഡേർഡ്സ് ആണ് ഒരു മാൻഡേറ്ററി സ്റ്റാൻഡേർഡ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത്, 6ഉം 9ഉം. ഈ ബ്രസ്റ്റ് മിൽക്ക് അല്ല, ഫോർമുല മിൽക്ക് കൊടുക്കുന്നത് അമ്മമാരെ പഠിപ്പിക്കാൻ ഒരു സൗകര്യം ആശുപത്രിയിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ബ്രസ്റ്റ് ഫീഡിങ് ഏരിയയിൽ ആയിരിക്കരുത്. അതിന്റെ ഉദ്ദേശം അത് നമുക്ക് കൺസീൽഡ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അതായത് അങ്ങനെയുള്ള നീഡ് വേണ്ട ബേബീസ് മാത്രമുള്ള ഒരു സ്ഥലത്തായിരിക്കണം. അത് നമ്മളെല്ലാരും ചെയ്യുന്നതുമാണ്. SNCUവില് വിഷ്ണു അങ്ങനെ ഒരു സ്ഥലമില്ലേ? നമ്മൾ അമ്മമാരെ അവിടെ
അതെ അതെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അപ്പൊ ജോസ് സാർ പറയുന്നത് മെഡിക്കൽ കോളേജിലാണ് ഇല്ലാന്ന് പറഞ്ഞു. അല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ OBN-ലാണെങ്കിലും നമ്മൾ അവരെ പഠിപ്പിക്കുന്നത് അല്ല ഇത് അത് ഈ പറഞ്ഞ സിറ്റുവേഷൻ ആണെങ്കിൽ SNC-യിൽ ഉണ്ടാവും. അത് മതി. അത്രേ ഉള്ളൂ. ബിക്കോസ് നമ്മളിപ്പോ ഉദ്ദേശം വി ആർ നോട്ട് സെൻഡിങ് ഹോം പീപ്പിൾ ഓൺ ഫോർമുല ഫീഡ്സ് വെരി റെയർലി ആണ്. അപ്പൊ അതിന്റെ ആവശ്യം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് ടേം ബേബീസിന്. സോ സിക്ക് ബേബീസ് ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞില്ലേ ഈ ഫോർമുല ഫീഡിംഗ് ഡെമോൺസ്ട്രേഷൻ റൂം വേണമെന്നുള്ളത് നമുക്ക് സംബന്ധിച്ച് വെച്ചാൽ ഈ ന്യൂബോൺ നഴ്സറി എന്ന് പറയുന്നത് നമുക്ക് 3 സ്ഥലങ്ങളായിട്ടുണ്ട്. ഒന്ന് ഔട്ട്ബോൺ നഴ്സറി, ഒന്ന് ഇൻബോൺ നഴ്സറി, SNCU. ഈ സംഭവം ഞാൻ പറയുന്ന കാര്യം SNCU സ്പെഷ്യൽ കെയർ ന്യൂബോൺ നഴ്സറിക്ക് ഈ ടെക്നിക്കൽ ഇഷ്യൂ വരുന്നത് ഈ പറയുന്ന OBN ഔട്ട്ബോൺ നഴ്സറികളിൽ ഈ ഫെസിലിറ്റി നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു സ്പേസ് ഐഡന്റിഫൈ ചെയ്യാൻ അല്ല സാറേ, നമ്മളിപ്പം ബേബിയെ മിക്കവാറും നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതേ എപ്പോഴും ഇപ്പൊ ക്രിട്ടിക്കൽ ICU നമ്മൾ നേരിട്ട് ഡിസ്ചാർജ് ചെയ്യത്തില്ലല്ലോ. അപ്പൊ അവിടെ വെച്ച് നമ്മൾ ആരെയും ഇതുപോലെ ഫോർമുല പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കത്തുമില്ല. അങ്ങനെയുള്ള ബേബീസിന് മിക്കവാറും നമ്മുടെ സ്റ്റാഫ് തന്നെ ആയിരിക്കുമല്ലോ കൊടുക്കുന്നത്. ഇവർ പോകുന്നതിന് മുൻപ് ഇവരെ ഇത് പഠിപ്പിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരിക്കണം. ആ സംവിധാനം നോർമൽ ന്യൂബോൺസിന്റെ ഇടയിലാകരുത്. ഇതാണ് ഇതിൽ നിന്ന് ആ ചെക്ക് ലിസ്റ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതില് രാജ്മോഹൻ സാർ പറഞ്ഞ മാതിരി നമ്മള് WHO-ന്റെയും മുന്നത്തെയും ഡോക്യുമെന്റ്സ് നോക്കുകയാണെങ്കിൽ അതിൽ അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ ഇല്ല സർ. അവർ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാം മാൻഡേറ്ററി നോൺ മാൻഡേറ്ററി എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ചെക്ക് ലിസ്റ്റിൽ പക്ഷെ അങ്ങനെ ഈ 2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ഉണ്ടാക്കിയ ചെക്ക് ലിസ്റ്റിന്റെ ആണ് വിഷ്ണു. റിയാസ് ലിസ്റ്റായിട്ട് തീരെ പരിചയമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഇടക്കിടക്ക് പറയാണ്ട് ഓർഡറിൽ പറഞ്ഞ നന്നായിരുന്നു. കുറെ ഓഡിയൻസ് തീരെ ഇതിനെപ്പറ്റി അവയർനെസ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. അല്ല സാറേ, ഈ പറയുന്ന ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോകുന്നത് നല്ലതാ. കാര്യം എന്ന് വെച്ചാലേ ഈ ഓർഡറിൽ 130 എണ്ണം പറഞ്ഞാൽ അതിനേക്കാളും ബോറായിരിക്കും ശരിക്കും. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് തന്നെ പറഞ്ഞു പോവാം. മിക്കവാറും ഇത് കഴിയുമ്പോൾ എനിക്കൊന്ന് എല്ലാം കവർ ചെയ്യുമായിരിക്കും എന്ന് തോന്നുന്നു സാർ. എല്ലാരും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരു ഇതെല്ലാം. പോസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം പൊന്നാനിയിലെ ഡോക്ടർ വഹീദ് എന്നെ വിളിച്ച് ചോദിച്ചു, നമ്മള് 2 ഭാഷ എന്ന് പറഞ്ഞത് ഇവിടെയൊക്കെ മലപ്പുറം ജില്ലയൊക്കെ ആകുമ്പോൾ മലയാളവും ഇംഗ്ലീഷും പോരെന്ന് ചോദിച്ചു. അത് മതി. പിന്നെ അത് കൂടാതെ ഈ IMS ആക്ടിന്റെ അതിന്റെ ഒരു ഇത് ഡിസ്പ്ലേ ചെയ്യണമെന്നും വാർണിങ്ങോ അല്ലെ അത് നമ്മൾ അതിനൊരു ഫോം ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. അതിപ്പോ ഓരോരുത്തര് ഓരോ സ്ഥലത്തു നിന്ന് എടുത്തിട്ട് അത് മലയാളത്തിലും ഇംഗ്ലീഷിലും വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? IMS ആക്ട് എഴുതി വെക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. സാറേ, ഞാൻ ആ ചെക്ക് ലിസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. അപ്പൊ അതില് നമ്മുടെ ഈ രജിസ്റ്റേഴ്സ്, അതായത് നമുക്ക് ഡോക്യുമെന്ററി എവിഡൻസ് വേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് റെഡില് കാണിക്കുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കി പോവാൻ തോന്നുന്നു. വിസിബിൾ ആണോ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാമല്ലോ അല്ലേ? അപ്പം ഇതിനകത്ത് നമ്മളിപ്പം ഒന്ന് നമുക്കൊരു റിട്ടേൺ ബ്രസ്റ്റ് ഫീഡിങ് ഇൻഫന്റ് പോളിസി ഉണ്ടായിരിക്കണം. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ആ 10 സ്റ്റെപ്സിനെ തന്നെ അതിനകത്ത് നമുക്ക് അതിനെ തന്നെ ഇതായിട്ട് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയല്ലേ ഇന്ദുമതി മാഡം, രാജ്മോഹൻ സാർ, അങ്ങനെയല്ലേ? അല്ല 10 സ്റ്റെപ്സ് സെപ്പറേറ്റ് ആണ്. ഇൻഫന്റ് ഫീഡിംഗ് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പോളിസിയാണ്. ബേസ്ഡ് ഓൺ ദാറ്റ് can be coming in a smaller size, but 10 steps is separate. അതിനെ ബേസ് ചെയ്ത് ഒരു പോളിസി ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ട് അത് പ്രിന്റ് ചെയ്തിട്ട് അത് സർക്കുലേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിലേ മാഡം, അങ്ങനെയാണെങ്കിൽ ഞാനൊരു സജഷൻ പറയട്ടെ. നമ്മൾ തന്നെ ഒരു ഫോർമാറ്റ് അങ്ങ് എഴുതി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അതിന് ആശുപത്രിയുടെ പേര് മാത്രം. ഇൻഫന്റ് ഫീഡിംഗ് പോളിസി will say like this hospital adheres to this policy, we are adhering to the 10 steps, we are adhering to the WHO resolutions, and then whatever you are doing like training staff, അങ്ങനെ ഒരു നമ്മൾ തന്നെ എഴുതുന്നതാണ് പോളിസി. 10 steps WHO has already written. ഒരു മോഡൽ ബ്രസ്റ്റ് ഫീഡിംഗ് പോളിസി ഉണ്ടാക്കിയാൽ എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് 1-2 ദിവസത്തിനകം ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ മാഡം. IMS ആക്ടും അതുപോലെ തന്നെ IMS ആക്ടും എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുള്ളതും ഒരു ഇതുണ്ടാക്കണം. റിയാസ് ഒന്ന് ഡോക്യുമെന്റ്സ് പറഞ്ഞാലേ അതൊക്കെ എന്തൊക്കെ വേണം നമുക്കൊന്ന്. തുടങ്ങിക്കോട്ടെ അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഈ ചെക്ക് പോയിന്റ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് ശരിക്കും നമ്മുടെ ഇവർ പറയുന്ന അനുസരിച്ച് 6 ഏരിയാസ് ഓഫ് കൺസേൺ. അപ്പൊ 6 ഏരിയാസ് ഓഫ് കൺസേണിനകത്ത് നമുക്ക്
മാനേജ്മെന്റിന്റെ കമ്മിറ്റ്മെന്റ്, സ്റ്റാഫിന്റെ അവയർനെസ്, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഒരു അവയർനെസ്, നമ്മുടെ പ്രാക്ടീസസ്, അങ്ങനെയൊക്കെയുള്ള ഒരു 6 ഏരിയാസ് ഓഫ് കൺസേൺ. അതിനെ 11 സ്റ്റാൻഡേർഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താണ് ഇവർ ഈ 130 പോയിന്റ് ഉള്ള ചെക്ക് പോയിന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം മിക്കവാറും നമുക്ക് ഈ ഒരു 11 കാര്യങ്ങളാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് പോളിസിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ബ്രസ്റ്റ് ഫീഡിങ് പോളിസിയിൽ ഞാൻ ഈ എംഫസൈസ് ചെയ്യാൻ പോകുന്നത് ഈ ഡോക്യുമെന്ററി എവിഡൻസ് വേണ്ട കാര്യങ്ങൾ. അപ്പൊ ഈ ചെക്ക് ലിസ്റ്റ് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാം, ആദ്യത്തെ കോളം അത് സീരിയൽ നമ്പർ ആണ്. അപ്പൊ അത് ചെക്ക് പോയിന്റ് നമ്പർ ആണ്. അങ്ങനെ ഒരു 130 വരെയുള്ള സീരിയൽ നമ്പേഴ്സ് കാണാം. പിന്നെ അത് കഴിഞ്ഞ് ഈ 111 എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ 1 എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ ആദ്യത്തെ സ്റ്റാൻഡേർഡിന്റെ ഒരു ഫസ്റ്റ് കമ്പണന്റ് ആണ് 11. അതിനെ തന്നെ 2 സബ് കമ്പണന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്താണ് ഈ 1ഉം 2ഉം കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പിന്നീട് അവര് ഈ അടുത്ത കോളം എന്ന് പറയുന്നത് ഈ മാർക്ക് സ്കോറിങ്ങിനുള്ള കോളമാണ്. അത് എക്സൽ ഷീറ്റില് ശരിക്കും നമ്മൾ ഇതിനകത്ത് 0 അല്ലെങ്കിൽ 1, 2 എന്ന് അടിക്കുമ്പോൾ ഇതിനകത്ത് തന്നെ സ്കോർ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോമ്പോസിറ്റ് സ്കോറൊക്കെ അവരുടെ തന്നെ ഈ എക്സൽ ഷീറ്റിൽ 2 ഷീറ്റായിട്ട് അവർ തന്നിരിക്കുന്നത് വരും. അപ്പം ഈ 0, 1, 2 എങ്ങനെ ഡിസൈഡ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത കോളത്തിൽ പറയുന്നത്. RR ആൻഡ് SI. RR എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് റിവ്യൂ. അപ്പൊ ഏതെങ്കിലും റിപ്പോർട്ട് നോക്കും അവര്, ഡോക്യുമെന്റ് നോക്കും, അതാണ് ഈ RR എന്ന് പറയുന്നത്. SI എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ഇന്റർവ്യൂ, അതായത് ഏതെങ്കിലും സ്റ്റാഫിനെ അവർ ഇന്റർവ്യൂ ചെയ്യും. പിന്നെ OB എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. OB എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ. അതാണ് നമ്മൾ ഇതൊക്കെ അവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ് ഒബ്സർവേഷൻ. പിന്നെ ഒരു സാധനങ്ങളുണ്ട് PI എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഇന്റർവ്യൂ. അപ്പൊ ഈ 4 രീതിയിലായിരിക്കും അസസ്മെന്റ് നടക്കുന്നത്: റിപ്പോർട്ട് റിവ്യൂ, സ്റ്റാഫ് ഇന്റർവ്യൂ, പേഷ്യന്റ് ഇന്റർവ്യൂ, ഒബ്സർവേഷൻ. അപ്പം ഇതില് ഡോക്യുമെന്റ്സിന്റെ ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പൊ ഡോക്യുമെന്റ്സിൽ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു റിട്ടേൺ ബ്രസ്റ്റ് ഫീഡിങ് പോളിസി ഉണ്ടായിരിക്കണം. അത് നമ്മൾ ആദ്യം മുതൽ തന്നെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അത് ഇതേ കാര്യം ഈ റിട്ടേൺ ബ്രസ്റ്റ് ഫീഡിങ് പോളിസി പല സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പിന്നീടുള്ള ചെക്ക് പോയിന്റ്സിൽ പലയിടത്തായിട്ട് പറയുന്നത്. അപ്പം നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൈലബിലിറ്റി എവിടെ ആയിരിക്കണം? അതായത് അവൈലബിലിറ്റി ഓഫ് എ പ്രിന്റഡ് കോപ്പി ഓഫ് ദി ഇൻഫന്റ് ഫീഡിംഗ് പോളിസി, ചെക്ക് മിനിമം 3 സ്റ്റാഫ്. അതായത് ഇങ്ങനെ ഒരു സാധനം ആശുപത്രിയിൽ ഉണ്ട് എന്ന് ഇത് അഡ്മിനിസ്ട്രേഷനിലും ഉള്ള ആരെങ്കിലും, അതുപോലെ ഡോക്ടേഴ്സിന്റെ ഇടയിൽ നിന്ന്, സ്റ്റാഫ് നഴ്സിന്റെ ഇടയിൽ നിന്ന് ഓരോരുത്തരെ ഇന്റർവ്യൂ ചെയ്താൽ അവർക്ക് ഈ വിവരമുണ്ട്, ഈ അറിവുണ്ടായിരിക്കണം. അതായത് ഇങ്ങനെ ഒരു പോളിസി ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളത്. അപ്പം ആ അറിവ് ഇപ്പൊ 3 പേരെ ഇന്റർവ്യൂ ചെയ്ത് 3 പേരും യെസ് പറയുകയാണെങ്കിലാണ് സ്കോർ 2 വരുന്നത്. ഇതിനകത്ത് 2 പേര് യെസ് പറയുകയാണെങ്കിൽ സ്കോർ 1 ആയിരിക്കും. ഒരാളെ പറയുന്നുള്ളെങ്കിൽ സ്കോർ 0 ആയിരിക്കും. അപ്പൊ ഈ സ്കോറിങ് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു 50% താഴെ നമ്മൾ കംപ്ലൈ ചെയ്തിട്ടുള്ളെങ്കിൽ സ്കോർ 0 ആയിരിക്കും. 50% മേളിൽ നമ്മൾ കംപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷെ 100% ഇല്ലെങ്കിൽ സ്കോർ 1 ആയിരിക്കും. 100% കംപ്ലയൻസ് ഉണ്ടെങ്കിൽ 2 ആയിരിക്കും. അങ്ങനെയാണ് ഓരോ ചെക്ക് പോയിന്റും അവർ സ്കോർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് രണ്ടാമതായിട്ട് വരുന്നത് ഇൻഫന്റ് ഫീഡിംഗ് പോളിസി അഡ്രസ്സസ് ഓൾ 10 സ്റ്റെപ്സ്. അതിപ്പോ നമ്മൾ ഈ 10 സ്റ്റെപ്സ് വെച്ച് തന്നെയാണ് എഴുതുന്നത് കൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ നോക്കുന്നു. ബ്രസ്റ്റ് ഫീഡിംഗ് പോളിസി നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ ചെക്ക് പോയിന്റ് ഓൾറെഡി ക്ലിയർഡ് ആണ്, അതിനകത്ത് ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ ഇത് എവിടെയൊക്കെ വേണം? പ്രിന്റഡ് കോപ്പി ഓഫ് ബ്രസ്റ്റ് ഫീഡിംഗ് ഇൻഫന്റ് ഫീഡിംഗ് പോളിസി should be available with the process owner so that all staff who take care of mother and babies can refer to it. അപ്പൊ അവിടെയും നമ്മൾ നോക്കേണ്ടത്, each patient care area should have at least 1 copy in bilinguals and the staff is aware of the availability of the printed copy. അതിപ്പോ നമ്മളിപ്പം അവൈലബിൾ ആയിരിക്കണമെന്ന് അവിടെ പറയുന്നത്. അതായത് നമ്മളൊരു പ്രിന്റ് ഔട്ട് നമ്മുടെ മേശയ്ക്കകത്ത് ഉണ്ടായിരുന്നാലും മതി അതനുസരിച്ച്. അതേപോലെ തന്നെ അതേ കാര്യം വീണ്ടും പറയുന്നുണ്ട്. Pamphlets and അത് നമുക്ക് summary of the breastfeeding infant feeding policy including issues related to 10 steps posted or displayed. അവിടെ അവര് എടുത്തെടുത്ത് പറയുന്നുണ്ട് എവിടെയൊക്കെ വേണം. ലേബർ റൂമിൽ വേണം, ഹൈ ഡിപെൻഡൻസി യൂണിറ്റ്സ്, NICU, SNCU അവിടങ്ങളിലൊക്കെ വേണം. അപ്പൊ അത് ഒബ്സർവ് ചെയ്യും. അത് ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും അതിന് സ്കോർ ചെയ്യും. അവിടെ ഇതുപോലെ നമ്മളിപ്പോ 1, 2, 3, 4 ഏരിയ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് 3 സ്ഥലത്തുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അതേസമയം ഈ 4-ൽ ഒരിടത്തെ ഉള്ളെങ്കിൽ നമ്മുടെ മാർക്ക് 0 ആയിരിക്കും. 4 ഉണ്ടെങ്കിൽ മാർക്ക് 2 ആയിരിക്കും. അങ്ങനെയാണ് അത് അവർ നോക്കാൻ പോകുന്നത്.
പിന്നെ ഇപ്പൊ ഒരു ഡോക്യുമെന്റ് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഇൻഫന്റ് ഫീഡിംഗ് പോളിസിയാണ്. രണ്ടാമത്തെ ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഈ ഇന്റർനാഷണൽ കോഡ് ഓഫ് മാർക്കറ്റിംഗ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് സബ്സിക്വന്റ് WHO റെസൊല്യൂഷൻസ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് നമ്മൾ ഒന്ന് അവൈലബിൾ ആക്കണമായിരിക്കും. അത് എല്ലായിടത്തും ഉണ്ടോ എന്നുള്ളത് സംശയമുണ്ട്. അപ്പൊ അത് നമ്മൾ അവൈലബിൾ ആക്കണം. അതിന്റെ ഒരു ഡിസ്പ്ലേ എവിടെയൊക്കെ വേണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ. ഇതേ സ്ഥലങ്ങൾ തന്നെ ലേബർ റൂം, ഹൈ ഡിപെൻഡൻസി യൂണിറ്റ്സ് ലൈക്ക് NICU, SNCU. ഇതേ കാര്യമാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇത് നമ്മുടെ IMS ആക്ടിന്റെ അല്ലെ ഇന്റർനാഷണൽ കോഡ് ഓഫ് മാർക്കറ്റിംഗ് ബ്രസ്റ്റ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ ഡിസ്പ്ലേ OPD-യിലും ആന്റിനേറ്റൽ പോസ്റ്റ്നേറ്റൽ വാർഡുകളിലും ഉണ്ടായിരിക്കണം. പിന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് പോളിസിയും ആന്റിനേറ്റൽ വാർഡിലും പീഡിയാട്രിക് OPയിലും ഇമ്മ്യൂണൈസേഷൻ ക്ലിനിക്കിലും ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് എല്ലായിടത്തും അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ ഈ ചെക്ക് പോയിന്റ്സിന് എല്ലാം 2 മാർക്ക് വെച്ചും കിട്ടും. അതിനകത്ത് വേറെ യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഒരു സാധനം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നു, പ്രിന്റ് ഔട്ട് എടുക്കുന്നു, ഇത്രയും സ്ഥലങ്ങൾ അവൈലബിൾ. അപ്പൊ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ് ഇത് എവിടെയൊക്കെ അവൈലബിൾ ആയിരിക്കണം. ഇപ്പൊ പീഡിയാട്രിക് OPD, ഇമ്മ്യൂണൈസേഷൻ ക്ലിനിക്ക്, ലേബർ റൂം, ആന്റിനേറ്റൽ വാർഡ്, പോസ്റ്റ്നേറ്റൽ വാർഡ്, NICU, SNCU, ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതൊരു ഒന്ന് ടിക്ക് ചെയ്ത് പോകാനായിട്ട് ഏതെങ്കിലും ഒരു നമ്മുടെ കോർഡിനേറ്റ് ചെയ്യുന്ന നഴ്സിംഗ് സ്റ്റാഫിനോട് പറയുകയാണെങ്കിൽ അവർ വളരെ കൃത്യമായിട്ട് ഇതെല്ലാം ചെയ്യും. അപ്പൊ അത് അത്രയും കഴിഞ്ഞു. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പോളിസി ഷുഡ് ബി ഇൻ ബൈലിംഗ്വൽ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ മലയാളവും ഇംഗ്ലീഷും ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ 2 ഭാഷയിലുള്ള സാധനം ഉണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ വരുന്നത് the institution verifies the adherence to the policy by calculating exclusive breastfeeding indicator. അതായത് നമ്മൾ എത്ര പേർക്ക് ബ്രസ്റ്റ് ഫീഡിങ് കൊടുത്തു, എക്സ്ക്ലൂസീവ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡിങ് 6 മാസം കിട്ടി എന്നുള്ളതിന്റെ ഒരു കണക്ക് ആശുപത്രിയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ അംജിദിനോട് ചോദിച്ചു. അപ്പൊ അംജിദ്, ഞാൻ പറഞ്ഞു 2 പ്രശ്നങ്ങൾ ഇതിൽ വരും. ഒന്ന്, 6 മാസം കഴിഞ്ഞിട്ട് ഇവരോട് ഇത് ചോദിക്കാൻ ഇവരെ എല്ലാവരെയും നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അവർ പറഞ്ഞത് 9 മാസത്തിലെ ഇമ്മ്യൂണൈസേഷൻ ആണ് ശരിക്കും ഇത് ചോദിക്കുന്നത്. അപ്പൊ 9 മാസത്തെ ഇമ്മ്യൂണൈസേഷൻ എല്ലാവരും ഒന്നും നമ്മുടെ അടുത്ത് വരത്തില്ല. വളരെ കുറച്ച് പേര് ചിലപ്പോൾ വരത്തുള്ളൂ. അവർ വേറെ എവിടെയെങ്കിലും ആയിരിക്കും പോയിരിക്കുന്നത്. 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ, സോറി. സോറി ഫോർ ദാറ്റ്. അപ്പം അംജിത് പറഞ്ഞത് നമുക്കൊരു രജിസ്റ്റർ ഉണ്ടായിരിക്കണം. ആ രജിസ്റ്ററിൽ ഇതുപോലെ നമ്മൾ ഹോസ്പിറ്റല് വരുന്ന 9th മന്തിൽ ഇമ്മ്യൂണൈസേഷന് വരുന്നവരോട്, കാരണം ഇമ്മ്യൂണൈസേഷൻ ക്ലിനിക്കിലാണ് അങ്ങനെ രജിസ്റ്റർ വെക്കാൻ സൗകര്യമുള്ളത്, നമ്മൾ ചോദിക്കണം അവർ 6 months എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് കൊടുത്തോ ഇല്ലയോ. അതിന്റെ ആൻസർ മാത്രം അതിനകത്ത് ഉണ്ടായിരുന്നാൽ മതി. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് അവിടെ എത്ര പേര് വന്നു എന്നുള്ളതാണ് ഡിനോമിനേറ്റർ. അപ്പൊ അതിനകത്ത് വേറെ ഒരു ഇഷ്യൂ വരുന്നില്ല. പിന്നെ ഇത് എത്ര നാളത്തേക്ക് വേണം എന്നുള്ളത്, ഇൻസ്റ്റിറ്റ്യൂഷൻ വെരിഫൈസ് ദി അഡ്ഹറൻസ് ടു ദി പോളിസി ബൈ കാൽക്കുലേറ്റിംഗ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ഇൻഡിക്കേറ്റർ. 3 മാസത്തേക്ക് വേണമെന്നാണ്. അപ്പൊ അത് നമ്മുടെ ഇപ്പൊ പ്രോഗ്രാം നമുക്ക് തുടങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പൊ അതനുസരിച്ച് ഐ തിങ്ക് വി ക്യാൻ ഡിസൈഡ് ഓൺ ദാറ്റ്. അപ്പൊ 3 മാസത്തേക്ക് വേണം എന്നുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മള് ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് ഇപ്പോൾ തന്നെ 2 മാസം ആയതേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ആരുടെയും 2-3 മാസത്തെ കാണത്തില്ല. അത് കാലക്രമേണ അതാവും. അതനുസരിച്ച് ദി അസസേഴ്സ് ക്യാൻ ആക്ട്. പിന്നെ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വെരിഫൈസ് ദി അഡ്ഹറൻസ് ടു ദി പോളിസി ബൈ കാൽക്കുലേറ്റിംഗ് ഏർലി ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിംഗ് ഇൻഡിക്കേറ്റർ. അപ്പൊ ഈ 2 കാര്യങ്ങൾ, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങും അതുപോലെ തന്നെ ഏർലി ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്ങിനും there should be available records. അപ്പൊ ഇതിന് രണ്ടിനും ഒരു രജിസ്റ്റർ നമ്മൾ കീപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മുടെ ബ്രസ്റ്റ് ഫീഡിംഗ് പോളിസി കഴിഞ്ഞാൽ IMS ആക്ടിന്റെ ഒരു കോപ്പി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേണ്ട സാധനം ഇതാണ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ അനലൈസസ് ആൻഡ് ടേക്ക് എ കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആക്ഷൻ ബേസ്ഡ് ഓൺ ദി ഇൻഡിക്കേറ്റേഴ്സ്. അതായത് there should be some minutes, ഒരു ഡോക്യുമെന്റഡ് എവിഡൻസ് വേണം. നമ്മൾ ഇതിങ്ങനെ കഴിഞ്ഞ മാസം ഒരു മീറ്റിംഗ് കൂടി നമ്മളിങ്ങനെ കണ്ടു, അപ്പൊ ഇതിന് ഇന്ന ആക്ഷൻസ് എടുക്കാൻ തീരുമാനിച്ചു എന്നൊരു മിനിറ്റ്സ് നമുക്ക് വേണം. അപ്പൊ ഈ മിനിറ്റ്സ് വേറെ സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അപ്പൊ ഒരു മിനിറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ ഈ 2 റേറ്റിനെ കുറിച്ച് കൂടി എഴുതിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് കംപ്ലീറ്റ്. പിന്നെ there should be a functional breastfeeding പ്രൊമോഷൻ കമ്മിറ്റി അവൈലബിൾ ഇൻ ദി ഹോസ്പിറ്റൽ. അപ്പൊ അതും റിപ്പോർട്ട് റിവ്യൂ വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പൊ അതിനൊരു ഓർഡർ ഓഫ് ഫോർമേഷൻ, മിനിറ്റ്സ് ഓഫ് റെഗുലർ മീറ്റിംഗ് ഉണ്ടായിരിക്കണം. അപ്പൊ അത് ഡോക്യുമെന്ററി എവിഡൻസിൽ വേണ്ട അടുത്ത സാധനമാണ്. അപ്പം നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. ബ്രസ്റ്റ് ഫീഡിംഗ് പോളിസി, ഇത് ഇന്റർനാഷണൽ കോഡ് ഓഫ് ഇൻഫന്റ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ IMS ആക്ടിന്റെ കോപ്പി, അതിന്റെ കൂടെ അടുത്ത് വേണ്ട 2 ഇൻഡിക്കേറ്റേഴ്സ്, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങും അതുപോലെ തന്നെ ഏർലി ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്. ആ ഇൻഡിക്കേറ്ററുകൾ അനലൈസ് ചെയ്തു അല്ലെങ്കിൽ റിവ്യൂ ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു ബ്രസ്റ്റ് ഫീഡിംഗ് കമ്മിറ്റിയുടെ പീരിയോഡിക് മീറ്റിംഗ്. ഇത്രയും സാധനങ്ങൾ വേണം.
പിന്നെ ബാക്കി ഞാൻ പറയാത്തത് പറഞ്ഞോ ബാല പറഞ്ഞു. ഈ മറ്റേ ഇതിനു മുമ്പ് പറഞ്ഞത് 9 months നമ്മൾ ഡേറ്റ എടുക്കുവാണെങ്കിൽ ഇനിയും കുറെ ഡിലേ വരത്തില്ലേ? ഇനിയും കുറെ ഡിലേ അല്ല നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് ഇപ്പൊ മുതൽ 9 months ഉള്ളവരല്ല. നമ്മുടെ അവിടെ മീസിൽസ് MR വാക്സിൻ എടുക്കാൻ വരുന്ന കുട്ടികളോട് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നു, അതിന്റെ ഉത്തരം അവിടെ എഴുതി വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ഒരു ദിവസം നമുക്ക് 10 പേര് വന്നു, 10 പേര് വന്നതിൽ ഇപ്പൊ 8 പേര് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് കൊടുത്തു, അല്ലെങ്കിൽ 6 പേര് ബ്രസ്റ്റ് ഫീഡിങ് കൊടുത്തു. അങ്ങനെ ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ അവർ പറയുന്നു. അപ്പൊ മറ്റേ ഏർലി ഇനിഷ്യേഷന്റെ അതേ പിള്ളേർ തന്നെ ആവണമെന്നില്ല? ഇല്ല, അങ്ങനെ ആവാൻ പറ്റത്തില്ലല്ലോ. അത് ഞാൻ പറഞ്ഞു, അതൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റിയാണ്. അപ്പൊ ഈ ഇങ്ങനെയൊക്കെ കാണുന്ന നമ്മുടെ ഡിഫിക്കൽറ്റീസ് എനിക്ക് തോന്നുന്നു പിന്നീട് ഒരു സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയിൽ ഈ ചെക്ക് ലിസ്റ്റിനെ കുറിച്ച് രണ്ടാമതൊരു ആലോചന വരുന്ന സമയത്ത് രാജ്മോഹൻ സാറിനും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ജയരാമൻ സാറിനും ഒക്കെ പുട്ട് ഫോർവേഡ് ചെയ്യാം. പക്ഷെ ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെക്ക് ലിസ്റ്റ് വെച്ച് നമ്മൾ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഇത് കൂടുതലും ഫെസിലിറ്റിയിലുള്ള മറ്റു കാര്യങ്ങളാണ്, ഞാൻ അതെല്ലാം വിട്ടിരിക്കുന്നു. ഏർലി ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്ങിന് സെപ്പറേറ്റ് രജിസ്റ്റർ വേണോ? അതായത് അതിന്റെ ഒരു കണക്ക് സൂക്ഷിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വെരിഫൈസ് ദി അഡ്ഹറൻസ് ടു ദി പോളിസി ബൈ കാൽക്കുലേറ്റിംഗ് ഏർലി ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിംഗ് ഇൻഡിക്കേറ്റർ. അപ്പൊ ദർ ഷുഡ് ബി എ രജിസ്റ്റർ ഫോർ ദാറ്റ്. എങ്കിലല്ലേ നമുക്ക് അവരെ കാണിക്കാൻ പറ്റത്തുള്ളൂ. ലേബർ റൂമിൽ വെക്കണോ? ലേബർ റൂമിലോ ഇത് പോസ്റ്റ്നേറ്റൽ വാർഡിലോ എവിടെ വേണമെങ്കിലും അല്ലെ. ഡേറ്റ ഉണ്ടോ നോക്കണ്ടേ റിയാസ്? അപ്പൊ അതിന്റെ ജസ്റ്റ് അടുത്ത കോളം ഒന്നും കൂടെ കാണിക്കോ, ഈ മൂവ് ചെയ്താൽ മതി. ഇൻസ്റ്റിറ്റ്യൂഷൻ കാൽക്കുലേറ്റ്സ് പെർസെന്റേജ് ഓഫ് ന്യൂ ബോൺ ഹാഡ് ഏർലി ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിംഗ്. Check for data for at least 3 months. They may have to provide data if it is there. Already ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയും ചെയ്യാം. അതെ, there should be data. അതാണ് നമ്മളിപ്പം തയ്യാറാക്കണം, നമ്മൾ തയ്യാറാക്കി വെക്കണം. അതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഫങ്ഷണൽ ബ്രസ്റ്റ് ഫീഡിംഗ് കമ്മിറ്റി നമ്മളവിടെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് നമുക്ക് ഇൻഡക്ഷൻ ട്രെയിനിങ് ഫോർ ഓൾ സ്റ്റാഫ്സ് കെയറിംഗ് ഫോർ പ്രഗ്നന്റ് വുമൺ, മദേഴ്സ് ആൻഡ് ഇൻഫൻസ് ഓറിയന്റഡ് ടു ദി ബ്രസ്റ്റ് ഫീഡിംഗ് ഇൻഫന്റ് പോളിസി ആൻഡ് ഓൾസോ എ റിഫ്രഷർ ട്രെയിനിങ്. അപ്പോൾ ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ്ങും റിഫ്രഷർ ട്രെയിനിങ്ങും ഈ ഏരിയയിൽ നടക്കുന്നു എന്നുള്ളതിന് ട്രെയിനിങ് രജിസ്റ്റേഴ്സ് വേണം. അതാണ് പിന്നീട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട രജിസ്റ്റേഴ്സ്. അപ്പം രജിസ്റ്റേഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞു, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിനും ഏർലി ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്ങിനും രജിസ്റ്റർ വേണം. നമ്മുടെ MBFHI കമ്മിറ്റിയുടെ ഫോർമേഷന്റെ ഒരു ഓർഡർ വേണം, അതിന്റെ റിവ്യൂ മീറ്റിംഗ്സിന്റെ ഓർഡേഴ്സ് വേണം. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് നമുക്ക് ട്രെയിനിങ് രജിസ്റ്റേഴ്സിൽ ഇൻഡക്ഷൻ ട്രെയിനിങ്ങും അതുപോലെ തന്നെ റിഫ്രഷർ ട്രെയിനിങ്ങും വേണം. പിന്നെ ട്രെയിനിങ്ങിന്റെ ഒരു കണ്ടന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതെനിക്ക് തോന്നുന്നു ഇറ്റ് ഇസ് അവൈലബിൾ വിത്ത് us. നമ്മുടെ കയ്യിലുണ്ട് കണ്ടന്റ്, എല്ലാത്തിനെയും കവർ ചെയ്യുന്നതായിരിക്കണം. പിന്നെ മൊത്തം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ മിനിമം ഒരു 20 hours ട്രെയിനിങ് എങ്കിലും കണ്ടക്ട് ചെയ്തു എന്നുള്ളതിന്റെ ഡോക്യുമെന്റ് വേണം. അത് ഓൾറെഡി നമ്മുടെ കയ്യിൽ നമ്മളെല്ലാവരും 20 hours കൂടുതൽ, കാരണം പല സ്റ്റാഫിനായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വലിയൊരു പ്രോബ്ലം വരത്തില്ല. പിന്നെ അപ്പൊ അതിനകത്ത് ഒരു ഇത് പറയുന്നത് ട്രെയിനിങ് ചെയ്തെന്നുള്ളതിനെ നമ്മൾ എന്താ ഡോക്യുമെന്റ്സ് കീപ്പ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആളുടെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു, നമ്മൾ ട്രെയിനിങ് എല്ലാം കൊടുത്തു 20 hours ആയെന്നുള്ള. സാർ നമുക്കൊരു ട്രെയിനിങ് രജിസ്റ്റർ വെച്ചിട്ട് സാറേ എല്ലാവരുടെയും പേരും ഒപ്പും ഒക്കെ ഇട്ട്, എനിക്ക് തോന്നുന്നു മിക്കവാറും സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്ത്. നമ്മുടെ സെറ്റിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തായിരുന്നു. അതായത് എത്ര പേര് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഒപ്പ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, ഒരു മിനിറ്റ്സ് പോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടേ സാറേ. പിന്നെ അതിന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ അതിന് താഴോട്ട് പറയും എന്തൊക്കെയാ അതിനകത്ത് പിന്നീട് നമ്മൾ നോക്കുന്നത് എന്നുള്ളത്. പിന്നെ ദി ഹെൽത്ത് കെയർ ഫെസിലിറ്റി അറേഞ്ച്ഡ് ഫോർ അഡ്വാൻസ്ഡ് ട്രെയിനിങ് ഇൻ ലാക്ടേഷൻ മാനേജ്മെന്റ് ഫോർ സ്പെസിഫിക് സ്റ്റാഫ് മെമ്പേഴ്സ്. അപ്പൊ ആരെങ്കിലും ഒക്കെ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലാക്ടേഷൻ കൗൺസിലിംഗ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവർ വേണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഇങ്ങനെ പല ഏരിയാസിൽ, ഇപ്പൊ OPDയില്, പോസ്റ്റ്നേറ്റൽ വാർഡില്, NICUയില്, അപ്പൊ ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകൾ എങ്കിലും ഇതിൽ ട്രെയിൻഡ് ആയിരിക്കണം. ഈ ലാക്ടേഷൻ കൗൺസിലിംഗ് ആ ട്രെയിനിങ്ങിന്റെ ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കണം. അത് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ട്, കാരണം ഓൾറെഡി നമ്മുടെ എല്ലാ മാനുവൽസ് ഉണ്ട്, അതിനകത്ത് ഇഷ്യൂസ് ഇല്ല. നമ്മൾ കോപ്പി എടുത്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ antenatal records have a provision to document the provision of breastfeeding related service provision during ANC. ഇവിടെയാണ് നമുക്ക് ഗൈനക്കോളജിസ്റ്റുകളുടെ ഒരു സഹായം ആവശ്യമുള്ളത്. കാരണം ആന്റിനേറ്റൽ റെക്കോർഡ്സിൽ ഒരു കൗൺസിലിംഗ് ഫോർ ബ്രസ്റ്റ് ഫീഡിങ് കൊടുത്തു എന്നൊരു സീൽ അടിക്കുകയോ അല്ലെങ്കിൽ അതിനകത്ത് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്കൊരു ഡോക്യുമെന്ററി എവിഡൻസ് കാണിക്കണമെങ്കിൽ അപ്പൊ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ദി അസസർ വിൽ വെരിഫൈ antenatal records or cards where the activity on breastfeeding promotion is mentioned.
ആൻഡ് സ്റ്റാഫ് വിൽ ബി ഇന്റർവ്യൂഡ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് പ്രധാനം ആ ഒരു ഡോക്യുമെന്ററി എവിഡൻസ് നമ്മൾ ഉണ്ടാക്കണം. അപ്പം ആന്റിനേറ്റൽ ക്ലിനിക്കിൽ ഇപ്പൊ വരുമ്പോൾ നമ്മൾ ഇപ്പം ഇത് ബ്ലഡ് പ്രഷർ നോക്കി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കൗൺസിലിംഗ് ഫോർ ഏർലി ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് കൊടുത്തു എന്ന് സൂചിപ്പിക്കുന്ന ഒരു സീൽ ഉണ്ടാക്കിയിട്ട് അടിക്കാവുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ വി ഷുഡ് ബി റൈറ്റിംഗ് ഇൻ എവറി കേസ്. അത് ഗൈനക്കോളജിസ്റ്റുകളുടെ സഹായം ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദേ ആർ ഓൾസോ എ പാർട്ട് ഓഫ് അവർ ടീം. നമ്മൾ അവരോട് പറഞ്ഞാൽ മതിയാകും. ഇത് തന്നെയാണ് ഡോക്യുമെന്റഡ് എവിഡൻസ്. അപ്പൊ അത് നമുക്കൊരു രജിസ്റ്റർ വേണം. അതിനകത്ത് നമ്മൾ ഇങ്ങനെ എല്ലാ ദിവസവും അല്ലെങ്കിൽ വീക്കിലി 2 ദിവസം ആന്റിനേറ്റൽ ക്ലാസ്സസ് ഉണ്ട് എന്നൊക്കെയുള്ള ഒരു കാര്യം. നമ്മൾ എനിക്കൊന്നൊക്കെ മിക്കവാറും സ്ഥലങ്ങളിൽ വി ഹാവ് സ്റ്റാർട്ടഡ് ആന്റിനേറ്റൽ ക്ലാസ്സസ്. പിന്നെ ഇതിന്റെ ഒരു പ്രഗ്നന്റ് വിമൺ ഇസ് ഗിവൺ ആന്റിനേറ്റൽ എഡ്യൂക്കേഷൻ റിട്ടേൺ ഫോം കവേർഡ് കീ ടോപ്പിക്സ്. അപ്പൊ അതാണ് ഈ പാംലെറ്റ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഒരു പാംലെറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അഭിപ്രായം ആരോ പറഞ്ഞത്, നമുക്ക് ഈ ആന്റിനേറ്റൽ കാർഡിലോ അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന കാർഡില് കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ഫോർമുല മിൽക്ക് യൂസ് ചെയ്യാതിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും ഒക്കെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇറ്റ് സെൽഫ് ക്യാൻ ആക്ട് ആസ് എ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ. അത് നമുക്ക് കാണിക്കാനും പറ്റും. അപ്പൊ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കാരണം പാംലെറ്റ്സ് അടിക്കാൻ നോക്കുകയാണെങ്കിൽ അത് റെക്കറിങ് എക്സ്പെൻസ് ആയിരിക്കും. ഇപ്പം ഒരു തവണത്തേക്ക് വേണ്ടിയിട്ട് അടിച്ചിട്ട് ഇതെല്ലാം പറഞ്ഞു പോകും. പേഷ്യന്റ് ഇങ്ങനെ ഓരോ ആഴ്ചയും മാറിക്കൊണ്ടിരിക്കും. പാംലെറ്റിനെക്കാളും നല്ലത് ഇത് നമ്മുടെ ഒരു കേഷീറ്റിന്റെയോ അല്ലെങ്കിൽ ഒ പി ടിക്കറ്റിന്റെയോ ഒരു പാർട്ടാക്കി മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ ഇതെനിക്ക് തോന്നുന്നു നമുക്ക് ആർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യമാണ്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെൻ ഡിസൈഡിങ് ഓൺ ദി യൂസ് ഓഫ് എ സെഡേറ്റീവ് ഓർ അനാൽജസിക് ഓർ ആൻ അനസ്തെറ്റിക് during labor and delivery for a woman intended to breastfeed, the hospital policy on this is briefed to the patient and counseled എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് look for evidence for transacting this to the patient, searching in the case sheet to see whether this is communicated to the patient interview to get an idea. അപ്പം കേസ് ഷീറ്റിൽ അതിന്റെ ഒരു എവിഡൻസ് വേണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു കൗൺസിലിംഗ് നമ്മുടെ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അത് ഗൈനക്കോളജിസ്റ്റുമാരുമായിട്ട് സംസാരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് അനാൽജസിയ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നു, അല്ലേ മാഡം? ഇന്ദുമതി മാഡം ഉണ്ടോ? ഉണ്ട്. എനിക്ക് തോന്നുന്നത് അത് സംടൈംസ് ഇറ്റ് മേ ഇന്റർഫിയർ വിത്ത് ഫീഡിങ്, അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മളിത് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ മദർ ഈസ് റെഡി ടു ബ്രസ്റ്റ് ഫീഡ് അല്ലേ, കുറച്ച് കാര്യങ്ങൾ അവർ കൗൺസിൽ ചെയ്യണം, അതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഇത് വേണമെന്നേ എഴുതിയിരിക്കും. അപ്പൊ അത് നമ്മുടെ കേസ് ഷീറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്യാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പൊ അത് നമ്മളെല്ലാരും ഓർത്ത് ഒന്ന് പറയണം. നമ്മൾ ആന്റിനേറ്റൽ ക്ലാസ്സസിന്റെ കാര്യം മെൻഷൻ ചെയ്യുന്നത് പോലെ ഇതുപോലെ നമ്മുടെ ഒരു ലേബർ അനാൽജസിയുടെ കാര്യവും കൂടി മെൻഷൻ ചെയ്യാനായിട്ട്. പിന്നെ there is an established system in hospital to ensure support to all breastfeeding mothers to further breastfeed once the early initiation of breastfeeding is established. അപ്പൊ അതിനൊരു പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മളത് എഴുതി വെക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇൻഫന്റ് ഫീഡിംഗ് പോളിസി നമ്മൾ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്ന ഏരിയാസ്, അതുപോലെ നമുക്ക് എല്ലാവർക്കും എല്ലാ ഏരിയസിലെ ഒരു റിട്ടേൺ പോളിസി നമ്മുടെ ഫയലിൽ വെക്കണം. ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്, ഇത്രയും കഴിഞ്ഞൊരു സിസ്റ്റേഴ്സ് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ദിസ് വിൽ ഇൻക്ലൂഡ് ദിസ് ഓൾ ദീസ് തിങ്സ്. അപ്പൊ മാഡം മറ്റേ നമ്മൾ പറഞ്ഞ കാര്യത്തിന്റെ കൂടെ ആ ഇൻഫന്റ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ സാധനത്തിന്റെ കൂടെ ഇതും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക്, കാരണം ഇത് ഡിസ്പ്ലേ ചെയ്യാനൊന്നും പറയുന്നില്ല. അല്ല, ദിസ് ഈസ് എ പോളിസി ഫോർ യുവർ ICU, ഫോർ യുവർ ലേബർ റൂം, വാട്ട് യു ആർ ഡൂയിങ് ഇൻ ദ ഫയലിൽ വെക്കാനായിട്ട്. ഫയലിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. പിന്നീടുള്ളത് നമ്മുടെ ഈ 6 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു മാൻഡേറ്ററി സ്റ്റാൻഡേർഡ് ആണ്. 6 ഒരു മാൻഡേറ്ററി സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ അതിനകത്ത് ഇത് വേണം. അതായത് ഓൾ ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് ഓർ സ്റ്റാൻഡേർഡ്സ് റിലേറ്റഡ് ടു ബ്രസ്റ്റ് ഫീഡിംഗ് ആൻഡ് ഇൻഫന്റ് ഫീഡിംഗ് ഇൻ ലൈൻ വിത്ത് BFHI സ്റ്റാൻഡേർഡ്സ് ആൻഡ് എവിഡൻസ് ബേസ്ഡ് ഗൈഡ് ലൈൻസ്. അപ്പൊ വെരിഫൈ ദി ഡോക്യുമെന്റ്സ്. അതും തന്നെ ഞാൻ പറയുന്നത്, സോറി ഫോർ ഇന്ററപ്ഷൻ, ഇത് തന്നെ പറയുന്നത് ഇതിപ്പോ പോളിസി ഉണ്ടെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ ഫയലിൽ എഴുതി വെച്ചിട്ടുണ്ടാവും വി ആർ ഫോളോയിങ് ഓൾ ദ 10 സ്റ്റെപ്സ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ദിസ് ഇസ് ഹൗ ഇനിഷ്യേറ്റ്, വി സസ്റ്റെയിൻ, അങ്ങനെ ഒരു പോളിസി നമ്മളെല്ലാരും എസ്പെഷ്യലി ICU ലേബർ റൂം അങ്ങനത്തെ എഴുതി വെച്ചിട്ട് ഫയലിൽ വെച്ചിരുന്നാൽ മതി. ഓൾ ദിസ് ഇൻക്ലൂഡ്സ് all the protocol standards. ഈ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ, അതായത് ബ്രസ്റ്റ് ഫീഡിംഗ് പോളിസി, IMS ആക്ടിൻ്റെത്, പിന്നെ നമ്മുടെ ഈ
എന്താ പറയാ നമ്മുടെ ഇത് ലേബർ അനാലിസിസ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ മതിയായിരിക്കും അല്ലെ? ഇതെല്ലാം ഒരു പോളിസി ആയിട്ട് എഴുതി വെക്കാം ഫയലിൽ കേട്ടോ. സം ആർ ഡിസ്പ്ലേഡ്, സം ആർ റിട്ടൺ ഇൻ ദ ഫയൽ. പിന്നെ ദി ഹോസ്പിറ്റൽ ഹാവ് എ സിസ്റ്റം. അപ്പോൾ ഈ ഡോക്യുമെന്ററി എവിഡൻസ് വേണ്ട കാര്യങ്ങളിൽ മാൻഡേറ്ററി ആയിട്ടുള്ള 6 എന്ന് പറയുന്നതിനകത്ത് ഡോക്യുമെന്ററി എവിഡൻസ് ചോദിക്കുന്ന ഈ ഒരു ഒറ്റ പോയിന്റേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഒരു നമ്മുടെ ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് ഓർ സ്റ്റാൻഡേർഡ്സ്. അത് പക്ഷേ നമ്മൾ ഓൾറെഡി മറ്റതെല്ലാം ചെയ്യുമ്പോൾ അത് നമ്മൾ മെറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ സാധനങ്ങൾ നമ്മുടെ ഫയലിൽ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ദാറ്റ് ഇസ് ദ ഇനഫ്. പിന്നെ ഉള്ളത് the hospital have a system of follow-up support of mothers after they are discharged, such as early postnatal lactation clinic checkups, home visits, telephone calls. അപ്പൊ അതിന് റെക്കോർഡ് നമ്മൾ എല്ലാവരും ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മിക്കവാറും നമ്മൾ 1.5 വീക്സിനിടയ്ക്ക് അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ന്യൂ ബോൺ സ്ക്രീനിങ്ങിന്റെ റിസൾട്ട് പറയാൻ വിളിക്കുമ്പോൾ ഇത് പറയുമെന്നോ അങ്ങനെയൊക്കെ ഒരു റെക്കോർഡ് വേണമായിരിക്കും. കാരണം ചെക്ക് ഫോർ റെക്കോർഡ്സ് ഓഫ് ഫോളോ അപ്പ് ഓഫ് മദേഴ്സ് ആഫ്റ്റർ ഡിസ്ചാർജ് എന്നാണ് അതിന്റെ ഒരു assessment criteria ആയിട്ട് കൊടുത്തിരിക്കുന്നത്. So there should be a record for that also. They can also interview the postnatal mothers. Interview ചെയ്താലും മതിയല്ലോ റിയാസ്. postnatal mothers അവിടെ ഇരിക്കുവാണെങ്കിൽ അവരവർ ഇന്റർവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഡിസ്ചാർജ് ഇത് കൊടുത്തിട്ടുണ്ടോ, പിന്നെ ഇപ്പൊ നിങ്ങൾ that can also be a thing. You not write down anywhere, but maybe they can interview. അതെ മാഡം. അപ്പൊ അത് ശരിക്കും ആ ഒരു പെർട്ടിക്കുലർ ചെക്ക് പോയിന്റ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ ഇതാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ചെക്ക് ഫോർ റെക്കോർഡ്സ്, ആസ്ക് സ്റ്റാഫ് അബൌട്ട് ഫോളോ അപ്പ് ഓൺ ലാക്ടേഷൻ, ചെക്ക് ഇഫ് അഡ്വൈസ് റിഗാർഡിംഗ് ലാക്ടേഷൻ ആർ ഗിവൺ ഇൻ പോസ്റ്റ്നേറ്റൽ ക്ലിനിക് അഡ്വൈസ്. 3 പോയിന്റ് ഉണ്ട്. അപ്പൊ 3 പോയിന്റ് നമുക്ക് ഫുൾഫിൽ എല്ലാം. ഈ ഡിസ്ചാർജ് സമ്മറിയിലകത്ത് മോസ്റ്റ് ഓഫ് ദി ടൈം വി വിൽ റൈറ്റ് കം ഫോർ റിവ്യൂ, പിന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് ഇത് അതെല്ലാം എഴുതുന്നുണ്ടല്ലോ. അതെ. പിന്നെ ലാസ്റ്റ് പോയിന്റ് ബേസിക്കലി ഒരു മദർ സെൻട്രിക് ആണ്. അപ്പൊ അതിലും നമുക്ക് ഗൈനക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് വേണം. അതായത് സ്റ്റാൻഡേർഡ് 11 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് വിമൺ ആർ ഇൻഫോംഡ് ഡ്യൂറിങ് ആന്റിനേറ്റൽ കെയർ ദാറ്റ് they may have companions of their choice during labor and birth to provide continuous physical and emotional support if they desire. അപ്പോൾ ഒരു ബർത്ത് കമ്പാനിയൻ നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും പറ്റുമോ ഇല്ലയോ എന്നുള്ള അറിഞ്ഞൂടാ. ഉണ്ടെന്നുണ്ടെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊരു മാൻഡേറ്ററി പോയിന്റ് ഒന്നും അല്ല. ഉണ്ടെങ്കിൽ അതിന് നമ്മൾ റെക്കോർഡ് വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മളങ്ങനെ ലക്ഷ്യയുടെ ഒരു കമ്പോണന്റ് അല്ലേ അത്? അതെ സാർ. ലക്ഷ്യം വന്നു കഴിയുമ്പോൾ അതിന്റെ പാർട്ടായിട്ട് മാറും. എല്ലായിടത്തും പ്രാക്ടീസ് ചെയ്യുന്നില്ല, പക്ഷെ അത് ഉണ്ടെങ്കിൽ കൊള്ളാം. Women are advised that it is better for mothers and babies if medications can be avoided or minimized during pregnancy and lactation unless specifically required for a medical indication. അപ്പോൾ അതിനകത്ത് നമ്മളൊരു പേഷ്യന്റ് എഡ്യൂക്കേഷൻ ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ആന്റിനേറ്റൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന പാംലെറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഈ കേസ് ഭാഗമാക്കാമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന എഡ്യൂക്കേഷൻ മെറ്റീരിയലിൽ ഈ ഒരു പോയിന്റും കൂടെ ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. അപ്പം ഇത്രയുമാണ് ശരിക്കും ഒരു ഡോക്യുമെന്ററി എവിഡൻസ് നമ്മളോട് ആവശ്യപ്പെടുന്ന പോയിന്റ്സ്. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞെങ്കിലും ജസ്റ്റ് ഞാൻ വേണേ ഒന്നും കൂടി പറയാം. അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ 10 സ്റ്റെപ്സ് വേണം. ആ 10 സ്റ്റെപ്സ് ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കിയ ഒരു ഹോസ്പിറ്റൽ പോളിസി, അതിപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത ഹോസ്പിറ്റലിന്റെ പേര് വെച്ചിട്ട് എല്ലാവർക്കും അത് യൂസ് ചെയ്യാം. പിന്നെ IMS ആക്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോഡ് ഓഫ് യൂസിങ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ ഒരു സാധനം വേണം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ലാക്ടേഷന്റെ ലേബർ അനാൽജസിയ ചിലപ്പോൾ ഇതിനെ നമ്മുടെ ലാക്ടേഷൻ പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ മദറിന് കൊടുത്തു എന്നുള്ളത്, ആന്റിനേറ്റൽ ക്ലാസ്സസ് കൊടുത്തു എന്നുള്ളതിന്റെ ഒരു റെക്കോർഡ്. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങും ഏർലി ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്ങിന് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് പീരിയോഡിക്കലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുന്നുണ്ട് എന്നുള്ള റെക്കോർഡ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ബ്രസ്റ്റ് ഫീഡിംഗ് കമ്മിറ്റി ഫോം ചെയ്തു എന്നുള്ള ഒരു ഓർഡറും അതിന്റെ മിനിറ്റ്സ് അതെ. പിന്നെ കരിക്കുലം അല്ലെ, ട്രെയിനിങ് രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡിഫറെന്റ് സ്റ്റാഫ്സിനെ ട്രെയിൻ ചെയ്തു. ഇതൊരു വൺസ് എ ഇയർ നമ്മൾ ചെയ്യുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ. പിന്നെ മിനിമം ഒരു 20 hours എങ്കിലും നമ്മൾ ട്രെയിനിങ് കണ്ടക്ട് ചെയ്തു എന്നുള്ള കാര്യം. ഇത്രയൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിൽ കുറെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരു സജഷൻ ഉണ്ടായിരുന്നു റിയാസ്, നമുക്ക് ഈ ഡിസ്പ്ലേ ചെയ്തത് 10 സ്റ്റെപ്സ് പല ഹോസ്പിറ്റലും ഓൾറെഡി ചെയ്തു. അത് വലിയൊരു പോസ്റ്റർ ആയിട്ടാണ് ചെയ്തത്.
ഇപ്പൊ നമുക്ക് ഈ മറ്റു ഇതിലുണ്ടല്ലോ WHO റെസൊല്യൂഷൻ കോഡ് അതൊക്കെ ഒരു A4 സൈസിൽ പ്രിന്റ് ചെയ്തിട്ട് we can even put it on. അത് മതിയായിരിക്കും. ഈ വലിയ ഡിസ്പ്ലേ പോർഷൻസ് ഒന്നും ആവശ്യമില്ലായിരിക്കും. ജസ്റ്റ് ഒരു A4 സൈസ് പേപ്പറിൽ നമ്മൾ ഈ ഇൻഫന്റ് ഫീഡിംഗ് പോളിസിയുടെ സമ്മറി ഇത് ചെയ്താൽ മതിയായിരിക്കും. ആൻഡ് ഓൾസോ വൺ മോർ തിങ് ഇസ് whenever we have an OPD nearby ആന്റിനേറ്റൽ എല്ലാം കൂടെ ആകുമ്പോൾ എല്ലാം പല സ്ഥലത്ത് ഇടേണ്ട ആവശ്യമില്ല, കമ്പൈൻഡ് ആയിട്ടും ചെയ്യാം. So 7 areas in പറഞ്ഞാലും some areas are combined in many hospitals. Even in our hospital, everything in one complex. I think these you can minimize the number of displays if you want. ഈ ചെക്ക് പോയിന്റ്സ് നമുക്ക് ഈ 131 വായിച്ചെടുക്കുന്നത് ഭയങ്കര പാടാ. പക്ഷെ നമുക്ക് പരീക്ഷയുടെ സിലബസ് അത് തന്നെയാണ്, അത് വെച്ചിട്ടാണ് ഇവർ മാർക്ക് ഇടാൻ പോകുന്നത്. അപ്പൊ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിത് 11 സാധനമുണ്ട്, 2 എണ്ണം വെച്ച് 6 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് അത്രയും വായിച്ചാൽ മതി, അവര് വായിച്ച് അതങ്ങ് നോക്കുന്നത്. അപ്പൊ അതുപോലെ എനിക്ക് തോന്നുന്നു നമുക്കതൊന്ന് ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരാൾ തന്നെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോറടിക്കും. പിന്നെ പലതും ഓവർലാപ്പിംഗ്. ഈ പറഞ്ഞ പോലെ ഒരു കാര്യം ചെയ്താൽ വേറെ ഒരു ചെക്ക് പോയിന്റിന്റെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ മറ്റേ ചെക്ക് പോയിന്റിന്റെ മാർക്കും കൂടെ നമുക്ക് കിട്ടും. ആ രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. അത്രേ ഉള്ളൂ മാഡം. സാർ, any questions on this? വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് റിയാസ്. ഓഡിബിൾ കേൾക്കാമോ? പ്രത്യേകിച്ച് നമ്മളെ 3 രജിസ്റ്റർ കീപ്പ് ചെയ്യണം, ഒരു മിനിറ്റ്സ് കീപ്പ് ചെയ്യണം, 3 തരം പോസ്റ്റേഴ്സ് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അത് കീപ്പ് ചെയ്താൽ തന്നെ ഡോക്യുമെന്ററി പാർട്ട് പിന്നെ അത് ഓൾമോസ്റ്റ് ഓക്കെ ആയി. ബാക്കിയുള്ള കാര്യങ്ങള് മാത്രമേ ഉള്ളൂ. ഐ അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് നത്തിങ് ക്ലോസ് കോൾഡ് മാൻഡേറ്ററി എന്ന് പറഞ്ഞ ഒരു ഇതില്ലെന്ന് തോന്നുന്നു. ഓൺലി റിഗാർഡിംഗ് ദ മാർക്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിനകത്തോട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും കണ്ടില്ലല്ലോ. ഇല്ല. അത് ഞാൻ ആ പുതിയ ചെക്ക് ലിസ്റ്റ് കണ്ടില്ല. അതിനകത്ത് അങ്ങനെ മാൻഡേറ്ററി എഴുതിയിട്ടുണ്ടോ റിയാസേ? സാറേ 15-ാം തീയതി. കാരണം ഈ കമ്മ്യൂണിക്കേഷൻ ഒന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ട് സാറേ. മാൻഡേറ്റ് 2 പോയിന്റ് ഉണ്ട്. അതായത് നമ്മൾ മെഡിക്കൽ ഇൻഡിക്കേറ്റഡ് അല്ലാതെ വേറെ ഒരു ഫോർമുല ഇത് കൊടുക്കണ്ട. പിന്നെ ടീച്ചറും പാസിഫയേഴ്സും 2 മാൻഡേറ്റ് പോയിന്റ്. എന്ത് ബേസിലാണ് മാൻഡേറ്ററി ആയിട്ട് അങ്ങനെ? സാറേ അത് ഇത് തന്നെ സാറേ. അതായത് 2 കാര്യങ്ങൾ അവർ പറയുന്നു. ഒന്ന്, നമ്മള് ഈ ബോട്ടില് തീറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മള് കൊടുക്കരുത്. ഈ 2 പോയിന്റ്സിലെ അത് പറയുന്നുള്ളൂ. I don't know. Okay. It has to be checked. ശരി. അതിനകത്ത് വേറൊരു കാര്യം വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അതായത് ഈ ഇൻസ്പെക്ഷൻ സമയത്ത് പ്രീ സാമ്പിൾസ് എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അതൊരു നെഗറ്റീവ് ആസ്പെക്ട് ആണ്. അത് പറഞ്ഞിട്ടില്ല. പ്രീ സാമ്പിൾസ്. അതെ സാർ. അത് ബാലേന്ദ്രൻ ഉണ്ടാക്കിയ ലിസ്റ്റിൽ അതിനകത്ത് അത് ഞാൻ കണ്ടില്ല. പ്രീ സാമ്പിൾസിന്റെ കാര്യം. പ്രീ സാമ്പിൾസ് ഇരുന്ന അത് നെഗറ്റീവ് പോയിന്റ് ആണ്. സാറേ ഒരു കാര്യം പറഞ്ഞോളൂ. അതെ, ഞങ്ങള് ഇവിടെ പാംഫ്ലെറ്റിന്റെ സാധനം ഉണ്ടാക്കി തരുന്നല്ലോ സംസ്ഥാന തലത്തിൽ. അത് ഞങ്ങള് ബേബിയുടെ ഡീറ്റെയിൽസ്, ബേബിയുടെ ബർത്ത് വെയിറ്റ്, ഡിസ്ചാർജ് വെയിറ്റ്, ഹെഡ് സർക്കംഫറൻസ് തുടങ്ങിയ ഡാറ്റ ഒക്കെ ചേർത്തിട്ട് ഇതുകൊണ്ട് ചേർത്തിട്ട് ഞങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ആ സാധനം കളയാൻ സാധ്യതയില്ല, ആൾക്കാർ വായിക്കാൻ സാധ്യതയുണ്ട്, അത് ഡോക്യുമെന്റ് ആയിട്ട് വെക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിലിടാം. ബേബിയുടെ ഡീറ്റെയിൽസ് അല്ല. ഷെയർ ചെയ്യോ സാറേ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അത് ആ സാധനം ഇല്ലെങ്കിൽ ചുരുട്ടി കൂടി കളയാൻ സാധ്യത. ഇതാകുമ്പോൾ റെക്കോർഡല്ലേ, സൂക്ഷിക്കാൻ സാധ്യത, വായിക്കാൻ സാധ്യത. അതെ ചന്ദ്രശേഖര, അതായത് നാഷണൽ ലെവലിലുള്ള പോളിസിയാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ഷുഡ് നെവർ ബി അപ്രോച്ച്ഡ് ആസ് എ കമ്പാർട്ട്മെന്റലൈസ്ഡ് അപ്രോച്ച്. ഇറ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് ദ ഇൻഫന്റ് യങ് ചൈൽഡ് ന്യൂട്രീഷൻ. അതുകൊണ്ട് ചന്ദ്രശേഖർ ചെയ്ത ഏറ്റവും നല്ല കാര്യമാണ്, അതിനൊരു പ്രശ്നമില്ല. ഞാൻ നാളെ ഗ്രൂപ്പിലിടാം. ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത് അത് നല്ല കാര്യമാണ്. പിന്നെ നമ്മള് ഈ ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രമായിട്ടല്ല നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. ആക്ച്വലി ഇറ്റ് ഷുഡ് ബി ആസ് ടോട്ടൽ ഇൻഫന്റ് യങ് ചൈൽഡ്. ഒരു ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇപ്പൊ നമുക്ക് വേറെ സാറ് പറഞ്ഞ പോലെ ഫ്രീ സാമ്പിൾസ് പാടില്ല, ഡിസ്പ്ലേ ഓഫ് ദെയർ പ്രോഡക്ട്സ്, അവരുടെ ഉള്ള പേപ്പേഴ്സ്, പോസ്റ്റേഴ്സ്, ചിലപ്പോൾ ചില ഹോസ്പിറ്റലിൽ പോസ്റ്റേഴ്സ് ഒക്കെ ഒട്ടിച്ച് കാണും അല്ലേ, അപ്പൊ അതെല്ലാം പാടില്ല. അത് ഞാൻ നമ്മുടെ ഈ രജിസ്റ്റേഴ്സിന്റെ കൂടെ വരാത്തത് കൊണ്ടാണ് പറയാഞ്ഞത്. പക്ഷെ എന്നാലും അതെങ്ങനെയാന്ന് വെച്ചാല് അതിനകത്ത് അവര് നോക്കുന്നത് ബേസിക്കലി ഈ സാമ്പിൾസ് ആർക്കും കിട്ടാൻ പാടില്ല. അത് പേഷ്യൻസിനും കിട്ടാൻ പാടില്ല, സ്റ്റാഫിനും കിട്ടാൻ പാടില്ല, അഡ്മിൻസിനും കിട്ടാൻ പാടില്ല. അപ്പം നമ്മുടെ ഒരു ഏരിയയിലും സാമ്പിൾസ് കാണപ്പെടാൻ പാടില്ല, വാർഡിലും പാടില്ല,
നമ്മുടെ ഒന്നും റൂമുകളിലും ഓഫീസുകളിലും ഒന്നും സാമ്പിൾസ് കാണാൻ പാടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഇൻഫന്റ് മിൽക്ക് പ്രോഡക്ട്സിന്റെ, അതായത് കമ്പനികളുടെ എന്തെങ്കിലും ഗിഫ്റ്റുകള്, ചിലപ്പം ചില ഗിഫ്റ്റുകളൊക്കെ ഹോസ്പിറ്റലുകളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റേണ്ടി വരും. അത് വളരെ ശ്രദ്ധിക്കണം. കാരണം അതും ഒരു എനിക്ക് തോന്നുന്ന മാൻഡേറ്ററി പോയിന്റ് വരുമോ മാഡം? അത് ഇൻഫന്റ് മിൽക്ക് മാൻഡേറ്ററി അല്ല, പക്ഷേ സ്കോറിംഗ് വരുമ്പോഴേ ഇതെല്ലാം നെഗറ്റീവ് ആകുമ്പോൾ യുവർ സ്കോറിംഗ് വിൽ കം ഡൗൺ. IMS ആക്ടിൽ അതൊക്കെ പറയുന്നുണ്ട് അല്ലേ? അപ്പൊ IMS ആക്ട് നമ്മുടെ അത് കംപ്ലീറ്റ്ലി ഫുൾഫിൽ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതൊക്കെ വേണ്ടി വരും. അതെ അതെ, ഇതൊക്കെ വേണ്ടി വരും. ഗിഫ്റ്റുകളും അത് ഭയങ്കര IMS ആക്ടിലെ ഓരോ പോയിന്റും വേണമല്ലോ. ഫാർമസിയുടെ പർച്ചേസ് അതും നോക്കണ്ടേ? അതൊക്കെ അതിൽ വരുന്നുണ്ട്. അത് ഞാൻ വിട്ടുപോയി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇത് നമുക്കൊരു ഇൻഫന്റ് മിൽക്ക് ഫോർമുലയുടെ പർച്ചേസ് രജിസ്റ്റർ വേണം. നമുക്ക് ഇൻഹൗസ് ഫാർമസിയിൽ നമ്മളിത് സ്റ്റോർ ചെയ്യുന്നു എങ്കിൽ നമുക്കൊരു ഇത് വേണം. അതുപോലെ തന്നെ നമ്മൾ അവിടുന്ന് ഇത് കൊടുക്കുന്നത് അണ്ടർ പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കണം. അണ്ടർ പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കണം. അപ്പൊ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ വേണം. അങ്ങനെ എല്ലാവരും ജസ്റ്റ് നമ്മൾ ഈ റിയാസ് പറഞ്ഞു സാറേ. സാർ മ്യൂട്ട് ആയിപ്പോയി. എല്ലാ പോയിന്റ്സും ഈ ചെക്ക് പോയിന്റ്സിൽ വന്നിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ 10 പോയിന്റ്സ് തന്നെയാണ് സാറേ ഈ IMS ആക്ടിന്റെ പോയിന്റ്സ്. ഈ ഫാർമസിയും അതൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടോ? അതെല്ലാം അതിനകത്തുണ്ട്. എനിക്ക് ഈ പറയുന്നതൊക്കെ IMS ആക്ടിന്റെ ഭാഗങ്ങളാണ് തോന്നുന്നത്. അതെ അതെ, ഇപ്പൊ പറഞ്ഞതൊക്കെ അവിടെ ഇവിടെയായിട്ട് എനിക്ക് തോന്നുന്നു അതിന്റെ പോയിന്റ്സ് ഉണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇത് ഒരേ കാര്യം പല രീതിയിൽ വെരിഫൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത്രയും എണ്ണം വന്നിരിക്കുന്നത്, ഓവർലാപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും നമ്മൾ ഈ 130 പോയിന്റും ഈ ഒന്ന് ഡിവൈഡ് ചെയ്ത് പലരായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഒരറ്റത്ത് നിന്ന് അതങ്ങ് കഴിയും. അതിന് നമുക്ക് ബുദ്ധിമുട്ട് വരത്തില്ലെന്ന് തോന്നുന്നു, നമുക്ക് ചെയ്യാൻ പറ്റും. രജിസ്റ്ററുടെ എണ്ണം അതെല്ലാവരും കീപ്പ് ചെയ്യുക. രജിസ്റ്റർ, പിന്നെ ബാക്കിയുള്ള ഡോക്യുമെന്റ്സ്, അതാണ് ഇമ്പോർട്ടന്റ്. അതാണ് നമുക്ക് ഒരു സ്പീക്കിംഗ് എവിഡൻസ് അല്ലേ? അപ്പൊ അത് നമ്മൾ എപ്പോഴും എങ്ങനെയെങ്കിലും ഉണ്ടാക്കി വെക്കണം എന്നുള്ളതാണ്. റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനും പഠിക്കുക. സിമ്പിൾ ഓൺലി, ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട്. ഒന്ന് ജസ്റ്റ് മേക്ക് ഇറ്റ് സിംപ്ലർ. എന്തോ മാഡം ഒന്ന് പറയോ മാഡം? Breastfeeding rates. Yeah. Somebody else saying that? Bala saying? No. You can start, madam. അല്ല, അടുത്തത് മാഡം അല്ലേ? Okay. No, I'll just simply say about the rates. Ipo namakku ipo ella hospital depending on the number of deliveries, okay, and they have also specified you can subtract the number of children go as 6 children. That included alla exclusive breastfeeding in the hospital. Okay, in the hospital 3%, suppose 100 children are delivered and out of that 10 go to the ICU. So out of the 90, how many are going home on breastfeeding? ഇതാണ് നമ്മുടെ റേറ്റ് കാൽക്കുലേഷൻ. അപ്പൊ ഇത് ഡോക്യുമെന്റ് വെച്ചിട്ട് മാഡം മ്യൂട്ട് ആയിപ്പോയി. മാഡം മ്യൂട്ട് ആയിപ്പോയി, ഒന്നുകൂടെ പറയണേ. ഇപ്പൊ ഞാൻ പറഞ്ഞത് 100 ഡെലിവറീസ് ഉണ്ടെങ്കിൽ സപ്പോസ് യു ഹാവ് 100 deliveries in a month in a hospital. We are subtracting the number of children getting into the ICU who are sick. But those who are remaining in the ward, those who are well babies, out of those, how many are going home on breastfeeding? That's നമ്മൾ ഈ രജിസ്റ്റർ ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് രജിസ്റ്ററിൽ തന്നെ ഇതെല്ലാം ഒരുമിച്ച് ഒരു രജിസ്റ്റർ ആക്കി ഹോസ്പിറ്റൽ വെക്കുകയാണെങ്കിൽ ഈസിയാണ്. When what is the time you initiate breastfeeding? How many are skin to skin contact? Yes, അതും കൂടെ നമുക്കൊരു ഇതായിട്ട് വരും. സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് എത്ര പേര് വന്നിട്ടുണ്ട്, ഇതെല്ലാം ഒരു രജിസ്റ്റർ ആക്കി ലേബർ റൂമിൽ വെച്ചിരുന്നല്ല. It's easy to calculate the rates. So different areas, different registers, among the number of registers to keep will be a difficulty. So try to combine registers, that will be good. So it's a simple calculation into 100. So number of deliveries, number of children are breastfed divided by number of deliveries, subtracting the sick babies into 100. That is the exclusive breastfeeding. Same thing if they are attending the OPD, number of children who have come. Suppose you have attendance of 9 months children or 6 months they're coming for visit. How many children came? Out of those you calculate the rates.
Okay, it is a simple calculation. Okay. So I think 1 hour breastfed within 1 hour അങ്ങനെയൊക്കെ വേണ്ടേ? അതാണ് ഡോക്ടർ നാരായണൻ. അതോ രജിസ്റ്റർ, അത് ലേബർ റൂമിൽ രജിസ്റ്റർ അല്ല മാഡം ഒരു സംശയം മാഡം, നമ്മള് ഈ ഏർലി ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത് നമ്മള് പോകുമ്പം എത്ര പേര് ബ്രസ്റ്റ് ഫീഡ് ചെയ്തെന്നുള്ള കണക്ക് മതിയോ? ഏർലി ബ്രസ്റ്റ് ഫീഡിംഗ് ഇനിഷ്യേഷൻ വിത്തിൻ 1 hour നമ്മൾ ഏർലി ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. So that will be noted in the labor room and they will note down. So those data also will be taken for calculation. So how many children were delivered and how many what is the time taken. So actually average time taken maybe it is delayed. So there the action is necessary. The BFHI committee has to act. Why it is getting delayed? What is the problem? So there we have to maintain register saying that what time the baby was born, what time the baby is fed. And that rate can be taken. How many children are getting delayed? And skin to skin contact also. How many were given, not given? There may be reasons you cannot give. The sick babies we may not give. So if you are not given, that reason is there. Same in the records, when you are giving in the ward, if you are giving a supplementary feed, you have to write there that is this child has got maybe low sugar, so the indication is written. So those records also they can verify if we are giving in the ward. In the I'm not talking about IC, I'm talking the postnatal ward. Normal babies we are talking about, who can go into hypoglycemia and low sugar. So there also it will be documented why we are giving. The indication, that is also the duty of a doctor to document it. So I think I shall go to my topic, which has been assigned to me, is what do we teach? I think that's a big question of what to teach and how to get ready. Because we know the curriculum, we already have 20 sets of slides and most of us have finished that in our hospital. But maybe we should go through it again and what importance to give. We are not teaching all the staff in the hospital, for example, the non-clinical staff, everybody the same things. The clinical staff, as Riya has already said, in the high dependency areas and the special staff, we will be teaching more. And in certain areas, we'll be teaching the basics. And what are the types of questions you can anticipate is what I'm going to deal with right now. I'll share my screen. Is it seen? Yes, ma'am. Yes. So the topics I have just divided, so it's easier to understand. So whom are we? See, the likelihood persons to be interviewed by the inspectors would be the staff who are taking care of pregnant women, that is antenatal clinic, in the OPD, in the labor room, and in the high dependency unit for mothers. Suppose the cesarean babies are kept, mothers and babies are kept in another ICU there, and a post-operative wards. Okay. Then the staff in the postnatal ward. Then the staff who take care of newborn and infants in the ICU, unital ICU, in the OPD, and in other wards, general wards, and in the immunization area. All this staff are special staff, and they have to be trained separately. And then the doctors in the pediatrics and ONG department, they are also likely to be interviewed. Then you have a set of people who are lactation counselors. If you are providing the information that we have lactation counselors here, a dietitian, and you have, then in that case, you must have a certificate saying that they are certified lactation counselor. Okay. In those people also can be interviewed of the infant feeding policy in the hospital. Then the mothers, maybe even the bystanders. Okay. The antenatal and the postnatal mothers. So these are the persons, and the non-clinical staff will include everybody. And what we are expected from the non-clinical staff is like small questions like, what is, have you been told that this hospital is a BFHI hospital, it's a baby friendly, and what do we do there here? And do you sell infant feed there? They can ask questions like that. And maybe where is the breastfeeding area? Can you show me the breastfeeding area? So the non-clinical staff can be asked any questions. Mostly we expect very simple questions for them. And what are the topics to be covered? So as per Riya's records and all your checklist, what I have noticed is one, all of us should be familiar with the policy. So this policy means you have your own policy for your hospital. It is not so different from most of the hospitals. Maybe it will be slightly different in smaller hospitals. That is what I think. But the breastfeeding policy as such
will have all the 10 steps. Okay. And according to the NNF guidelines, you should know what we should be giving in the first hour, how we should be doing. And in case we have a problem, what we do. All these things will come in the policy. So even supplement feeding also will be mentioned in the policy in case we need. So that is the policy. That is why it is not only 10 steps. 10 steps is only the WHO talks about 10 steps, the way of successful breastfeeding. But all this will include in a policy. So you'll have to talk about how you go about training. All this will be written. So that topic as breastfeeding policy, one should prepare in a hospital and familiarize that with the staff and the doctors, whoever is taking care of the babies. Then about the International Code of Marketing of Breast Milk Substitutes and the WHO resolutions. That is also asked as a display. And that also people should know. So recently I was taking a class for my staff, and they did not understand what is code. So I had to explain. So like that, we may have to tell them in a very simple manner what is code, what is the law, what is the present law. So these things have to be told to our staff members, our doctors, and whoever is there, why we are promoting this and why this marketing of breast milk substitutes, there is a law, and why we have to know about it. And the WHO resolutions is what is the additional thing written in addition to the International Code of Marketing and IMSI. Then the 10 steps, every person should know the 10 steps, and that has to be taught. Then about the curriculum. So the curriculum, what we can do is based on the PPT, which we were all know on the MBFHI site, we can prepare a curriculum that we have been teaching this curriculum, and what are all the topics included in that. We have all the 20 topics. We can include it as a curriculum and make it into a file. And those topics will be taught to the staff, especially the people in the higher dependency areas and who are dealing with the children. So that curriculum can be based on the PPT itself. And then the topic, then the mothers, antenatal counseling to the mothers is very important. So there also we have to talk about breastfeeding, its importance, how to the positions and the cues, all these things. Actually, Dr. Joshi sir gave us a good pamphlet. And according to that, maybe you can go use the same pamphlet and you can teach the mothers. And so the topics for the mothers also will be similar. And what is the act and how we follow in our hospital, why we are doing breastfeeding, what is the importance of breastfeeding, and how in this hospital you will be taught to breastfeed and you will go home on breastfeeding, and the skin-to-skin contact, importance of all these things have to be taught to the mother. One more thing is the medications and how she's going to face her labor and the birthing practices she is likely to experience in this hospital, so the mothers. Then, of course, we have to teach our nurses and staff also how we calculate the exclusive breastfeeding rate, then the time of initiation of breastfeeding and the skin-to-skin contact, how to keep the registers in each place. So these things also have to be taught to the staff. Then we should also teach them that there is a BFHI committee in this hospital and who is a nodal officer and who are there in the committee and how it functions and how we are every month we are meeting and how this process is an ongoing process. We are not going to stop after the inspection. It is going to be an ongoing process. So all the registers have to be maintained and the rates have to be calculated, and they are assigned a person. So the rates will be calculated and then they will come back and tell us whether we are going down on our breastfeeding rates and what is happening. So these topics have to be covered. Then the next step of next topics which we have to cover is, again, as I said, generally the benefits and importance of breastfeeding, everybody should know, and the lactogenesis and physiology, and the demonstration of skin-to-skin contact, demonstration of expression of breast milk. These also have to be taught to the staff. Then the techniques and positioning of breastfeeding in different positions. Baby feeding cues should be taught to the staff and the mother. Latching, attachment, latch score. Then how do I know the mother has enough milk? That also has to be an important topic. Then, of course, expression of breast milk, manual breast pump. Use of the breast pump. Then how to store milk, express breast milk. What happens if there is a problem in breastfeeding? Retracted nipples, sore nipples, all these topics have to be covered for the nurses and the doctors also who are dealing with the children. Then special situations, preterm babies, sick babies, cleft palate.
All this is actually available in the MBFHI site. The 20 sets of slides are very nicely covered. But again, I'm trying to bring to your notice the important things what we have to do. Then there should be a discharge policy actually. That is not a written policy, but every hospital should have a policy, whether I'm discharging on 48 hours or 72 hours, depending on the adequacy of breast milk. That also has to be a policy in each hospital. Then what advice do we give the mothers? That sisters also should know. What is advice we are giving? How to breastfeed? And if there is a problem, whom to approach? And what happens if you're sending a baby who needs supplementary feeds? The sisters have to teach the mothers how to prepare the formula. That is very rare in a term baby. So that also they have to take note and also counsel them how to give what to give. And then give them the phone numbers and then give them the people whom can be approach if they have a problem. Then we also tell the sisters should know to tell the mother, or we also should know what are the danger signs you have to approach a doctor when there is a problem in breastfeeding, if there is a less decreased urine output, if there's a dehydration, if the baby is not feeding well. All these emergencies have to be told to them before they are discharged. Then, of course, the important thing is the medical indication of supplementary feeds, which have to be, everybody should know. So a sister may tell you or staff may call you in the middle of the night saying that the baby is not feeding. So whether that is indication of supplementary feeds or what is the indication, how correctly we can do, because now we are strict in giving only breast milk. So staff may be calling you and asking. So then there should be a protocol of how we are going to do this supplementary feeds, even in a normal baby also. Then demonstrations of positions of breastfeeding, all these things also sisters should be aware. So I'll just go through some simple questions which I thought may be useful for us. Maybe we also, when we talk to sisters now after teaching the topics, we can ask them these questions so that they are also ready for the inspectors to come in. So sisters must be aware of what is IMS Act, Code of Marketing of IMS, what are the main elements in infant feeding policy. Like the main elements in infant feeding policy would be, you have to know that the 10 steps should be written and the IMS Act should be written. And then also talk about what is what are the things falling under the IMS Act. Now we know there are three things mainly. One is the use of bottles, pacifier, and teats. Then the use of this formula milk. Okay, and one more. Those are the two things. So these things have to be, one has to be aware what comes under the code. What are the things, and also in display of things given by the pharmacy or the milk. What do you call the companies who produce the milk substitutes. Then questions can be to the staff or the doctor. They can maybe you can ask the question, how do you counsel antenatal mother? So these are the type of questions we are thinking the inspector or the assessor may ask. So we have to prepare the staff to face these questions. Okay. Then how can you prevent promotion of IMS in your hospital? By not putting the display, not keeping the formula in a position where the mothers can see, or preparing it just in front of them. All these things are promotion of IMS and the display of all the posters which they provide. Now, then the benefits of breastfeeding. Now, what is the importance of skin-to-skin contact? Many people are not aware of why we are giving skin-to-skin contact. What time should breastfeeding ideally be initiated? And do you feel mothers need assistance in breastfeeding? Because many times we feel breastfeeding is a natural process. So do we really need assistance? How are sisters, are you good at establishing lactation in a mother? So these are types of questions we can expect. How do you counsel a mother whose baby is sick in the ICU? So for example, if a preterm baby is delivered, the first contact would be the mother, or for the mother or the relatives would be the staff in the neonatal ICU. So what she should say to the mother? She should say that she should express milk every 3 hours or 2 hours and bring the milk here. So, and then what is the importance of this express breast milk and the colostrum? So this sisters have to be trained. Then we have to tell the sisters how to successfully establish exclusive breastfeeding. In that, the first and foremost is the initiation of breastfeeding within 1 hour and skin-to-skin contact. And later on also in the wards, the sisters should be going around looking for to help the mothers establish lactation and exclusive breastfeeding. So all these steps are important. Just initial step also is very important. And not rooming in
is also very important, so that the mothers are there always to breastfeed, and mothers should be taught the cues. So this is how you will be establishing exclusive breastfeeding. Not one step. All the steps in the 10 steps are important. Then how do you assess the mother if she has enough milk? How can we breastfeed in twin babies? How to handle and store express breast milk is very important. All the staff related to this NICU and the ward also should be knowing this. So I think basically they will be asked to demonstrate how to show a mother to express breast milk or demonstrate a skin to skin contact. So these are the likelihood questions, and this is what we should prepare our staff for. So I think that's all for now. For the mothers, for the mothers, again, this is only repetition. Have you received antenatal counseling, and what topics? What is the importance of exclusive breastfeeding? And did you have opportunity to give skin-to-skin contact and early breastfeeding in this hospital, where you taught the positions and latching of breastfeeding, how to express breast milk, and where you taught the cues of responsing feeding by the baby? And do the staff help you if you have a problem in breastfeeding? And did you receive any supplement for the baby, and for what indication, where you told the indication for breastfeeding, for supplementary fees, and did you receive any counseling before discharge? So these are the likelihood questions for the mothers also. So I just tried to share with you some ideas so that what we can teach, what importance and which area we should teach the mothers, the staff, and the non-clinical staff. Thank you. Any questions on this? Hindu, you have covered situational ആവശ്യം വരും. എനിക്കറിയത്തില്ല, പ്രാക്ടിക്കലായിട്ട് ഒരുപാട് എങ്കിലും പാൽ ഡേ ഫീഡ് യു ഹാവ് കവേർഡ് എക്സ്റ്റെൻസീവ്ലി. ബട്ട് പാൽ ഡേ ഫീഡിങ്ങിന്റെ കാര്യം, ഗോകർണം ഫീഡിങ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് എവിടെയെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. എക്സ്പ്രസ് ബ്രസ്റ്റ് മിൽക്ക് എങ്ങനെയാ കൊടുക്കുന്നവര്? അതെ, എനിക്കറിയത്തില്ല. ഇപ്പൊ ഞാനിപ്പോ അല്ല, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ എക്സ്പ്രഷൻ ഓഫ് ബ്രസ്റ്റ് മിൽക്ക് പാലട ഓൾസോ they can ask demonstrate. പറയുന്നത് നല്ലതായിരിക്കും, കാരണം നമ്മുടെ ആളുകളെല്ലാം അത് യൂസ് ചെയ്യുന്നത്. മാഡം, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില നാഷണൽ ലെവലിലുള്ള പ്രോബ്ലംസ്, പ്രത്യേകിച്ചും NFHSന്റെ ഇതിന്റെ റിപ്പോർട്ടിലുള്ളതേ, ആഫ്റ്റർ 2 months ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ. അതാണ് particularly they are looking forward. അപ്പൊ ഇതില് നമ്മള് ഈ ഫോളോ അപ്പ്, എസ്പെഷ്യലി ഇൻ ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽസ് ലൈക്ക് മെഡിക്കൽ കോളേജസ്, ഈ ഫോളോ അപ്പ് നമ്മൾ ഒരു ഇനീഷ്യൽ ഒരു 1.5 months വരെയൊക്കെ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഐസിജിലാണെങ്കിൽ 2 സ്ഥലത്തായിട്ടാണല്ലോ, മറ്റേ കോട്ടയം മെഡിക്കൽ കോളേജിലാണെങ്കിൽ 2 സ്ഥലത്തായിട്ടാണ്. അപ്പൊ അത് 5 മെഡിക്കൽ കോളേജ് 5 ഡിസ്ട്രിക്ട്സിലുള്ള ആളുകൾ വരുന്ന ഒരു സെന്റർ ആണ്. അപ്പൊ അതിന്റെ ഫോളോ അപ്പ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് അപ് ടു 6 months എന്ന് പറയുന്ന ആ രീതിയിൽ നമ്മൾ ആ ഒരു കൺസെപ്റ്റിൽ ആണോ, അതോ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ആ ലെവലിലുള്ളത് മാത്രം മതിയോ എന്നുള്ളതാണ്. ഗവൺമെന്റ് സെറ്റപ്പ് I understand there will be an issue because നമ്മുടെ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ആകുമ്പോൾ we have people coming in regularly, but I think ഗവൺമെന്റിലുള്ളവർ കുറച്ചുകൂടെ only a minor percentage will come to the come for follow up for prolonged period. About 6 months നമുക്ക് വളരെ ഷോർട്ട് ആയിട്ടേ കിട്ടുള്ളൂ. അത് തന്നെ ഇനിഷ്യൽ ഫോളോ അപ്പിൽ വെൽ ബേബീസ് ഒക്കെ പെരിഫറി തന്നെ പോവുകയാണ്. പിന്നെ ഈ ഹൈ റിസ്ക് ബേബീസിന്റെ ഫോളോ അപ്പ് ആണ് അവിടെ പർട്ടിക്കുലർലി നടക്കുന്നത്. അവിടെ വലിയ കൂടുതലുള്ള കാൽക്കുലേഷൻ ഓഫ് ദിസ് റേസ് ഇൻ ഡോട്ട്. that is true, that is important. Rajman sir പറയണം. നമ്മളിത് ഒരുപാട് ചലഞ്ചസ് നമുക്കുണ്ട്. നമുക്ക് ഒരുപാട് ചലഞ്ചസ്, ഇംപ്ലിമെന്റേഷനിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസി ആണെങ്കിലും ഈ ലേറ്റസ്റ്റ് 2018 ഗൈഡ് ലൈൻ അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ 2 കാർഡിനൽ ചേഞ്ചസ് ഉണ്ട്. ഒരു കാർഡിനൽ ചേഞ്ച് എന്ന് പറയുന്നത് IMS ആക്ടിന്റെ കംപ്ലയൻസ് ആണ്. രണ്ടാമത്തെ കാർഡിനൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ലിങ്കിങ് വിത്ത് ദ കമ്മ്യൂണിറ്റി ആണ്.
ഇതിൽ ലിങ്കിങ് വിത്ത് ദ കമ്മ്യൂണിറ്റി ഒരു വളരെ ക്രിട്ടിക്കൽ ചലഞ്ച് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു കൾച്ചറിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന പറയാൻ പറ്റില്ല. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറയാൻ ഒക്കത്തില്ല. പിന്നെ അവര് കൺവീനിയൻസും ഒക്കെ അനുസരിച്ച് പ്രസവിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ ഈ 6 months റേറ്റ് കിട്ടാനായിട്ട് പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് ലെറ്റ് സീ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ എറണാകുളം പോലെയൊക്കെ സിറ്റി ഒരു പക്ഷേ എളുപ്പമായിരിക്കും, കോട്ടയത്ത് എളുപ്പമായിരിക്കും. പക്ഷേ റൂറൽ ഏരിയയിലൊക്കെ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. ചന്ദ്രശേഖരനൊക്കെ എനിക്ക് തോന്നുന്നത് ചന്ദ്രശേഖരൻ ഇപ്പൊ റൂറൽ ഏരിയയിലാണെന്ന് എന്റെ വിചാരം. It may be difficult. We have to see it. One suggestion I was thinking, നമ്മുടെ ഇപ്പൊ ഇമ്മ്യൂണൈസേഷൻ ക്ലിനിക്സ് വരുന്നുണ്ടല്ലോ, ഇപ്പൊ SAT-ലൊക്കെ ഇമ്മ്യൂണൈസേഷൻ ക്ലിനിക് ഉണ്ടല്ലോ, അതുപോലെ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ ആ ഗവൺമെന്റ് നമുക്ക് കിട്ടും, കുറച്ചുപേരെ കിട്ടും. പിന്നെ ഉള്ള ബെൽ ബേബി ക്ലിനിക്ക് ഇത് കുറച്ച് കിട്ടും. ബട്ട് ഇറ്റ് ഈസ് ഓൺലി സ്മോൾ പെർസെന്റേജ്. കോട്ടയത്താണെന്നുണ്ടെങ്കിൽ 3 ഡിസ്ട്രിക്റ്റിലെ ടോട്ടൽ ആയിട്ട് ലോ ഇൻകം ഗ്രൂപ്പ് ആൾക്കാർ വരുന്നതാണ്. അത് പാർഷ്യലി ഫ്രം 2 more districts, എറണാകുളം ആൻഡ് ആലപ്പി. മറ്റേ ഇടുക്കി, പത്തനംതിട്ട എല്ലാം റെഫറൽ കേസുകൾ അവിടെയാണ് വരുന്നത്. ഇതില് ജയകുമാർ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മള് പിന്നെ 9 months MR വാക്സിൻ വരുമ്പോഴുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് അല്ല കുഴപ്പമില്ല. ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ MR വാക്സിനില് 100 പേര് വരുന്നുണ്ടെങ്കിൽ അതിൽ എത്ര പേര് പിന്നെ 6 months വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ്, അത് മാത്രം എടുത്ത് വെച്ചാൽ അത്രയും നടക്കും. കാരണം ഒരു പർട്ടിക്കുലർ ചൈൽഡിന്റെ ഫോളോ അപ്പ് ഈ രാജ്മോഹൻ സാർ പറഞ്ഞത് അത് നടക്കില്ല നമ്മുടെ സെറ്റപ്പില്. അപ്പൊ ഫോർ ദ ടൈം ബീങ് നമ്മളിപ്പോ ഈ സ്റ്റെപ്സ് പറയുമ്പോൾ നമ്മൾ രജിസ്റ്റർ ഒക്കെ കീപ്പ് ചെയ്യുമ്പോൾ 9 months വരുന്ന MR വാക്സിനോ MMR വാക്സിനോ വരുമ്പോൾ നമ്മൾ അവരൊന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് എത്ര പേര് 100 പേര് വരികയാണെങ്കിൽ അതിൽ 70 പേര് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഡേറ്റ ഉണ്ടാക്കി വെക്കുക. അത് ഇപ്പൊ പ്രാക്ടിക്കലായിട്ട് നടക്കുള്ളൂ. പക്ഷെ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ എത്ര പേര് പിന്നെ ഇനീഷ്യേഷൻ, അത് ഈ 2 കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കലി നടക്കും. ഈ ഒരു ഇൻഫർമേഷൻ ഇന്ന് നമ്മള് NHM-ലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരും അസസേഴ്സിനോട് കൊടുക്കുന്ന മെസ്സേജ് അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പോ നാരായണൻ സാർ പറഞ്ഞ 9 months എടുക്കുന്നു. നമ്മൾ അതിനകത്ത് ഇപ്പൊ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് അതിനകത്ത് ആ പെർസെന്റേജിന് ഈ ഇതിനകത്ത് ഒരു മാർക്കിംഗ് ഉണ്ടോ? ഇത്ര പെർസെന്റേജ് വന്നാൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ 0, 1, 0, 1, 2 എന്ന് പറഞ്ഞ പോലെ മാർക്കിംഗ് ഉണ്ടോ ഇതിനകത്ത്? എക്സ്ക്ലൂസീവ് മാർക്കിംഗ് ഇല്ല. അതായത് ഇതിനൊരു റേറ്റ് ഉണ്ടോ? റേറ്റ് നമ്മൾ നോക്കുന്നുണ്ടോ? ഡാറ്റ ഉണ്ടോന്നേ നോക്കത്തുള്ളൂ. അപ്പൊ ഡാറ്റ ഉണ്ടോ നോക്കുമ്പോ ഇപ്പൊ നമുക്ക് 3 മാസത്തേക്ക് വേണം. നമ്മുടെ അങ്ങനെ വരുമ്പോ 0, 1, 2 വേണ്ടേ? 0, 1, 2 ഉണ്ട് സാറേ. അതായത് 3 മാസത്തേക്കല്ലേ നോക്കുന്നത്. അപ്പൊ നമ്മളെ 1 മാസത്തിൽ താഴെ ഉള്ളുവെങ്കിൽ അത് 0 ആയിരിക്കും. 2 മാസത്തെ ഉണ്ടെങ്കിൽ 1 ആയിരിക്കും. 3 മാസത്തെ ഉണ്ടെങ്കിൽ 2 ആയിരിക്കും. Those things I think yes we have to confirm. Assessors-ന് കുറച്ചുകൂടെ അവർ ട്രെയിനിങ് കൊടുക്കുമ്പോഴേ പറയാൻ പറ്റുള്ളായിരിക്കും. But now as of now നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റും. 3 months ഇല്ലെങ്കിൽ അക്കാര്യം ആക്ച്വലി അത് NHM ആണ്. അത് ഒരു ബൈലിംഗ്വൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ. If you have only one banner you should get 1 mark. പക്ഷെ നമ്മുടെ മാർക്കിൽ 0 ആണ് വന്നത്. അവരുടെ how they look at it, you know, that in the inspection part of it, that still some clarity is necessary. We have to go through. ഇത് നമ്മൾ തന്നെയല്ലേ മാഡം ഇത് ചെയ്യാൻ പോകുന്നത്. That is all we need to do. As much as possible compliance വരുക. ഓക്കെ, അതെ അതെ. നമ്മുടെ അതായത് യൂണിഫോം ഐഡിയ അല്ല അതിനകത്ത് ഈ 0, 1, 2 അവർ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സ്ലൈഡ് ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്നത് ഈ 0 എന്ന് പറയുന്നത് ദി ഇന്റന്റ് ഓഫ് ദാറ്റ് ചെക്ക് പോയിന്റ് ഇസ് നോട്ട് മെന്റ് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ അതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ആ ഇന്റന്റ് മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ 0 ആണ്. അപ്പം അതിനകത്തുണ്ട് ബാക്കി കാര്യങ്ങൾ. നമ്മൾ ചെയ്യാൻ തുടങ്ങി, അതിനൊരു മാർക്കുണ്ട്. 49% വരെ 0 ആണ്.
ഹലോ സാർ, ഞാൻ 1-2 കാര്യം ഞാനൊന്ന് ആഡ് ചെയ്യട്ടെ സാർ. എനിക്ക് 11th എനിക്കൊരു MBFHI ഇവാലുവേഷൻ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി NQS ഞാൻ കുറെ പിന്നെ ഇത് ചെയ്ത കാര്യമാണ് എന്റെ ഹോസ്പിറ്റലിൽ. അതായത് ഇവര് നാല് പേരെ വിളിച്ച് പ്രത്യേകമായ ട്രെയിനിങ് കൊടുത്തു എന്ന് പറഞ്ഞു. അതിലൊരാള് രഞ്ജിത്താണ്. ഞാൻ കുറച്ച് പ്രാക്ടിക്കൽ സാധനങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ എനിക്ക് അവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ ഇവാലുവേഷൻ പോകുന്ന സമയത്ത് നമ്മൾ ഏത് പിന്നെ ക്വാളിറ്റി ഇവാലുവേഷൻ പോകുന്ന സമയത്ത് ഇനീഷ്യലി നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു ഓപ്പണിംഗ് മീറ്റിംഗ് നമ്മൾ വിളിക്കും. അവിടെ വിളിച്ചിട്ട് അവർ അത് പറഞ്ഞു അറിയില്ല, നേരത്തെ ഞാൻ കുറച്ച് ഡിലേ ആയിട്ടാണ് വന്നിരുന്നത്. അപ്പൊ ഓപ്പണിംഗ് മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് അവരൊരു വീഡിയോ ഷോ നടത്തും, എന്തൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടെന്നല്ല. അപ്പൊ അതിൽ തന്നെ ഇവാലുവേറ്റർക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ ഓരോ നമ്മുടെ ടീമായിട്ട് നമ്മുടെ കൂടെ ആരൊക്കെ വരുന്നെന്ന് അവർക്ക് തീരുമാനിക്കാം, ഹോസ്പിറ്റലുകാരെ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആരോട് ചോദിക്കണം എന്നല്ല. അപ്പൊ നമ്മൾ ടീമായിട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു സാധനങ്ങൾ. നമ്മൾ ഈ ചെക്ക് ലിസ്റ്റിലുള്ള സാധനങ്ങൾ മുഴുവൻ ഒബ്സർവ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ സമയത്ത് തന്നെ നമ്മുടെ കയ്യിൽ ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. അതിൽ വെച്ചിട്ട് നമ്മൾ മാർക്ക് ഇടുന്നു 0, 1. നമുക്ക് അവരുടെ ഇന്റർവ്യൂ നടത്തുന്നു, സ്റ്റാഫ് ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഷ്യന്റ് ഇന്റർവ്യൂ അങ്ങനെയുള്ള ചെയ്യുന്നു. അല്ലെങ്കിൽ അത് അവർ പിന്നെ വിളിച്ചിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് ആ സമയത്ത് തന്നെ നമുക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിടുകയാണ്. അപ്പം റിയാസ് സാർ പറഞ്ഞതുപോലെ അതിൽ നമുക്കിപ്പം 0, 1, 2 എന്നുള്ള നമുക്കിപ്പോ സപ്പോസ് ഒരു കാര്യത്തിന് നമുക്ക് 4 പോയിന്റ് നമുക്ക് മെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പോയിന്റ് അബവ് ഉണ്ടെങ്കിൽ നമുക്ക് 2 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 1 മാർക്ക്, 2-ൽ താഴെയാണെങ്കിൽ നമുക്ക് 0 ആണ്. അത് മിനിമം ഒരു 50 എങ്കിലും നമ്മൾ അതിൽ ഉണ്ടായിരിക്കണം, എന്നാലും മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ 2-ൽ താഴെയാണെങ്കിൽ 4 പോയിന്റ് വേണ്ടടുത്ത് 2-ൽ താഴെയാണെങ്കിൽ നമുക്ക് 0 കിട്ടുള്ളൂ. 2 അബവ് ആണെങ്കിൽ 1, 4 പോയിന്റ് നമ്മൾ മെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 2 മാർക്സ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇത് കമ്പാരിറ്റീവ്ലി ഈസി പ്രൊസീജിയർ ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഈ പറഞ്ഞ പോലെ NQS ഒക്കെ എടുത്തത് നമുക്ക് 400, 500 ചെക്ക് ലിസ്റ്റ് ആണ് ഉണ്ടായത്. നമുക്ക് വളരെ ഈസിയാണ്, ഇത് വെച്ചിട്ട് പോവാന്ന് മാത്രം. നമ്മൾ ചെക്ക് ലിസ്റ്റ് വെച്ച് മാത്രം മതി. പിന്നെ നേരത്തെ നമ്മൾ ഞാൻ കേട്ട ഒരു കാര്യം, നമുക്ക് ഈ A4 ഷീറ്റിൽ നമ്മൾ പല കാര്യങ്ങളും ഒട്ടിച്ച് വെക്കുക എന്നുള്ളത്. അപ്പൊ അത് ഒരിക്കലും നമുക്ക് അനുവദിക്കുന്നതല്ല, സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല. A4 കാരണം നമുക്കൊരു പെർമനന്റ് ആയിട്ട് വേണ്ട സാധനമാണ്. അത് 1 ടൈം അന്നത്തെ ദിവസം നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന നമ്മളെ കാണിക്കാനായിട്ട് കാണിക്കുകയാണെങ്കിൽ അത് നമുക്ക് മാർക്ക് കൊടുക്കേണ്ടെന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയത്, നമുക്ക് ട്രെയിനിങ്ങിൽ കിട്ടിയത്. അപ്പൊ നമുക്ക് പെർമനന്റ് ആയിട്ട് കിട്ടുന്ന ബോർഡുകൾ വെക്കണം എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ അങ്ങനെ വിചാരിച്ചത് നമ്മളൊരു ഡിസ്പ്ലേ ആയിട്ട് തന്നെ A4 സൈസ് മതിയാണ്. A4 സൈസ് നമുക്ക് പെർമനന്റ് ആയിട്ട് വെക്കണം. നമുക്ക് തലേന്ന് പെർമനന്റ് ആണ്, പക്ഷെ സൈസ് മാത്രമേ കുറച്ചുള്ളൂ. ഞാൻ അത് പെർമനന്റ് തന്നെയാണ്. അതെ, അവൈലബിൾ ആവണം നമുക്ക്. പക്ഷെ നമുക്ക് അത് വെറുതെ നമ്മൾ കാണിക്കുന്ന രീതിയിലേക്ക് അത് തീരെ ചെറുതായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു വായിക്കാൻ പറ്റുന്ന രീതിയിൽ വേണമെന്നാണ് നമുക്ക് ഞാൻ പ്രത്യേകം എടുത്ത് ചോദിച്ചത്. അതാണ് കിട്ടിയത്. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മാർക്ക് ഇട്ടിട്ട് മാർക്ക് ഇവർക്ക് തന്നെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫൈനൽ നമ്മൾ ഇത് പറഞ്ഞ ഒരു കൺക്ലൂഡ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് കൂടിയുണ്ട്. ആ മീറ്റിംഗിലാണ് നമ്മൾ ബാക്കി അവരുടെ ഗ്യാപ്സ്. അപ്പൊ ആദ്യം നമ്മളിത് ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റലുകൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ NQS ഇതിന്റെ ഭാഗമായിട്ട് ചെയ്ത കാര്യം ഞാൻ പറയുകയാണ്. അപ്പൊ ടൈം ഉണ്ടോ അറിയില്ല. ഞാൻ ജസ്റ്റ് നമ്മളെല്ലാം ഈ ചെക്ക് ലിസ്റ്റ് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. നമ്മുടെ സ്റ്റാഫിന് അത് മാത്രം പഠിപ്പിച്ചാൽ മതി, അത് മാത്രമേ ചോദിക്കുള്ളൂ. ചെക്ക് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ 140 ചെക്ക് ലിസ്റ്റിലെ കാര്യങ്ങൾ പഠിക്കുക. അതിലുള്ള വേണ്ട സാധനങ്ങൾ റെക്കോർഡ് ഉള്ളതാണെങ്കിൽ റെക്കോർഡ് വെരിഫിക്കേഷൻ വേണ്ട, RR എന്നുള്ളതാണെങ്കിൽ അതിന്റെയൊക്കെ റെക്കോർഡ് വെക്കുക. ആ റെക്കോർഡിൽ ലാസ്റ്റ് 3 മന്ത്സിലുള്ള നമ്മൾ വെക്കുക. പിന്നെ ട്രെയിനിങ് നമുക്ക് വേണ്ടതാണെങ്കിൽ ട്രെയിനിങ് നമ്മൾ ഓരോരാളടത്തും നമ്മൾ സൈൻ ചെയ്ത് മേടിച്ച് ഡേറ്റ് ചെയ്ത് വെക്കുക. അത് വേണമെങ്കിൽ ചെയ്ത് വെക്കാം. കുറച്ച് നമ്മളൊക്കെ മുന്നേ നമ്മുടെ ഈ NQS ഒരു കോള് വന്നുപോയി കാര്യമാണ്. അപ്പൊ ട്രെയിനിങ്ങിന്റെ കാര്യങ്ങൾ നമ്മൾ അത് വേണ്ട, നമ്മൾ എല്ലാ ആൾക്കാരും നമ്മൾ ട്രെയിനിങ് രജിസ്റ്റർ വെക്കുക. അതിൽ ട്രെയിനിങ്ങിനനുസരിച്ച് നമ്മൾ ഡേറ്റ് വെച്ചിട്ട് അതിൽ എഴുതി വെക്കുക. പീരിയോഡിക്കൽ ട്രെയിനിങ് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമുക്ക് 3 മന്ത്സേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് കഴിയും തോറും നമുക്ക് കൂടുതലായിട്ട് വേണ്ടി. അപ്പൊ 3 മന്ത്സിലെ രജിസ്റ്റർ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വെക്കണം. പിന്നെ നമ്മുടെ നാരായണ സാർ പറഞ്ഞതുപോലെ നമുക്ക് 6 മന്ത്സ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് നോക്കണം എന്നുള്ളത്. നമ്മൾ 9 മന്തിൽ മീസിൽസിന് വരുന്ന MMRന് വരുന്ന വാക്സിനേഷന് വരുന്ന കുട്ടികളെടുത്ത് ആ ഡീറ്റെയിൽ എടുത്തിട്ട് നമ്മൾ അതും കൂടെ ഒരു രജിസ്റ്റർ വെച്ചിട്ട് നമ്മൾ വെക്കണം. അപ്പൊ ഒരു 3 മന്ത്സിലുള്ള കുറച്ചെങ്കിലും നമ്മൾ വെക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇതാണ് നമുക്ക് പറഞ്ഞ കാര്യം. അപ്പം കഴിയുന്ന A4-നേക്കാളും കുറച്ചുകൂടി സൈസ് ഉള്ള ഒരു ഈ ഡിസ്പ്ലേ വെക്കാൻ പറ്റുമെങ്കിൽ നല്ലത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇത്രയാണ് എനിക്ക് കിട്ടിയ ട്രെയിനിങ്ങിൽ പറഞ്ഞത്. മാഡം വല്യത് വേണ്ട മാഡം, പക്ഷെ നമുക്ക് A4 ആകുമ്പോൾ തീരെ ചെറുതാവില്ല മാഡം. അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടി സൈസിലുള്ള അടുത്ത് വെച്ചാൽ കുഴപ്പമില്ല. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ശരിക്കും നമ്മുടെ ഈ ക്വാളിറ്റീന്റെ ഇവാലുവേഷൻ ഒക്കെ വരുന്നത് നമുക്ക് ഈ ചുമരിലൊന്നും ഒട്ടിച്ച് വെക്കുന്ന രീതിയിലുള്ള പോസ്റ്റേഴ്സ് ഒന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന് അതങ്ങനെ ഉണ്ടോന്ന് അറിയില്ല.
നമ്മൾ ഇതർ നമ്മൾ ഒരു പിന്നെ നമ്മൾ എന്തെങ്കിലും നെയിൽ വെച്ചിട്ട് നമ്മൾ ഒരു പോസ്റ്റർ ഒട്ടിച്ച് വെക്കുന്ന രീതിയിലെ പോസ്റ്റർ നമുക്ക് സമ്മതിക്കുന്നില്ല. സാധാരണ ക്വാളിറ്റി ടൂളിൽ അങ്ങനെയാണ് വരുന്നത്. അപ്പം അത് നമ്മളൊരു കഴിയുന്ന ഒരു നല്ലൊരു കുറച്ച് കട്ടിയുള്ള ബോർഡ് പോലെ തന്നെ ചെറിയ രീതിയിൽ ചെയ്തിട്ട് അത് നമുക്ക് വേണ്ട സ്ഥലങ്ങളിൽ വെക്കാനുള്ള പരിപാടികൾ ചെയ്യും. ഇത്രയാണ് എനിക്ക് കിട്ടിയ കുറച്ച് പോയിന്റ്സ്. അത് ഞാൻ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. താങ്ക് യു. അല്ല രജിത, ഒരു കാര്യം അതിനകത്ത് അങ്ങനെയാണെങ്കിലേ നമ്മൾ ഇതിനകത്തെല്ലാം വീഡിയോ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഒരു ആദ്യം അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കണം. അതൊരു നല്ലൊരു കാര്യമാണ് സാർ. അത് നമ്മളൊക്കെ ചെയ്യുന്ന കാരണം വെച്ചാൽ നമുക്ക് അതിൽ തന്നെ നമുക്ക് ഈ വരുന്ന ഇവാലുവേറ്റേഴ്സിനെ നമുക്ക് കംപ്ലീറ്റ് അതിൽ ഇരുത്താന്നാണ്. നമ്മൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫോട്ടോ എടുത്താൽ മതി, ഒരു പവർ പോയിന്റ് വെച്ചാൽ മതി, വീഡിയോ വേണ്ട, പവർ പോയിന്റിൽ നമ്മൾ ചെയ്യുക. അതിലൊരു പവർ പോയിന്റിൽ പ്രസന്റ് ചെയ്യണം നമ്മൾ ഹോസ്പിറ്റലിനെ പറ്റി ഇന്ന കാര്യങ്ങൾ നമ്മൾ MBFHIക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇത്രയൊക്കെ ഫെസിലിറ്റി ഉണ്ട്, ബ്രസ്റ്റ് ഫീഡിംഗ് റൂം ഇതാണ്, നമ്മൾ അവിടെ നമ്മൾ പോസ്റ്റർ വെച്ചിട്ടുണ്ട്, നമ്മൾ ട്രെയിനിങ്ങിന്റെ ഫോട്ടോ എടുക്കുന്നെങ്കിൽ അതൊരു ഫോട്ടോ എടുത്ത് വെക്കുക. അങ്ങനെയുള്ള കാര്യം നമ്മളിപ്പം സ്റ്റാഫിന്റെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാഫ് പിന്നെ വാർഡിലുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ നമ്മൾ ബൈസ്റ്റാൻഡേഴ്സിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതിന്റെ ഫോട്ടോ എടുത്ത് വെക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ പവർ പോയിന്റ് ഉണ്ടാക്കിയിട്ട് ആ പവർ പോയിന്റ് ഫസ്റ്റ് നമ്മൾ ഓപ്പണിംഗ് മീറ്റിംഗിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ഭയങ്കര ഈ ഇവാലുവേഷന് വരുന്നവർക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും. ബാക്കി കാര്യങ്ങളൊന്നും അവർ ചോദിക്കില്ല, അപ്പം നോക്കുന്നുണ്ടാവില്ല. അത് ഇല്ലാത്ത കാര്യങ്ങൾ മാത്രം നമ്മൾ കാണിച്ചു കൊടുക്കാണ്ടിരിക്കും. അപ്പം ട്രെയിനിങ്ങിന്റെ കാര്യം എല്ലാ ആൾക്കാരും കൃത്യമായിട്ട് ട്രെയിനിങ് രജിസ്റ്റർ അവിടെ കൃത്യമായിട്ട് വെച്ചിരിക്കണം. നമ്മുടെ എല്ലാ സ്റ്റാഫും അവിടെയുള്ള ആൾക്കാർ ട്രെയിനിങ് കിട്ടിയതായിട്ട് സൈൻ ചെയ്ത് വെച്ചിരിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നോക്കൂ അത് കൃത്യമായിട്ട്. That is good information. Thank you. Rajmohan sir. Who is the next speaker? Most of the things are very crucial things, elements. I think everything is being covered very well. അടുത്ത വിഷ്ണു പറഞ്ഞല്ലോ, ബാല ഈ പ്രോസസ് ഒന്ന് പറയാമെന്ന് പറഞ്ഞായിരുന്നു, വെബ്സൈറ്റ് ഒക്കെ ഒന്ന് കാണിച്ച്. അല്ല, ബാല ഒരു സിംപ്ലിഫൈഡ് ഇതുണ്ടാക്കി, അത് നല്ലത്, അതൊന്ന് ഫെമിലറൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ അത് പറയാം. നമ്മൾ പ്രോസസ്സ് പറയാം. ഇപ്പം 3 പേരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു, ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതർ ദാൻ ദ ചെക്ക് ലിസ്റ്റ് I will talk about the how to register and all. So കാണാമല്ലോ അല്ലേ? കാണാം. Okay. So Mr. Mohan, Riaz and ma'am has told you about how to go through the checklist, 130 points in the checklist. I'll be going through the assessment process. നമ്മൾ എന്തൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. See, guidelines, നമ്മൾ എല്ലാ ഹോസ്പിറ്റലിനും IAP has given the guidelines what all has to be done, and all nodal officers. What happened today is at all nodal officers at delivery points should have a clear idea about the 130 checkpoints so that they can prepare the hospital for surgery. അതാണ് ഇന്ന് നടന്നത്. ആ 3 പേരും കൂടെ 130 checkpoints they have highlighted, and there will be a group of assessors for inspection of the hospitals, and all assessors and nodal officers. Assessors എന്ന് പറയുമ്പോൾ those who have cleared the exam, and nodal officers can be assessors as well. ഇപ്പൊ ഞാൻ ജനറൽ ഹോസ്പിറ്റൽ പത്തനംതിട്ടയിൽ I will be the nodal officer and I will be the assessor also. So all assessors and nodal officers should know what procedures to follow. നമ്മൾ സർട്ടിഫിക്കേഷന് പോകുമ്പോൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, പ്രീ അസസ്മെന്റ് ആൻഡ് പോസ്റ്റ് അസസ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളത്, അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒരു ബേസിക് തിങ് ഈസ് ദ നേഴ്സസ് ആർ ദ ബാക്ക് ബോൺ ഓഫ് ദിസ് പ്രോഗ്രാം. സോ നമ്മൾ വി ഷുഡ് ട്രൈ ടു ട്രെയിൻ അറ്റ്ലീസ്റ്റ് 1 nurse in our hospital, that lactation counselor training. നമ്മൾ 2019 we trained around 420 nurses from 170 hospitals. അതിൽ കൂടുതലും ഓൾമോസ്റ്റ് എത്ര ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഞാൻ നോക്കിയിട്ടില്ല. എനിവേ അറൌണ്ട് 170 ഡെലിവറി പോയിന്റ്സിൽ നിന്ന് നമ്മൾ 420 നഴ്സസിന് ട്രെയിനിങ് കൊടുത്തു. വാട്ട് ഈസ് ലെഫ്റ്റ് ഈസ് അറൌണ്ട് 400 ഡെലിവറി പോയിന്റ്സ് ഇസ് ദർ. ഈ 400 ഡെലിവറി പോയിന്റ്സ് ഇപ്പം ജോസ് നേരത്തെ പറഞ്ഞ പോലെ പലയിടത്തു നിന്ന് ട്രാൻസ്ഫർ ആയി പോയി കാണും. ബട്ട് ദിസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്. മേ ബി അത് ഇനി ഫ്യൂച്ചറിൽ അതർ ഹോസ്പിറ്റൽസ് വിൽ ഗെയിൻ. നമുക്കിപ്പോൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതർ 400 ഹോസ്പിറ്റൽസ് ആണ്. അതിന് I have made a list of hospitals where nurses are not trained district-wise. That I have sent to Rajmohan sir, and നമ്മൾ ഓഫീസ് ബെയർസിനൊക്കെ അയച്ചു കൊടുക്കാം, so that you can select the nurses from each hospital.
once this module is ready. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഫ് റെഡി ടു ഇൻഫോം. ഇപ്പൊ നമ്മൾ ഇതിപ്പം എല്ലാവരും ഇപ്പോൾ ഈ ചെക്ക് ലിസ്റ്റിനെ പറ്റി പഠിച്ചു. സോ യു വിൽ ബി ഏബിൾ ടു do the internal assessment of your hospital. അപ്പോൾ once you do the internal assessment of your hospital by your own nodal officer, if the score is above 80%, if you are confident, you can inform the district task force. District task force എന്ന് പറയുന്നത് is headed by the DMO, DPM, RCH, district nodal officer. ബല ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. നമ്മള് ഈ ഇതിനകത്ത് അവര് പറഞ്ഞതെന്ന് വെച്ചാല് നമ്മള് പ്രത്യേകമായിട്ട് ഡിസ്ട്രിക്റ്റിനെയോ സ്റ്റേറ്റിനെയോ അങ്ങനെ പോകേണ്ട കാര്യമില്ല. കാരണം ആദ്യം നമ്മള് പലരും പറഞ്ഞായിരുന്നു അതൊരു മെനക്കേടാണ്, പിന്നെ ഡിസ്ട്രിക്റ്റിൽ പോയി പിന്നെ അങ്ങനെ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ ഈ വെബ്സൈറ്റിൽ കയറി ഈ ഫോം നമ്മള് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാല് ഇറ്റ് വിൽ ബി ബൈ ദി ഡിസ്ട്രിക്ട്. അത് അവരുടെ ജോലിയാണ്. അപ്പൊ അതിന് നമുക്ക് അതിനകത്ത് ഹിച്ചില്ല. നമ്മൾ നേരെ ഈ വെബ്സൈറ്റിൽ കയറി ഫോം അപ്ലോഡ് ചെയ്താൽ മാത്രം മതി എന്നാ പറഞ്ഞു. അവിടെയാണ് പ്രോബ്ലം. ശ്രീഹരി ഈസ് പ്ലേയിങ് ഡബിൾ സ്റ്റാൻഡേർഡ്സ്. ഞാൻ ഇതിപ്പം റിയാസ് ഈ പറഞ്ഞതാണ് വാട്ട് മലപ്പുറം പീപ്പിൾ ഹാസ് ഡൺ. അവര് ഡയറക്റ്റ് സ്റ്റേറ്റിന് അയച്ചു, ഗൂഗിൾ ഫോം ഒക്കെ അയച്ചു. അപ്പൊ ഞാൻ ഇന്ന് ഞങ്ങളുടെ നോഡൽ ഓഫീസർ കോർഡിനേറ്റർ DPMന്റെ അവരുടെ അടുത്ത് ചോദിച്ചു ഇത് എങ്ങനെയാണെന്ന്. അപ്പൊ ഷീ കോൾഡ് അപ്പ് ശ്രീഹരി and Srihari said what he said today just now 2 hours back is that അങ്ങനെ പോരാ, this district task force നെ അറിയിച്ചിട്ട് RCH should inform the state about this. The RCH should approve the അവരുടെ internal assessment approve ചെയ്ത് then only they will start the internal the state committee will start selecting the assessment. ഇതാണ് what Srihari said. റിയാസ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു. ഇവിടെയൊക്കെയാണ് നമ്മൾക്ക് ക്ലാരിറ്റി വേണ്ടത്. ഓൾറെഡി നമ്മുടെ ആസ്റ്ററും അപ്ലൈ ചെയ്തല്ലോ. അവിടെ ശ്രീഹരി സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ, ഒന്നും തുടങ്ങിയിട്ടില്ല. അല്ല ഇത് ഇവരിപ്പോ 4 അസസേഴ്സിന് ഇപ്പൊ ഇവർക്കൊരു പ്രീ അസസ്മെന്റ് ട്രെയിനിങ് കൂടി കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്ക് there will be an assessment മലപ്പുറം 1-2 ജില്ലകളിൽ കാണും. വരുവാണെങ്കിൽ why he said to our nodal officer like അറിയത്തില്ല, അത് ഞാൻ ചോദിക്കാം. ഒരു മിനിറ്റ്. മലപ്പുറത്ത് അപ്ലൈ ചെയ്തത് സ്ട്രേറ്റ് അപ്ലോഡ് ചെയ്യാണ് ചെയ്തത്. മലപ്പുറത്ത് 9-ാം തീയതിയും 12-ാം തീയതിയുമായിട്ട് അസസ്മെന്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അസസേഴ്സിനെയും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. See, what I want to know is why Srihari told like that to our nodal officer. അത് only Srihari knows. അത് നമുക്ക് പറയാൻ പറ്റില്ല ബാല. അതാണ് അതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഇഷ്യൂസ് നമ്മുടെ. ബാല ഈ നമ്പർ 4 ബാല let us come to positive points. നമ്പർ 4 ബാല നമ്മുടെ കൂടെ ആവശ്യമാണ്. അതെ, നമ്പർ 4 ബാല ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കറിയത്തില്ല, അതിനകത്തൊക്കെ ഒരുപാട് പൊളിറ്റിക്സ് കാണുമായിരിക്കും. കുഴപ്പമില്ല ബാല. Coming back to the topic, in number 4 institutions you already have to inform the DTF and after an internal assessment by the qualified assessors. വേണം internal assessment qualified assessors ആണ് ചെയ്യേണ്ടത്. Internal assessment by the committee in the hospital എന്നാണ് ആദ്യമേ പറഞ്ഞത്. ക്വാളിഫൈഡ് അസസിന് അവര് കുറവല്ലേ നമ്പർ, അവരെ കൊണ്ട് MBFHI committee in the hospital അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. Internal assessment need not be done by the qualified assessor. അങ്ങനെ അല്ല, അത് തെറ്റാണ്. അത് internal assessment can be done by the nodal officer. അങ്ങനെയാണ് not qualified assessor. നോഡൽ ഓഫീസർ ഒറ്റയ്ക്കല്ല, MBFHI കമ്മിറ്റിക്ക് ചെയ്യാന്നാണ് ആദ്യം തന്നതിനകത്ത് കണ്ടിരുന്നത്. സെൽഫ് അസസ്മെന്റ് നമുക്ക് തീരുമാനിക്കാം ചെയ്യണമെന്നുള്ളത്. സെൽഫ് അസസ്മെന്റ്. അപ്പൊ ഇന്റേണൽ അസസ്മെന്റ് can be done by the nodal officer and അപ്പൊ അവർക്ക് straight away they can go to this website. ഇത് പോയിട്ട് യു ക്യാൻ രജിസ്റ്റർ ബൈ അവരൊരു ഗൂഗിൾ ഷീറ്റ് ഉണ്ട്, ഒരു 5 പേജ് ഉണ്ട്. 5 പേജിലും 5ാമത്തെ പേജിൽ കുറെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട്. ഡേറ്റാ ഷീറ്റ്, ഹോസ്പിറ്റലിന്റെ ഡേറ്റാ ഷീറ്റ്, സ്കോർ ഷീറ്റ്. നമ്മൾ ഇന്റേണൽ അസസ്മെന്റ് ചെയ്യുമ്പോൾ ഒരു സ്കോർ ഷീറ്റ് വരും, അതിൽ മോർ ദാൻ 80% വേണം. ആ സ്കോർ ഷീറ്റ് അപ്ലോഡ് ചെയ്യണം. ആൻഡ് ദിസ് റിക്വസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അതാണ് നമ്മൾ ഡേറ്റാ ഷീറ്റ് എന്ന് പറഞ്ഞത്. ആ ആപ്ലിക്കേഷൻ ഫോം ഷുഡ് ബി സെൻഡ് ടു MBFHI certification kerala@gmail.com അയക്കണം. ആൻഡ് സ്റ്റേറ്റ് വിൽ, ഇഫ് RCH is not needed, then the state will send the assessor to that hospital at least 1 week before the date. So 1 week before, hospital will be informed about the assessment. ഇതാണ് അതിന്റെ പ്രൊസീജിയർ. അല്ല, ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ. നമ്മുടെ ഈ ലാക്ടേഷൻ കൗൺസിലർ ട്രെയിനിങ് പല പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡ്രസ്സേഴ്സിനും കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? എന്തോ സാറ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. ലാക്ടേഷൻ കൗൺസിലർ ട്രെയിനിങ്
ഇല്ലാത്തവര് no problem. No, it is not mandatory. അത് mandatory അല്ല. ഞാൻ അതിലോട്ട് വരാം ഞാൻ. That is not mandatory. Still you can do. Okay. Okay. So once the internal assessment is done, go to the website, download fill the Google Sheet, 5 pages Google Sheet, and submit. And along with that, the request application form should be sent to MBFHI this site, this mail. I hope it is clear. ഇച്ചിരി പുറകിൽ നിന്ന് തുടങ്ങാമോ? ആരോഗ്യ കേരളം വെബ്സൈറ്റ് മുതൽ തുടങ്ങാമോ? ഇതാണോ ഉദ്ദേശിച്ചത്? അല്ലല്ല, നമ്മുടെ അതല്ല ഞാൻ പറഞ്ഞത് നമ്മൾ നേരെ ഇത് എങ്ങനെയാണ് ഈ വെബ്സൈറ്റിൽ എത്തുന്നത്? സൈറ്റിലോട്ട് പോവാം. I will click on that site. അല്ല നമ്മൾ ഇതിപ്പോ ഒരു ലിങ്ക് ഉള്ളത് കൊണ്ടല്ലേ. ലിങ്ക് ഇല്ലെങ്കിൽ പോലും നമ്മൾ ആരോഗ്യ കേരളം വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അത് ആരോഗ്യ കേരളം വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ ഒരു ഡൗൺലോഡ്സ് ഉണ്ട്. ഡൗൺലോഡ്സിൽ പോയിട്ട് ക്വാളിറ്റി അഷുറൻസ് ഒരു ഞാനൊന്ന് കാണിക്കാൻ പറ്റുമോ നോക്കാം. ഒരു മിനിറ്റ്. അതൊരു PPM ഇട്ടാണല്ലോ, ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് അത് വെച്ചിട്ടാണ് കുഴപ്പമില്ല. 3 പോയിന്റ് ഓർത്താൽ മതി. ഗോ ടു ദ ആരോഗ്യ കേരളം, ദെൻ ഡൗൺലോഡ്സിൽ പോവുക, ക്വാളിറ്റി അഷുറൻസിൽ പോവുക. There you can ഈ പേജ് വരും. അത്രയും 4 സ്റ്റെപ്പ് പോണതിന് പകരം you can directly, if you have got the link, you can go directly to this site. ഇവിടെ നമ്മുടെ ലിങ്ക് ഒന്നും കൂടി നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങ് ഷെയർ ചെയ്യാം. ലിങ്ക് മാത്രം മതി. വെബ്സൈറ്റിൽ പോയാലുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ അതിൽ ചെക്ക് ലിസ്റ്റ് എല്ലാം കിടപ്പുണ്ട്. ചെക്ക് ലിസ്റ്റും ഡോക്യുമെന്റും പ്രോസസ് നോട്ടും എല്ലാം അതിനകത്ത്. ഓക്കെ, സോ ദിസ് ഈസ് ദ സൈറ്റ്. ഞാനൊന്ന് ഫില്ല് ചെയ്തതാണ്. അപ്പം ഈ സൈറ്റിൽ പോയിട്ട് ഈ പത്തനംതിട്ട ഞാൻ ഫീൽഡ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ചുമ്മാ ഒരു നമ്പർ കൊടുക്കുന്നേ ഉള്ളൂ. ദീസ് ആർ നോട്ട് കറക്റ്റ്. ഇതെല്ലാം കൊടുത്തിട്ട് നെക്സ്റ്റ് പേജ് കൊടുക്കുക. സോ ദിസ് ദ സെക്കൻഡ് പേജ്. 440 സാങ്ഷൻ ബെസ്റ്റ് ഫങ്ഷണൽ ഇൻപേഷ്യന്റ് ഡേ കെയർ ബെഡ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒരു നമ്പർ ഇട്ടുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഈസ് ദ തേർഡ് പേജ്. എല്ലാ ഐസൊലേഷൻ വാർഡ്, മെയിൽ സർജിക്കൽ, ചിൽഡ്രൻസ് വാർഡ്, ഒഫ്താൽമോളജി എല്ലാം വാർഡ് ബെഡ് നമ്പർ ഇടണം. And the next page, 4th page is this one. Monthly average number of deliveries cesarean in the last 3 months. The 5th page, number of OPD services available in the hospital. Riyas idantho anariya, OPD services available in the hospital is not 1000. Average OPD may be 1000, but what is this OPD services? എനിക്കൊന്നും ഇനി ഏതൊക്കെ സ്പെഷ്യാലിറ്റി എന്ന് വല്ലതും ആയിരിക്കും അല്ലേ? ഏതൊക്കെ നമ്പർ അല്ലേ വരേണ്ടത്? ടോട്ടൽ OPD നമ്പർ ആയിരിക്കൂലേ? ടോട്ടൽ OPD ആയിരിക്കില്ലേ ഹോസ്പിറ്റൽ? പീരിയഡ്സ് അല്ല, ടോട്ടൽ പീരിയഡ്സ് അല്ല, സർവീസസ് ആ ചോദിച്ചിരിക്കുന്നത്. ശരിയാ. അപ്പം നമ്പർ ഓഫ് സർവീസസ്, അതായത് എന്തൊക്കെ സ്പെഷ്യാലിറ്റി എല്ലാം കൂടെ 30 സ്പെഷ്യാലിറ്റീസ്. Okay, 10 will be better. So this is the 6th page. ഇവിടെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ ഡേറ്റ ഷീറ്റ്. ഹോസ്പിറ്റൽ ഡേറ്റ ഷീറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം. ഒരു ഫോം ഉണ്ട്. ലേറ്റസ്റ്റ് സെൽഫ് അസസ്മെന്റ് ചെക്ക് ലിസ്റ്റ്. നമ്മൾ ഇന്റേണൽ അസസ്മെന്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ സ്കോർ ആൻഡ് ദാറ്റ് ഹാസ് ടു ബി അപ്ലോഡഡ്. അലോങ് വിത്ത് ദാറ്റ് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അതിന്റെ ഹാർഡ് കോപ്പി ഷുഡ് ബി സൈൻഡ് ബൈ ദ സൂപ്രണ്ട് ആൻഡ് സീൽ വെച്ചിട്ട് യു ഷുഡ് സെൻഡ് ദ ഹാർഡ് കോപ്പി ഓൾസോ. Then proceedings for the formation of institutional MBFHI committee, copy the minutes of the committee and copy of the registration. ഇത്രയും കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഇത്രയും ചെയ്താൽ that will be over. So ഈ സെൽഫ് അസസ്മെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന അതേ എക്സൽ ഷീറ്റ് തന്നെ ഉപയോഗിക്കാം. ആ എക്സൽ ഷീറ്റ് നമ്മൾ 0, 1, 2 സ്കോർ ഇട്ട് പോയാൽ നമുക്ക് അവസാനം ഒരു സ്കോർ ഷീറ്റ് കിട്ടും. അത് തന്നെ ജനറേറ്റഡ് ആണ്. ഓക്കെ, അതെ. So that is the അപ്പോൾ ഈ സൈറ്റിൽ പോയി you can after filling 5 or 6 forms in the Google sheet and you send that to that application form ഒന്നും കൂടെ MBFHI certification@gmail.com ൽ അയക്കുക. So that is about registration of the for the certification.
പിന്നെ ഇന്റേണൽ അസസ്മെന്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ചെക്ക് ലിസ്റ്റ് വെച്ച് ചെയ്യുന്നത്. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്യണം, ഇന്റേണൽ അസസ്മെന്റ് ഗ്യാപ്പ് അനാലിസിസ് ചെയ്യുക, then you do the action planning and prioritizing ചെയ്യുക, measure the key performance indicators. റിയാസ് പറഞ്ഞ പോലെ 3 ഇൻഡിക്കേറ്റേഴ്സ് 3 പോളിസി എല്ലാം ഒരു റൂൾ ഓഫ് 3 ആണ് ഇവിടെ വരുന്നത്. And do a self certification. If the score is more than 80%, you can apply for the MBFHI certification. And the implementation committee എന്ന് പറയുന്നത് medical director is the in charge, then pediatrician and neonatologist if it is there, if he is there, nursing superint, the nurse in charge of the labor room, an attender, pharmacist and PRO. All these persons are there. Surgeon also, surgeon, I didn't include surgeon കൂടെ include ചെയ്യാം. And once the self-appraisal is process complete, this form to be returned to the district task force വേണോ വേണ്ടേ എന്നുള്ളത് anyway Riyas will confirm that. So this like this quality assurance, MBFHI, hopefully government will give more importance to MBFHI certification in the coming years. So this is the state level committee, this is the district level committee, and this is the institutional MBFHI committee. ഇപ്പോൾ നമുക്കിപ്പം സ്ട്രേറ്റ് അവേ സ്റ്റേറ്റിന് അയക്കാന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് MBFHI committee role illa. So that's make confusion. And now we'll go to the pre-assessment, what all have to be done. So for the assessment, there should be a pool of assessors. Other doctors are nurse are. Any doctor or any nurse can be have, but there are some criteria and they should provide assessor training. At the session, this followed by evaluation. Evaluation, there should be in total there should more than I will tell later, and there will be a certification of the internal assessors. Then how to select the assessment team? It's based on the bed strength of the hospital. So less than 200 bedded anengil need two assessors. 200 to 500 anengil it is 3 assessors. And more than 500 anengil 4 assessors. Of which one definitely should be a pediatrician. ഒരു 2 പേരിലാണെങ്കിൽ ഒരാൾ 4 പേരിലാണെങ്കിൽ ഒരാളെങ്കിലും pediatrician ആയിരിക്കണം. And assessor should not have worked in that hospital for the last 5 years, and family members ഒന്നും പാടില്ല. And assessors should not have any share or partnership. ഇതെല്ലാം private hospitals വരുമ്പോൾ അതിന്റെ ഒരു assessors importance വരുന്നത്. And these assessors will be selected by the NHM in a random process. ഈ റാൻഡം ബേസിൽ സെലക്ട് ചെയ്യുമ്പോഴേ ജോഗ്രാഫിക്ക് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഈ 2000 rupees വെച്ചിട്ട് ഇപ്പൊ കാസർഗോഡുള്ളവർക്ക് കോഴിക്കോട് പോയിട്ട് അസസ് ചെയ്യാൻ പറ്റുമോ? അല്ല, അത് അവര് NHM നോക്കിക്കൊള്ളും. NHM have the whole list കാണുമല്ലോ. അവര് they will decide ആര് പോണം എന്നുള്ളത്. അവർ ഡിസൈഡ് ആയി പോരാ, പോകുന്ന ആൾ ഡിസൈഡ് ചെയ്യട്ടെ. സന്തോഷ് ഫ്രം തലശ്ശേരി ഇവിടെ പൊന്നാനി പോകാൻ പറഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ബി പോസിബിൾ. അല്ല, അവർക്ക് അഡ്രസ് കാണുമല്ലോ. അല്ല, NHM ഫുൾ അഡ്രസ് കാണും. അക്കോർഡിംഗ്ലി they will post. ഓക്കെ. അല്ല, നമ്മള് പെട്ടെന്ന് കുറച്ച് ആപ്ലിക്കേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ we will get more assessors also because they will be in demand. വില്ലിംഗ്നെസ് ചോദിക്കുന്നുണ്ട്. ചോദിച്ചതിന് ശേഷം മാത്രമേ പോസ്റ്റ് ചെയ്യത്തുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മള് 2000 എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ ഒരു ഫീസാണ്, അല്ലാതെ TA they will provide അല്ലെ, അതിന് പുറമെ TA പ്രൊവൈഡ് ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിയാരത്തുള്ള രഞ്ജിത്ത് ഇപ്പം പൊന്നാനിയിലാണ് കൊടുത്തിരിക്കുന്നത്. ട്രാൻസ്ഫർ ആയ അല്ല, പൊന്നാനിയിലാണ് അസസർ ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. So the minimum education qualification എന്ന് പറയുന്നത് MBBS with the minimum 10 years experience. അത് MBBS ആർക്ക് ഇപ്പൊ RCH-നൊക്കെ അങ്ങനെ കയറാം. MBBS with post graduate 2 years experience, and BSc or GNM nursing with the 10 years experience like MBBS. That's a criteria. And the honorarium, as നേരത്തെ പറഞ്ഞ പോലെ 2000 rupees plus TA as per the NHM rules. This communicated assessment scheduled to respective hospital at least 1 week prior. ഒരാഴ്ച മുമ്പേ പറയും. നമ്മളെല്ലാം പ്രിന്റ് ഔട്ട്സ് എടുത്ത് വെക്കണം എന്നാണ് പറയുന്നത്. ചെക്ക് ലിസ്റ്റ് ഇൻ അഡ്വാൻസ്. ഹോസ്പിറ്റൽ ഷുഡ് ടേക്ക് പ്രിന്റ് ഔട്ട് ഓഫ് ദി ചെക്ക് ലിസ്റ്റ്. അതിനെന്തെങ്കിലും ഫൈനാൻഷ്യൽ പ്രോബ്ലം പറയുകയാണെങ്കിൽ NHM തരുന്നതാണ് അന്ന് ശ്രീഹരി നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗിൽ പറഞ്ഞത്. കമ്മ്യൂണിക്കേറ്റ് ഇൻ അഡ്വാൻസ് ടു ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്. നമ്മൾ ഹോസ്പിറ്റലിലെ എല്ലാവരെയും അറിയിച്ചിരിക്കണം. ആൻഡ് ഹോസ്പിറ്റൽ ഷുഡ് അറേഞ്ച് എ കമ്പ്യൂട്ടർ ഫോർ ഇന്റർനെറ്റ് ഫോർ ഓൺലൈൻ റിപ്പോർട്ടിംഗ്. ഇപ്പോൾ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ ഒരു അസസ്മെന്റ് ഡേഡ് അന്ന്
there will be a PPT presentation by the hospital that will make an impression on the assessors. We can make a PPT presentation, and there will be an introduction of the assessors, assessee, and observers, and confirmation that resources and facilities needed by the assessment team are available, and information about the closed meeting. Closing meeting. So opening meeting and closing meeting, and we should have a computer. Suggestions are just for completion sake, I am saying praise the good practices, share best practice of other places, and before observing any procedure, take permission, arrange printouts and stationery beforehand, and be punctual. And what we should not do is do not criticize, do not talk about gaps, and don't breach privacy of the patients, don't ask for any undue privileges, and normal functioning should not be hampered. Do's and don'ts. Dr. Riyaz said 4 methods of assessment and areas of concern, and also Riyaz said that is service provision. Checklist color based Chona color, service provision, infrastructure, beneficiary knowledge, staff knowledge, responsibility administration. This is divide infrastructure and documentation and what all knowledge we have to impart. And areas of concern 6 and standards 11 standards and total 130 checkpoints. So this is compliance and scoring. This is a confusion. So fully compliant, all requirements in checkpoint are meeting. All traces given in means of verification are available, and intent of checkpoint is meeting. We can give 2 points. When we will give 1 point, that is partial compliance, at least 50% of the traces, but some are missing. Exam bilingual board, confusion. Actually, one board 50% one mark kodukka. 0 and answer. Confusion. And non-compliance 0, and most of the requirements are not meeting. Less than 50% of the traces are available. Intent of checkpoint is not meeting. So now it is very clear except for that question. Then criteria, certification criteria and the one first is aggregate score should be more than 80%. 80%. Abram sir question. See, mandatory so 80% more than 80% 130 questions total mark is 260. And 80% it will come around 208. 100 questions full mark, 4 question, 8 question half mark. That is mark minimum. That means out of 130, 108 should be correct or partially correct. So 22 LCT trainer so total score should be more than 80%. That means around 108 out of 130 we should have scored. And second is the segregated score in each area of concern should be more than 70%. Market automatic. You don't have to calculate anything. Each area of concern more than 70%. Each standard should also 11 standard standard more than 70%. And each of the mandatory standards 6 and 9 should be 100%. So these are 3 criteria, 4 criteria, 80%, each standard 70%, mandatory 100%. And sometimes we can give certification with conditionality also. Then we have to recertify after 6 months. The post assessment is automatic score. We don't have to calculate anything. Interpreting scores will be self-generated. In other reporting, this prepare report in the format provided and send the online report in the Google Forms link provided to the assessors before the start of the closing meeting. It might take around 2 to 3 hours. Closing meeting
at that time you have to upload the report that day itself. A hard copy of the report should be signed by all assessors. And that should be mailed to the soft copy also should be mailed sent, and hard copy also should be sent to the state committee. And copy of the mark list provided to the institution. അവർക്കും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു കോപ്പി കൊടുക്കണം, അവരുടെ സ്റ്റേറ്റിനും എല്ലാം അന്ന് തന്നെ അയക്കണം. നമുക്കൊന്നും പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ദിസ് ഈസ് ദ വൺ ഓഫ് ദി ഫോർമാറ്റ്. പിന്നെ അതിൽ താഴെ 4 അസസേഴ്സ് ഉണ്ടെങ്കിൽ 4 പേരുടെയും സിഗ്നേച്ചർ വേണം. ഒരാൾക്ക് നേരത്തെ പോകാനൊന്നും പറ്റത്തില്ല. And accreditation process, this institution should apply to the SMD. നേരത്തെ പറഞ്ഞു through the district committee എന്നാണ് അംജിത്ത് പ്രസന്റ് ചെയ്ത ഒരു സ്ലൈഡാണ്. സോ അന്ന് പറഞ്ഞതാണ് district MBFHI committee എന്നുള്ളത്. You can directly apply also. And the state quality assurance will appoint assessors, and assessors will submit the report to SMD, and report will be placed before the committee held every 2 months. State committee will be functioning only every 2 months. And BFHI state committee will grant the accreditation. The certificate is valid only for 2 years. But every 2 years we have to recertify. And certification with conditionality that is depends on our assessors. That is valid only for 6 months. 6 months we have to assess. And fail you can apply only after 2 months. So now what we have to do is we have to set up a committee in your hospital now itself. Internal assessment and gap analysis has to be done. Once it is done with the checklist, once it is done, you plan and prioritize. We can assess, we can analyze what all gaps you have and measure the key performance indicators. That also should be started now itself, because 3 months വേണം. നമ്മൾ ഇന്ന് ഡിസൈഡ് ചെയ്തെങ്കിൽ മാത്രമേ ജനുവരിയിൽ we can do the assessment, because it needs last 3 months assessment indicators. And once you do the certification, if its score is more than 80%, you can apply for the MBFHI certification. Thank you. Thank you, Bala. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ബാല. ഈ മാൻഡേറ്ററി 100% പറയുമ്പോഴേ, അപ്പൊ ഈ 6 and 9 ഉള്ള എല്ലാ പോയിന്റ്സും നമ്മൾ ചെയ്തില്ലെങ്കിൽ 100% means what? If you are not complying with that, you are not getting the certification. Then you are failed. So I think Dr. Ranjithan അത് പറഞ്ഞു കാണായിരിക്കില്ലേ, when they went for this assessor training, he would have known, they would have said particularly. അപ്പൊ അതിനകത്ത് ഉള്ള പോയിന്റ്സ് മാൻഡേറ്ററി ആണല്ലോ. So somebody was asking us what is mandatory. അതല്ലേ Actually, this is like our KSR. നമ്മൾ കേരള സർവീസ് റൂൾ ഞങ്ങൾ എഴുതും, ഹെൽത്ത് സർവീസുകാരെ എഴുതും. ബുക്ക് മുമ്പേ കാണും, ബുക്ക് മുമ്പേ വെച്ചിട്ട് നമ്മൾ ആൻസർ നോക്കി അങ്ങ് എഴുതിയാൽ മതി. അതേപോലെയാണ് ഇതും. But only thing is we should have the information. Information അല്ല, we should have the support of the superintendent and the hospital. And actually, if you look at the 6th point, which is medically indicated, ആണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നമ്മൾ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അത് mandatory, we will not fail. Yeah. You see, that 6th and 9th is not difficult ones, I feel. Only thing is that records should be proper. We can go wrong in for 20 checkpoints, 22 checkpoints. Yeah, but this mandatory, you have to be careful. That's what I'm saying. Mandatory, you have to all the 10 points has to be. That it is mainly medically indicated fields, and then bottle pacifier teats venda. This rendana or mandatory എടുത്തിരിക്കുന്നു. Okay. So I think this checklist is clear. നിങ്ങൾ എല്ലാവരും ഓരോ പോയിന്റ്സ് ആയിട്ട് just go through that points checklist എല്ലാം പോയി നോക്കിയാൽ it will be easy. പിന്നെ ചില ഇപ്പൊ ജോസ് പറഞ്ഞതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് റൂം വേറെ, ഫോർമുല ഫീഡ്സ് കാണിച്ചു കൊടുക്കാൻ വേറെ റൂം, അതിന്റെ ആവശ്യമില്ല. ഫോർമുല ഫീഡ്സ് ഒക്കെ നമുക്ക് ഒരു കോർണറിൽ എവിടെയെങ്കിലും ഒരു കോർണറിൽ ചെയ്താൽ മതി. ഷുഡ് ബി away from the ബ്രസ്റ്റ് ഫീഡിങ് റൂം. അത് മാത്രമേ ഉള്ളൂ ഒരു കാര്യം. നമ്മൾ മോട്ടിവേറ്റഡ് ആണെങ്കിൽ we can do it. വേറൊന്നും പറയണ്ട റിയാസ്? രാജ്മോഹൻ സാർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സാറേ, നമ്മള് ആക്റ്റീവായിട്ട് സാറ് പറഞ്ഞതുപോലെ എല്ലാരും ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇതില് ആക്ച്വലി ഇപ്പം ഫോർച്ചുനേറ്റ്ലി ഇപ്പൊ നിങ്ങൾ കുറെ പേര് ഇതിനകത്ത് വളരെയധികം മോട്ടിവേറ്റഡ് ആണ്. അതുകൊണ്ട് യു ക്യാൻ ഇഗ്നൈറ്റ് ആൻ എൻതൂസിയാസം
അതുകൊണ്ട് ഐ ആം വെരി ഹോപ്പ്ഫുൾ ദാറ്റ് തിങ്സ് വിൽ ഹാപ്പൻ. ഇപ്പം പ്രശ്നം പറ്റിയേക്കുന്നത് ഇപ്പൊ ഐ ഡോണ്ട് നോ, ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള മീറ്റിംഗ്സ് റെഗുലറായിട്ട് നടക്കുകയും ഫോളോ അപ്പ് ചെയ്യും. കാരണം ഈ ഗൂഗിൾ ഫോം ഉണ്ടാക്കി പ്ലാറ്റ്ഫോമിൽ ഇടുന്നത് മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് നടന്ന കാരണം ഗവൺമെന്റ് മെഷീനറി ബ്യൂറോക്രസി ഒക്കെ എപ്പോഴും ഒരു വേ ഓഫ് ഡൂയിങ് ഓൺ ഇറ്റ്സ് ഓൺ ഉണ്ട്. അപ്പൊ അത് നമ്മള് ആരെങ്കിലും പുറകെ നടന്നപ്പോ റിയാസാണ് അതിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റിയാസ് അത് കുറച്ച് കാരണം അവർക്ക് വേറെ 100 കൂട്ടം പ്രശ്നങ്ങളാണ്. അപ്പൊ കോവിഡ് വന്നു, അതുണ്ട് ഇതുണ്ട്, അതിന്റെ ഇടയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എന്തെങ്കിലും ലെറ്റർ വരും, അതിന് മറുപടി കൊടുക്കണം. അപ്പൊ പല പല പ്രശ്നങ്ങളാണ്. അപ്പൊ റിയാസ് അങ്ങനെ നടന്ന് ഫെസിലിറ്റേറ്റ് ചെയ്താൽ എന്തായാലും നടക്കും ഐ തിങ്ക്. പിന്നെ നമുക്കൊരു വലിയ ഗുണമുള്ളത് ഓരോ സ്ഥലം, ഇപ്പൊ കണ്ണൂര്, രഞ്ജിത്തുണ്ട്, അങ്ങനെ പല സ്ഥലത്തും റീജിയണലായിട്ട് ആൾക്കാരുണ്ട്. അപ്പൊ ഒരു ലീഡർഷിപ്പ്, ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ലീഡർഷിപ്പ് ആൾസോ. സോ ഐ എം വെരി ഹോപ്പ്ഫുൾ അബൌട്ട് ഇറ്റ്. കൈൻഡ്ലി കീപ് ഇറ്റ് അപ്പ്. ബാക്കിയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉള്ളത്, ഡിസ്ട്രിക്ട് ടാസ്ക് ഫോഴ്സിന്റെ ഇൻവോൾവ്മെന്റ് ആ ഓർഡറിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർഡറിലുള്ള കാര്യങ്ങളാണ്. അതില് ഡിസ്ട്രിക്ട് ടാസ്ക് ഫോഴ്സിന്റെ റോള് അത് ദാറ്റ് ദേ വിൽ സോൾവ് ഇറ്റ്. ഡിസ്ട്രിക്ട് ടാസ്ക് ഫോഴ്സ് ഒരു ഡിസ്ട്രിക്റ്റിൽ ഇതുവരെ ഫോം ചെയ്തിട്ടില്ല. അല്ല, അത് ദേ വിൽ ടേക്ക് കെയർ ബാലേന്ദ്രൻ. നമ്മൾ അതിനെ പറ്റി നമ്മളെന്തിനാ അതിന് ആവശ്യമില്ലാത്ത കാര്യം നമ്മളെന്തിനാ ബോധറിയുന്നത്? ദേ വിൽ ടേക്ക് കെയർ ഓഫ്. അവർക്കത് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി. അവർക്ക് ഡിസ്ട്രിക്ട് ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കണമെന്ന് DPM വിളിച്ച് പറഞ്ഞാൽ DPM ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കും. അതൊന്നും അത്ര വലിയ ആന കാര്യമില്ല അവരെ സംബന്ധിച്ച്. ഡിസ്ട്രിക്ട് MBFHI കമ്മിറ്റി അല്ലേ, ടാസ്ക് ഫോഴ്സ് അല്ലല്ലോ. അതെ, ഡിസ്ട്രിക്ട് MBHI കമ്മിറ്റി. അതായത് ആക്ച്വലി അത് ശരിക്കും പറഞ്ഞാല് എനിക്കറിയത്തില്ല ശ്രീകരി എന്ത് ഉദ്ദേശിക്കുന്നതെന്ന്. കാരണം അത് രണ്ട് കണ്ടീഷനിലാണ് അത് ഇടപെടേണ്ടത്. ഒരു അപ്പലേറ്റ് അതോറിറ്റി ആയിട്ടും കൂടെ അതിന് വേണേ ആക്ട് ചെയ്യാം. ഇപ്പൊ എല്ലാ കംപ്ലൈൻസ് റിഡ്രസലും അങ്ങ് സ്റ്റേറ്റ് വരെ പോകണമെന്നില്ല, മനസ്സിലായില്ലേ? അവിടെ വെച്ച് സോൾവ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിനൊരു ഫെസിലിറ്റേറ്ററി റോളുണ്ട്. കാര്യങ്ങൾ നടത്തുന്നതിന് ടീം ഇപ്പോ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ദൂരെയുള്ള ഒരാൾ എങ്ങനെ ദൂരെ പോകും, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇറ്റ് ക്യാൻ ഹാവ് ഒരു ഓവർസൈറ്റ് റെസ്പോൺസിബിലിറ്റിയും ഒരു ഫെസിലിറ്റേറ്ററി റോളും ഉണ്ട്. അപ്പൊ അങ്ങനെ പല റോളും ഡിസ്ട്രിക്ട് ടാസ്ക് ഫോഴ്സിനുണ്ട്. അത് ഐ ഡോണ്ട് നോ വാട്ട് ആർ ദേ ഹാവ് പ്ലാൻഡ്. ലെറ്റ് ദം ഡു ഇറ്റ്. നമ്മൾ അതിനെ പറ്റി കൂടുതൽ പറയണ്ട. അതൊരു ഒഫീഷ്യൽ മെഷീനറിയാണ്. അതിൽ IAPയുടെ ആളുകൾ അതിനകത്ത് ഇൻവൈറ്റഡ് മെമ്പേഴ്സ് എന്നുള്ളതേ ഉള്ളൂ. ബേസിക്കലി ഇറ്റ് ഈസ് ആൻ ഒഫീഷ്യൽ ഏജൻസി. IAPയുടെ പ്രസിഡന്റ് മാത്രമല്ലേ അതിനകത്തുള്ളത്? അതായത് പറഞ്ഞേ, അത് നമ്മൾക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു അതിനകത്ത്. കുറച്ച് പേരുടെ ഒരു ഇൻവോൾവ്മെന്റ് വരുമെന്ന് വിചാരിച്ചു. എനിവേ ലെറ്റ് ഇറ്റ് ഗോ ലൈക്ക് ദാറ്റ്. മഹേന്ദ്ര, നമ്മളിപ്പോ ഉണ്ടാക്കിയ 4 പ്രസന്റേഷനാണ്. ഇവിടെ വ്യത്യാസമൊന്നുമില്ല. എന്നാലും നമുക്കത് IAP കേരള വെബ്സൈറ്റ് ഇടുന്നിട്ടുണ്ടാ? ഒരു കുഴപ്പമില്ല, ഓൾറെഡി ഉള്ളതാണല്ലോ. അപ്പൊ നമുക്ക് IAP വെബ്സൈറ്റ് 4 പ്രസന്റേഷൻ കാണിച്ച ആൾക്കാർക്ക് വായിക്കാൻ കുറച്ച് റീഡർ ഫ്രണ്ട്ലി. അത് നമ്മുടെ ആൾക്കാരുണ്ടാക്കിയ പ്രസന്റേഷൻ അല്ലേ, പിന്നെ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് അവരെ ഇടാൻ അനന്തശേഷം എന്തുമാത്രം കഷ്ടപ്പെട്ട് എന്ത് പവർ പോയിന്റ് ഒക്കെ ഉണ്ടാക്കിയതാ. ഉണ്ടാക്കിപ്പിച്ചതാണ്. നടന്ന് ഇപ്പൊ നിയമം പഠിച്ച് ഇപ്പൊ അതിന് പാവൻ നിഷേകം ഉണ്ടായിരുന്നോണ്ട് രക്ഷപ്പെട്ടു. അത് സാരമില്ല, അത് തിങ്സ് വിൽ വർക്ക് ഔട്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മള് വി ആർ വെരി ഹോപ്പ്ഫുൾ. ജോഷി സാറൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു, അതിന് ഫലം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൺക്ലൂഡ് ചെയ്യാം. അതായത് പിന്നെ ഏറ്റവും അത്യാവശ്യമുള്ളത് നമുക്കിപ്പം സർട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുന്നുള്ളതാണ്. അപ്ലിക്കേഷൻ കൂട്ടണം, ഗവൺമെന്റിലും പ്രൈവറ്റിലും അപ്ലിക്കേഷൻ കൂട്ടണം. ഇപ്പൊ കൂടുതൽ അപ്ലിക്കേഷനും അതുപോലെ തന്നെ ഇനി മുതൽ ഡിസ്ട്രിക്ട് ലെവലോ ഹോസ്പിറ്റൽ ലെവലോ വേണമെങ്കിൽ ഒന്നും കൂടി ടാസ്ക് ഫോഴ്സ് ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ഇപ്പം 70 ആൾക്കാർ 71 വരെ ആൾക്കാരുടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു TOT നടന്ന പോലെ അവർക്ക് വേണമെങ്കിൽ ഇനി അവരെ ബ്രാഞ്ചിൽ പോയിട്ട് ഇപ്പൊ നമ്മളിപ്പം തൃശ്ശൂർ ഇപ്പം പല ഹോസ്പിറ്റലിലും അല്ല, കംപ്ലീറ്റ് അതിൽ കുറച്ച് DPM പിന്നെ കുറച്ച് NHMന്റെ ക്വാളിറ്റി കൺട്രോൾ ആൾക്കാർ, അങ്ങനെ 5-8 ആൾക്കാർ പുറത്തുനിന്ന് ആൾക്കാരുണ്ട്. തൃശ്ശൂർ DPM ഞങ്ങളോട് പറഞ്ഞു, DM പറഞ്ഞു ഞങ്ങളോട് നിങ്ങൾ PG നടത്തുമ്പോൾ ഞങ്ങളെയും കൂട്ടണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവർ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു 5-8 ആൾക്കാർ നമ്മൾ പുറത്ത് കാണുന്നുണ്ട് കുറെ ആൾക്കാർ. അല്ലാണ്ടോ പക്ഷെ അവർ ഇൻവോൾവ് ആണ് ഈ പരിപാടിയിൽ, ക്വാളിറ്റി കൺട്രോൾ പരിപാടിയിൽ ഏറ്റവും ഇൻവോൾവ് ആളാണ്. അപ്പൊ നമ്മൾക്ക് ഇനി അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. നമ്മൾ ഹോസ്പിറ്റലിൽ ട്രെയിനിങ് കൊടുക്കുക, മുമ്പ് കൊടുത്തതിൽ ഒന്നും കൂടെ ആക്റ്റീവ് ആവണം. ഈ മീറ്റിംഗ് ഇപ്പൊ ഇങ്ങനെ വിളിച്ചതിന്റെ കാര്യം നമ്മൾ ഒന്നും കൂടെ ഒന്നിച്ചിരുന്ന് ഒന്നുകൂടെ ആക്റ്റീവ് ആക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ്. പിന്നെ നമ്മൾ മാക്സ് നമുക്ക് പിന്നെ ഇതാക്കുക, അതായത് അപ്ലൈ ചെയ്യുക. അതിനുള്ള സംശയമായിരിക്കും ചോദിക്കുകയാണെങ്കിൽ വാട്സാപ്പിൽ കൂടെ ഗ്രൂപ്പിലാണോ കൂടെ സംശയം ചോദിക്കുകയാണെങ്കിൽ
അങ്ങനെ നമുക്ക് ഉത്തരം കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ പിന്നെ ബാലേന്റെയോ അല്ലെങ്കിൽ റിയാസ് സാറിന്റെ നമ്പർ കൊടുക്കാം. അപ്പോൾ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ റെക്കോർഡിംഗ് അങ്ങ് ഷെയർ ചെയ്യാമല്ലോ സാർ. സം പീപ്പിൾ കൻ ബെനിഫിറ്റ്. കുഴപ്പമില്ല. അപ്പൊ എനക്കൊന്ന് ഇന്ദുമതി മാഡം ഒരു വോട്ട് ഓഫ് താങ്ക്സ് കൊണ്ട് നമുക്ക് നിർത്താം. Okay, respected seniors, teachers, friends and colleagues, I think we had a good session today. ഒരുപാട് കാര്യം ഡിസ്കസ് ചെയ്യാൻ പറ്റി. I think most of our doubts have been cleared, I think. Anyway, what looks like a big task, I think to simplify the paranjapam, I think we would have understood. And we have also learned a lot of things through this. So I thank Andalushan sir and all the seniors who have gone through this so much to try to bring this breastfeed, increase the rates and bring a breastfeed BFHI into all the hospitals in Kerala. So thank you all of you for joining, and thanks.